Good morning. രാവിലെ എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ. ഹായ് അപർണ, ഹായ് തിത്ലി, ഹായ് ശ്രീലക്ഷ്മി, ഹായ് അബ്ദുള്ള, ഹായ് ഡോക്ടർ സ്ട്രേഞ്ച്. എല്ലാവർക്കും ഒരു വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്ന് ആക്ച്വലി 4 ഹ്യൂമൻ ഫിസിയോളജിയിലെ ചാപ്റ്റേഴ്സ് ആണ് ഡുവോഡൈയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡിയാണോ? ഹായ്, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഡു ഓർ ഡൈ ബട്ട് വി നെവർ ഗീവ് അപ്പ് അല്ലെ, നമ്മൾ ആരും ഗീവ് അപ്പ് ചെയ്യില്ല. സോ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പേപ്പർ ആൻഡ് പെൻ റെഡി ആക്കി വെക്കുക ഓൺ എവറി 25 ക്വസ്റ്റ്യൻസ്. കാരണം നമ്മൾ 4 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്യുക. എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദ എലിമിനേഷൻ 25 ക്വസ്റ്റ്യൻസ്, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് 25 ക്വസ്റ്റ്യൻസ്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ 25 ക്വസ്റ്റ്യൻസ്, കെമിക്കൽ കൺട്രോൾ ആൻഡ് ഇന്റഗ്രേഷൻ, കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ 25 ക്വസ്റ്റ്യൻസ്. ഹായ് അലോക്, ഹായ് ഗൗരി, എല്ലാവരുടെയും പേര് വിളിച്ചില്ലാന്നേ ഉള്ളൂ കേട്ടോ. ഹായ് രോഹിത്, ഹായ് നയന, ഹായ് പാർവതി, ഹായ് കാവ്യ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ മക്കളെ, നമ്മൾ ഈ എല്ലാ 4 ചാപ്റ്റേഴ്സിലെയും 25 ക്വസ്റ്റ്യൻസ് ഈച്ച് ആണ് ചെയ്യാൻ പോകുന്നത്, കണക്ടിങ് ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സ് ഫ്രം ദ ചാപ്റ്റർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേപ്പറിൽ ഈച്ച് 25 കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു സ്കോർ ചെക്ക് ചെയ്യും. അപ്പൊ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ 25ന്റെ സ്കോർ നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പോവാൻ പോകുന്നേ. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാരും തന്നെ 1 to 25 ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് റൈറ്റ് ആണെങ്കിൽ ഒരു ടിക്ക് കൊടുക്കുക, റോങ് ആണെങ്കിൽ ക്രോസ് ചെയ്യുക. ഇഫ് യു ഹാവിന്റ് ആൻസേർഡ് ക്രോസ് ചെയ്യുക. ഇഫ് യു ഹാവ് ആൻസേർഡ് ബട്ട് ഇറ്റ് ഇസ് റോങ് -1 കൊടുക്കുക. അങ്ങനെ നമ്മുടെ നീറ്റിന്റെ പാറ്റേൺ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേപ്പറിലും സ്കോർ കൊടുത്തു പോണം. വെറൈറ്റി ക്വസ്റ്റ്യൻസ് അല്ലേ ഇന്ന്, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിനെയും ഒന്ന് കവർ ചെയ്ത് ചാപ്റ്റർ കവർ ചെയ്താണ് പോകുന്നത്. അപ്പോ എല്ലാരും റെഡി ആണ്, രാവിലെ അടിപൊളിയായിട്ട് എണീറ്റിച്ച് വന്നേക്കാണ്. അപ്പോ ഡു ഓർ ഡൈ, നമ്മൾ എന്ത് ചെയ്യത്തില്ല, വി നെവർ ഗീവ് അപ്പ്. എല്ലാരും റെഡി അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ ചാപ്റ്റർ ആണ്. സോ ബിഫോർ വി ഗോ ടു ദ ക്വസ്റ്റ്യൻ, ചാപ്റ്റർ ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്താൽ ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്ററിൽ നമുക്കുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക മേജർ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഇൻ ആനിമൽ കിങ്ഡം. അപ്പൊ നൈട്രോജീനിയസ് വേസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വി ക്ലാസിഫൈ ദം ഇൻടു animals based on what they excrete. Ammonia excrete ചെയ്യുന്ന അമോണോടെലിക് ഓർഗാനിസം, യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിയോടെലിക് ഓർഗാനിസംസ് ആൻഡ് യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിക്കോടെലിക് ഓർഗാനിസം. ഈ ഒരു ടോപ്പിക് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഏരിയ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അതിലെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞേച്ച് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുക ഡിഫറെന്റ് ആനിമൽസ് ആൻഡ് ദെയർ എക്സ്ക്രീറ്ററി ഓർഗൻ. ഇത് നമ്മൾ ആനിമൽ കിങ്ഡം ചാപ്റ്ററിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ എഗെയിൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. കാരണം ഏത് പാട്ടിന്ന് വേണമെങ്കിലും ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ആനിമൽ കിങ്ഡം നമ്മൾ ഫുള്ള് പഠിച്ചതാണ്. സോ ഈ ചാപ്റ്ററിൽ കുറച്ചല്ലേ ഉള്ളൂ എന്ന് ആലോചിക്കരുത്. ആനിമൽ കിങ്ഡത്തിൽ നിറയെ എക്സ്ക്രീറ്ററി ഓർഗൻസ് പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലേക്ക് വരും. ആദ്യം നമ്മുടെ മേജർ എക്സ്ക്രീറ്ററി സിസ്റ്റമായ കിഡ്നി, യുറീറ്റർ, യൂറിനറി ബ്ലാഡർ, യുറീത്ര, ഈ പാർട്സും കിഡ്നിയുടെ ട്രാൻസ്ഫർ സെക്ഷനും അതിന്റെ ഡയഗ്രാംസും ഒക്കെ പഠിക്കും. അത് കഴിഞ്ഞ് അവരുടെ ഫങ്ഷണൽ യൂണിറ്റ് ആയ നെഫ്രോണിന്റെ പാർട്സ് പഠിക്കും. ഓൾസോ വി ക്ലാസിഫൈ ദ നെഫ്രോൺസ് ഇൻടു കോർട്ടിക്കൽ ആൻഡ് എക്സ്ട്രാ ഗ്ലോമുലാർ നെഫ്രോൺ അല്ലെ. അത് കഴിഞ്ഞേച്ച് നെഫ്രോൺ കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫിസിയോളജി ഓഫ് യൂറിൻ ഫോർമേഷൻ ആണ്. അപ്പൊ ഇതുവരെ അനാറ്റമിയാണ്. അനാറ്റമിന്ന് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഡയഗ്രാം ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. നേരെ തിരിച്ച് നമ്മൾ ഫിസിയോളജിയിലേക്ക് എത്തുമ്പോൾ ആദ്യമേ ഹൗ ഡു യൂറിൻ ഫോം അല്ലെ. അപ്പൊ യു ഹാവ് ഗ്ലോമുലാർ ഫിൽറ്ററേഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ ആൻഡ് റീഅബ്സോർപ്ഷൻ. അപ്പൊ ഗ്ലോമുലാർ ഫിൽറ്ററേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലെ. മാൽഫീജിയൻ കോർപ്പസ്യൂൾസിൽ എങ്ങനെയാണ് ഫിൽറ്ററേഷൻ നടക്കുക, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഹെൽപ്പിംഗ് ഇൻ ഇറ്റ്. നമുക്കറിയാം തിൻ മെംബ്രെയിൻ ആയിരിക്കണം, ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവണം, വിച്ച് ഓൾസോ ഹെൽപ്സ് ഇൻ ഫിൽറ്ററേഷൻ. ഈ ഫിൽറ്ററേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൊമൻസ് ക്യാപ്സ്യൂളിൽ വന്ന ഫിൽറ്ററേറ്റ് അൾട്രാ ഫിൽറ്ററേറ്റ് ആണ്. ഇതിന്ന് 99% റീഅബ്സോർബ് ചെയ്യണം റീനൽ ട്യൂബ്യൂളിലൂടെ കടന്നു പോകുമ്പോൾ. അപ്പൊ റീഅബ്സോർപ്ഷനും അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ദ യൂറിൻ ഇസ് ഫോം. ഇനി ഇങ്ങനെ യൂറിൻ ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഹെൻലീസ് ലൂപ്പിൽ വെച്ചിട്ടാണ്. സോ ഹൗ ഡു യൂറിൻ കോൺസെൻട്രേറ്റ് ഇൻ ഹെൻലീസ് ലൂപ്പ്? അപ്പൊ നമുക്ക് അവിടെ കൗണ്ടർ കറന്റ് മെക്കാനിസത്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇത് കഴിഞ്ഞപ്പോ യൂറിൻ ഉണ്ടായി. പക്ഷെ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഈ ഉണ്ടാവുന്ന യൂറിൻ അളവ്
റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ. അപ്പൊ ഇങ്ങനെ മഴ കണ്ടിന്യൂസ് പെയ്യുകയാണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതും കുറയും, യൂറിൻ പോകുന്നതും കൂടും അല്ലെ, കാരണം സ്വെറ്റിംഗ് ഒന്നുമില്ല. നേരെ തിരിച്ച് നല്ല ചൂടാണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതും കുറഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ പോകുന്നതിന്റെ അളവ് എന്ത് ചെയ്യും, അതനുസരിച്ച് കുറയും. യൂറിൻ നല്ല മഴയത്ത് നിറയൊക്കെ വെള്ളം കുടിച്ചാൽ നിറയെ യൂറിൻ പോവുകയും ചെയ്യും. സോ ഈ റെഗുലേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഫൈനലി നമ്മള് യൂറിനെ നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ കളക്ട് ചെയ്യുക. അപ്പൊ യൂറിനറി ബ്ലാഡറിൽ അതിനെ കളക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം then it has to go from the urinary bladder after it is filled. ആ പ്രോസസ്സിനെയാണ് micturition എന്ന് പറയുക. then we will discuss about micturition reflex. അത് കഴിഞ്ഞ് ഫൈനലി നമ്മള് കിഡ്നിക്ക് എന്തെങ്കിലും ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ കാൽക്കുലായി അല്ലെ, റീനൽ സ്റ്റോൺസ് ആവാം, ഗ്ലോമുലോനെഫ്രൈറ്റിസ് ആവാം. അപ്പൊ ഈ ഡിസീസസിനെ കുറിച്ചും അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള 2 ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത് അക്യൂട്ട് റീനൽ ഫെയിലിയറിനൊക്കെ, അല്ല എങ്കിൽ ഹിമോഡയാലിസിസ് ചെയ്യും. സോ ഹിമോഡയാലിസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത്രയുമാണ്. ഹായ് ബിലീവർ ഫ്രം തമിഴ്നാടു, എപ്പിടി ഇருக்கு? സൗഖ്യമാ? വണക്കം. അപ്പോ നസ്രിൻ, ജസ്ന, സിനു, ശ്രീലേഖ, പല്ലവി, വിഷ്ണു എല്ലാരെയും കണ്ടിരിക്കുന്നു. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം with excretory products and elimination. അപ്പൊ ചാപ്റ്റർ ഇത്രയുമാണ് നമുക്കുള്ളത്. ഇതിലെ മേജർ ക്വസ്റ്റ്യൻ ഏരിയാസ് എല്ലാം ഡിസ്കസ് ചെയ്താണ് നമ്മൾ പോവുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പടപടാന്ന് ഉത്തരം വരട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹായ് നസ്രിൻ, ഹായ് സനുഷ. മക്കളെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യുക നമ്മുടെ ഡുവോഡായി ക്ലാസിന്റെ പോസ്റ്റർ, സോ ദാറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ജോയിൻ ചെയ്തിട്ട് ലെറ്റ്സ് മേക്ക് ഇറ്റ് എ ബിഗ് കോമ്പറ്റീഷൻ. യെസ് യൂറിക്കോടെലിസം. ഹായ് ഫാത്തിമ, ബത്തൂൽ. അപ്പൊ നമ്മൾ നോക്കാണ് യൂറിക്കോടെലിസം ഈസ് ഫൗണ്ട് ഇൻ. യൂറിക്കോടെലിസം എന്ന് പറയുമ്പോഴത്തേക്കും യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യാണ്. ഫ്രോഗും ടോഡും യൂറിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഇൻ മാമൽസ് യു ഹാവ് യൂറിയ, ബട്ട് ഇൻ ബേർഡ്സ് യു ഹാവ് യൂറിക് ആസിഡ്. ഫിഷസ് ആൻഡ് ഫ്രഷ് വാട്ടർ പ്രോട്ടോസോവൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ദേ എക്സ്ക്രീറ്റ് അമോണിയ. ബേർഡ്സ്, റെപ്റ്റൈൽസ് ആൻഡ് ഇൻസെക്ട്സ് ദേ എക്സ്ക്രീറ്റ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ആണ് ലീസ്റ്റ് ടോക്സിക് ആയിട്ടുള്ള നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ലെസ് എമൗണ്ട് ഓഫ് വാട്ടറിന്റെ സഹായത്തോടെ, ബിക്കോസ് ഇറ്റ് ഡോണ്ട് ഡിസോൾവ് ഇൻ വാട്ടർ, നമ്മൾ പെല്ലറ്റ്സിൽ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇതിനെ കളയുക. സോ ബേർഡ്സ്, റെപ്റ്റൈൽസ്, ഇൻസെക്ട്. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. സോ നമുക്ക് യൂറിക്കോടെലിക്, അമോണോടെലിക് ആൻഡ് യൂറിയോടെലിക് ഓർഗാനിസത്തിലെ എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് തിയറിറ്റിക്കലി അതിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ കോളം ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ. ഇവിടെ നമുക്ക് ഡിഫറെന്റ് എക്സ്ക്രീറ്ററി ഓർഗൻസും അവരുടെ ഓർഗാനിസത്തിനെയാണ് നമുക്ക് മാച്ച് ചെയ്യാനുള്ളത്. പടാന്ന് പോരട്ടെ. യെസ് നിങ്ങളൊക്കെ പൊളിയാണല്ലോ. യെസ് മകളെ, നമുക്കറിയാം നെഫ്രിഡിയ. സോ ലെറ്റ് മീ ടേക്ക് ഹൈഡ്രയുടെ ഒരു ഓർഗൻ ഇവിടെ ഇല്ല, ബിക്കോസ് ദർ ഇസ് നോ എക്സ്ക്രീറ്ററി ഓർഗൻ. സോ ഇഫ് യു സി ലീച്ചിന് നമുക്കുള്ളത് നെഫ്രിഡിയ ആണ്. സോ എ ക്യു വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ബി നോക്കാം, മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആർ there in cockroaches. So BT വരുമ്പോ ആൻസർ ഷുഡ് ബി തേർഡ് ഓപ്ഷൻ. ഇനി പ്രോട്ടോനെഫ്രീഡിയ, ഇവിടെ നമുക്ക് റൗണ്ട് വേംസിനാണ് പ്രോട്ടോനെഫ്രീഡിയ വരിക. ആസ്കെൽമെന്റസ് കിഡ്നി ഇൻ ഷാർക്ക്, which is your chondrichthyes. Answer is third option. Question number 3. ഒരാള് ഇതിപ്പോ നമ്മുടെ നോമ്പിന്റെ കാലക്കാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത് ഹങ്കർ സ്ട്രൈക്ക് ആണ് കേട്ടോ. നോമ്പൊക്കെ ആകുമ്പോൾ രാവിലെയും രാത്രിയൊക്കെ കഴിക്കും. നമ്മൾ പറയുന്നത് ഹങ്കർ സ്ട്രൈക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാത്ത ഒരു സിറ്റുവേഷനിൽ ജസ്റ്റ് വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ദി യൂറിൻ? യെസ്, ഉത്തരം വരട്ടെ.
സീരിയസ്ലി നിങ്ങൾ എല്ലാവരും ആൻസർ പോവാണോ? എടാ, ഒരാൾ ഹങ്കർ സ്ട്രൈക്കിലാണ്, ഫുഡ് കഴിക്കുന്നില്ല. നിങ്ങൾ ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കിയാ മക്കളെ. ലെസ് അമിനോ ആസിഡ് ഇൻ യൂറിൻ. ഓൾറെഡി യൂറിനിൽ അമിനോ ആസിഡ് ഉണ്ടോടാ? PCT വഴി കംപ്ലീറ്റ് അമിനോ ആസിഡ്സിനെയും യൂറിന് അബ്സോർബ് ചെയ്യില്ലേ? അപ്പൊ ഇത് തെറ്റല്ലേ? ഈ ഓപ്ഷനേ തെറ്റല്ലേ? മോർ ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. ബ്ലഡിൽ എങ്ങനെയാ ഗ്ലൂക്കോസ് കൂടാ? നമ്മള് ഫുഡ് കഴിക്കുന്നുണ്ടോ? ഇല്ല, ഗ്ലൂക്കോസ് ബ്ലഡിൽ കാണില്ല. മോർ സോഡിയം ഇൻ ഹിസ് യൂറിൻ. എങ്ങനെയാ സോഡിയം കൂടുക? നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോ സോഡിയം കൂടില്ല. ബട്ട് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് പോകുന്ന പ്രോട്ടീൻ കുറയുന്നു. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ വഴിയാണ് നമുക്ക് എന്തുണ്ടാവുക? യൂറിയ ഉണ്ടാവുക. സോ അമോണിയ ഉണ്ടാവും. നമുക്കറിയാം ലിവറിൽ വെച്ച് ഓർണിത്തൈൻ സൈക്കിൾ വഴി അതിനെ യൂറിയ ആക്കും. സോ ബേസിക്കലി ബ്രേക്ക് ഡൗൺ കുറയുന്നു, യൂറിയ കുറയുന്നു. സോ ദർ വിൽ ബി ലെസ് യൂറിയ ഇൻ യൂറിൻ. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ഒന്ന് ചിന്തിക്കാനായിട്ട് ക്വസ്റ്റ്യൻ തന്നാൽ വെറൈറ്റി വന്നാൽ നിങ്ങൾ തെറ്റിക്കും. സോ നൗ we are going to human excretory system. ദേ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഈ പാർട്ട് ഏതാണ് എന്ന് കണ്ടുപിടിക്കാം. എന്നാലും അമിനോ ആസിഡ് യൂറിൻ ഉണ്ട് നിങ്ങൾ പറഞ്ഞത് എനിക്ക് നല്ല വിഷമായിട്ടോ. there is no amino acid in urine. അസ്ന ശരിയാക്കി. ലാസ്റ്റ് എല്ലാരും വണ്ണിലേക്ക് വന്നു. പക്ഷെ ആദ്യം ഇടയ്ക്ക് വണ്ണില് ആദ്യം കൊടുത്ത ആളെ ഞാൻ പേര് ശ്രദ്ധിച്ചു. എന്നില്ല സ്റ്റാർട്ട് ചെയ്ത്. നൗഫിയാണോ? ഓക്കെ മക്കളെ, നമുക്കറിയാം ദേ ഈ എ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് റീനൽ പെൽവിസ് ആണ്. So this is a longitudinal section, cross section അല്ല, longitudinal section of a kidney. നമ്മൾ അതിൽ കാണുന്ന പാർട്സ് ആണ്. You have the outer cortex, you have the inner medullary pyramids. Medullary pyramids ചെന്ന് ജോയിൻ ചെയ്യുന്നത് കാലിക്സിലേക്കാണ്. കാലിക്സ് ആർ ദ സ്മോൾ സ്റ്റോക്ക്. അത് നേരെ ചെല്ലുന്നു ഫണൽ ഷേപ്ഡ് പെൽവിസിലേക്ക് വരുന്നു. എന്നിട്ട് ഹൈലം വഴി അത് യൂറിറ്റർ ആയിട്ട് പുറത്തേക്ക് വരുന്നു. ഓക്കെ അല്ലേടാ? ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ പ്രിൻസിപ്പൽ നൈട്രോജനസ് എക്സ്ക്രീറ്ററി കോമ്പൗണ്ട് ഇൻ ഹ്യൂമൻ ഈസ് സിന്തസൈസ്ഡ്. നമ്മുടെ മേജർ നൈട്രോജീനിയസ് വേസ്റ്റിനെ എവിടെയാണ് സിന്തസൈസ് ചെയ്യുന്നത്? എല്ലാരും കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ക്ലാസ് ബോറായില്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഒരു വെറൈറ്റിക്ക് ഇതൊക്കെ തെറ്റിക്കുന്നതാണോ മിഥുനെ? പാരസിറ്റമോൾ തരട്ടെ ഞാന്. യെസ് മക്കളെ, പ്രിൻസിപ്പൽ നൈട്രോജീനിയസ് എക്സ്ക്രീറ്ററി കോമ്പൗണ്ട് ഇൻ ഹ്യൂമൻ ഈസ് സിന്തസൈസ്ഡ് ഇൻ ലിവർ. കാരണം അമോണിയനെ ലിവറിൽ വെച്ചാണ് യൂറിയ ആക്കുന്നത്. ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് ആസ് ഓർണിത്തൈൻ സൈക്കിൾ. അപ്പൊ ലിവറിൽ നിന്ന് വരുന്ന ഹെപ്പാറ്റിക് വെയിനിലായിരിക്കും ഏറ്റവും കൂടുതൽ യൂറിയ കണ്ടന്റ് ഉള്ളത്. ഇത് നമുക്ക് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ യൂറിയ കണ്ടന്റ് ഉള്ള ബ്ലഡ് വെസൽ ഏതാണ്? ദാറ്റ് ഈസ് ഹെപ്പാറ്റിക് വെയിൻ. കാരണം അതിൽ നിന്നാണ് നമുക്ക് യൂറിയ പുറത്തേക്ക്, ലിവറിൽ നിന്ന് യൂറിയ പുറത്തേക്ക് വരിക. ആൻഡ് യെസ്, ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഔട്ട് ത്രൂ കിഡ്നി. ഏറ്റവും കൂടുതൽ അത് പുറത്തേക്ക് പോകുന്നത് കിഡ്നി വഴിയാണ്. മോസ്റ്റ്ലി എന്ന് പറയാൻ കാരണം നമുക്കറിയാം ഈവൻ സലൈവയില് ലെസ് എമൗണ്ട് ഓഫ് യൂറിയ എക്സ്ക്രീറ്റ് ഔട്ട് ആവുന്നുണ്ട്. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. Going to the next. Again the parts of your excretory system labeled ആണ്. വായിക്കാൻ പറ്റുന്നില്ലേ? എല്ലാരും കൊടുക്കുന്ന ആൻസർ കൊടുക്കരുതെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ തെറ്റിയപ്പോൾ മനസ്സിലായി. ഒരാൾ കൊടുത്തത് പടാന്ന് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് തെറ്റാം. അപ്പൊ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. കറക്റ്റ് ആൻസർ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. ഫിഗർ ഷോസ് എ ഹ്യൂമൻ urinary system with structure A to D. Correctly identify them and give their characteristics and functions. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് D എന്ന് പറയുന്നത് കോർട്ടെക്സ് ആണ്. ഔട്ടർ പാർട്ട് ഓഫ് കിഡ്നി ഡു നോട്ട് ഹാവ് എനി പാർട്ട് ഓഫ് നെഫ്രോൺ. തെറ്റാണ്. നമുക്കറിയാം നെഫ്രോണിന്റെ ബൊമൻസ് ക്യാപ്സ്യൂൾ, ഗ്ലോമർലസ് വരുന്ന മർഫീജിയൻ കോർപ്പസ്യൂൾ.
PCT, DCT, initial part of collecting duct ഇത്രയും കിടക്കുന്നത് കോർട്ടെക്സിലാണ്. മെഡുല്ലയിൽ ആകെ ഉള്ളത് ഹെൻലീസ് ലൂപ്പും ഫൈനൽ പാർട്ട് ഓഫ് കളക്ടിംഗ് ഡക്റ്റും ആണ്. സോ നെക്സ്റ്റ് വന്നിരിക്കുന്ന എ അഡ്രിനൽ ഗ്ലാൻഡ് ആണെന്നാണ്. ലൊക്കേറ്റഡ് ഓൺ ദ ആന്റീരിയർ പാർട്ട് ടോപ്പ് ഓഫ് ദ കിഡ്നി, ദാറ്റ് ഇസ് ആന്റീരിയർ പാർട്ട് സെക്രീറ്റ്സ് കാറ്റക്കോളാമൈൻസ് ലൈക്ക് അഡ്രിനാലിൻ. അഡ്രിനാലിന്റെ ഏറ്റവും വലിയ ജോലി ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആകുക. ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ എനർജിയോടെ ഓടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സോ ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ഇറ്റ് ഇസ് കറക്റ്റ്. ആൻസർ ഇസ് 2. 3 ബി നോക്കാം. ബി പെൽവിസ് ആണ്. ബ്രോഡ് ഫണൽ ഷേപ്പ് സ്പേസ് ഇന്നർ ടു ഹൈലം ഡയറക്ട്ലി കണക്ട്സ് ടു ദ ലൂപ്സ് ഓഫ് ഹെൻലി. ലൂപ്പ് ഓഫ് ഹെൻലി ആയിട്ടല്ല അത് കണക്ട് ചെയ്യുന്നത്. നമുക്കറിയാം കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് കോളം ഓഫ്, പിന്നെ എന്ത് ചെയ്യും, ഡക്റ്റ് ഓഫ് ബെലിനി വരും, പാപ്പിലറി ഡക്റ്റ് വരും, നമ്മുടെ മെഡുല്ലറി പാപ്പിലി വരുന്നത്, ആൻഡ് ഫൈനലി ഇറ്റ് കണക്ട്സ് ടു ദി കാലിക്സ്. കാലിക്സിൽ നിന്ന് പെൽവിക്സ്. സോ ദിസ് ഈസ് റോങ്. സി മെഡുല്ലയാണ്. Inner zone of kidney contains complete nephron. Again, adile loop of Henle, the other part of collecting duct matre illu. So this also goes wrong. Answer is second option. Next question. അപ്പോൾ നെഫ്രോൺ അതിന്റെ ലൊക്കേഷൻ ഇൻ കിഡ്നി മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തത്. സോ നെഫ്രോൺ എങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കറിയണം. മാൽഫീജിയൻ കോർപ്പസ്യൂൾ, PCT, DCT on the cortex and Henle's loop and most of the parts of collecting duct on the medullary pyramid. Again you have two types of നെഫ്രോൺ. ഇവിടെയുള്ള ഈ പൊസിഷനിലെ ഡിഫറൻസ് ഒന്നും ഇല്ല. കോർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഫുള്ളും കോർട്ടെക്സിൽ എന്നല്ല. കോർട്ടിക്കൽ എന്ന് പറഞ്ഞാല് ലൂപ്പ് ഓഫ് ഹെൻലി കുഞ്ഞാണെന്നേ ഉള്ളൂ. ആൻഡ് ജെക്സ്ട്രാ മെഡുലറി എന്ന് പറഞ്ഞാൽ ലൂപ്പ് ഓഫ് ഹെൻലി വലുതാണെന്നേ ഉള്ളൂ. ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് യു നോ കോർട്ടിക്കൽ ഹാസ് സംതിങ് അറൌണ്ട് 85%, 15% നമുക്ക് വരുന്നത് ജെക്സ്ട്രാ മെഡുലറി ആണ്. Which of the following correctly explains the functions of specific parts of human nephron? അപ്പൊ നമ്മൾ ഇനി ലൂപ്പ് ഓഫ് നമ്മുടെ നെഫ്രോണിന്റെ പാർട്സും അതിന്റെ ഫംഗ്ഷനിലേക്കും കടക്കാണ്. നമുക്ക് നോക്കിയാലോ. പോഡോസൈറ്റ്സ് ക്രിയേറ്റ് മൈന്യൂട്ട് സ്പേസ് ഫോർ ഫിൽറ്ററേഷൻ ഓഫ് ബ്ലഡ് ഇൻ ബൊമൻസ് ക്യാപ്സ്യൂൾ. നമുക്കറിയാം ബൊമൻസ് ക്യാപ്സ്യൂളിലുള്ള സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസിനെയാണ് പോഡോസൈറ്റ് സെൽസ് എന്ന് പറയുക. ഈ പോഡോസൈറ്റ് സെൽസിന് ഇടയ്ക്ക് ഫിൽറ്ററേഷൻ സ്ലിറ്റ് ഉണ്ട്. അതുവഴി ഫിൽറ്ററേഷൻ എന്താവും, കുറച്ചുകൂടി ഈസി ആയിട്ട് ഗ്ലോമറുലസിൽ നിന്ന് നടക്കും. കറക്റ്റ് ആണ്. Henle's loop, most resorption of major substance from the glomerular filtration. Major resorption നടക്കുന്നത് എവിടെയാണ്? PCTയിലാണ് ഏറ്റവും കൂടുതൽ. 80%, 70 to 80% resorption നടക്കുക. Distal convoluted tubule, resorption of potassium ions into the surrounding blood capillary. തെറ്റാണ്. Secretion of potassium ions ആണ് നടക്കുന്നത് into the tubule. ട്യൂബ്യൂളിലോട്ട് സെക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. Afferent arteriole carries blood away from the glomerulus. അല്ല, ഗ്ലോമറുലസിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരുന്ന ആളാണ് afferent arteriole, കൊണ്ടുപോകുന്ന ആളാണ് efferent arteriole, and in between you have glomerulus. So answer is yes, first option. ഇവിടെ നമുക്ക് എപ്പോഴും ഹ്യൂമൻ ഫിസിയോളജി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ when you ever get confused you can draw a small diagram. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. So going to the next question, question number 8. The region of nephron found in renal medulla is. You are getting 5 options. അയ്യോടാ, അത് കണ്ടില്ലല്ലോ. വേറെ എവിടെ നിന്ന് ചാടി ഒന്നും ഓപ്ഷൻ ആണ് കേട്ടോ. 5 ഓപ്ഷൻസ് ഇല്ല, 4 ഓപ്ഷൻസ് ഉള്ളൂ. Malphigian corpuscules. No, it is on the cortex. PCT on the cortex. DCT on the cortex. But Henle's loop, it is present on the yes medullary pyramid. Answer is 4th option. And ശ്രദ്ധിക്കണ്ട. Question number 9. Which of the following, which one of these is not a part of uriniferous tubule? PCTയിൽ കേപ്പൽ സെക്രീഷനും ഉണ്ട്, സെലക്റ്റീവ് റീഅബ്സോർപ്ഷനും ഉണ്ട്. തിത്തിലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NCERTയിൽ പാരഗ്രാഫ് കൊടുക്കുമ്പോൾ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. PCTയിൽ നിന്ന് കേപ്ലസിനെ പെരിട്യൂബുലർ കാപ്പിലറിയിട്ട് എടുക്കുന്നുണ്ട്, റീഅബ്സോർബും ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്, സെക്രീഷനും നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരിടത്തു നിന്ന് എടുക്കുന്നു, മറ്റിടത്തു നിന്ന് കൊടുക്കുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബ്ലഡ് കോൺസെൻട്രേഷൻ. യെസ് മക്കളെ, നമുക്കറിയാം ഇവിടെ കളക്ടിംഗ് ഡക്ട് ഇസ് എ കോമൺ ഡക്ട്
for more than one nephron. ഒന്നിലധികം നെഫ്രോണിന് ഒരു കളക്ടിംഗ് ഡക്റ്റ് ആണ്. ഒന്നിലധികം DCT എന്ത് ചെയ്യും? ഒറ്റ കളക്ടിംഗ് ഡക്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. സോ കളക്ടിംഗ് ഡക്റ്റ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് എ സിംഗിൾ നെഫ്രോൺ. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ആരൊക്കെയാ ബോമൻസ് ക്യാപ്സ്യൂൾ പറഞ്ഞത്? ബൊമൻസ് ക്യാപ്സ്യൂൾ ഇസ് എ പാർട്ട് അല്ലേ? ബൊമൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, PCT ഉണ്ട്, ഹെൻലീസ് ഉണ്ട്, DCT ഉണ്ട്. പക്ഷേ ഒരു കളക്ടിംഗ് ഡക്റ്റ് ഒരു നെഫ്രോണിന്റെ ഭാഗമല്ല. മോർ ദാൻ വൺ നെഫ്രോൺ ഹാവ് എ സിംഗിൾ കളക്ടിംഗ് ഡക്റ്റ് ഇൻ ദം. സോ സോറി ഇവിടെ നമ്മളടുത്ത് ചോദിച്ചത് യൂറിനിഫറസ് ട്യൂബ്യൂളിന്റെ പാർട്ട് അല്ലാത്തത് ഏതാണെന്നാണ്. ഗൈസ്, ഫോർ വിച്ച് ബൊമൻസ് ക്യാപ്സ്യൂൾ ഇസ് റൈറ്റ്. കാരണം ഇവിടെ യൂറിനിഫറസ് ട്യൂബ്യൂളിന്റെ സിംഗിൾ അല്ല ചോദിച്ചത്, യൂറിനിഫറസ് ട്യൂബ്യൂളിന്റെ നമ്മൾ പറയാ യു ഹാവ് ബൊമൻസ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ മാൽഫീജിയൻ കോർപ്പസ്യൂൾ and then you have the tubular part അല്ലേ? tubular പാർട്ടിൽ നമുക്കുള്ളത് PCT, you have glomerulus, then you have PCT, you have Henle's, you have DCT, then you have collecting duct. Sorry guys. Now next. Question number 10. Which is the correct pathway of passage of urine in vertebrate? Question ചെറിയ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. നമ്മൾ 9ലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരും കേട്ടോ. Because it is given as Bowman's capsule. Question number 10. കളക്ടിംഗ് ഡക്റ്റ് ആണ് വരിക. അത് കാരണം ഇവിടെ ഗ്ലോമറുലസ് അല്ല, ബൊമൻസ് ആണ്. നമ്മൾ ആ 9th വരും കേട്ടോ. 9th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ തിരിച്ചു വരും ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 25. വിച്ച് ഈസ് കറക്റ്റ് പാത്വേ ഫോർ ദ പാസേജ് ഓഫ് യൂറിൻ ഇൻ വെർട്ടിബ്രേറ്റ്? യൂറിന്റെ കറക്റ്റ് പാസേജ് പാത്വേ ആണ് ചോദിച്ചത്. നമുക്കറിയാം, വൺസ് ഇറ്റ്സ് ഫോംഡ് ഇൻ ടു ദി ബൊമൻസ് ക്യാപ്സ്യൂൾ നമ്മൾ നേരെ PCTയിലേക്ക് വരും, ഹെൻലീസിലേക്ക് വരും, DCTയിലേക്ക് വരും. DCT കളക്ടിംഗ് ഡക്റ്റിലേക്ക് പോവും. കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് ഡക്റ്റ് ഓഫ് ബലനി, പാപ്പിലറി ഡക്റ്റ്, ഫൈനലി നമ്മൾ പോവുക ടു ദി കാലിക്സ്, പെൽവിസ്, യൂറിറ്റർ. സോ ഇവിടെ നമുക്ക് വരിക റീനൽ കോർട്ടെക്സ്, അവിടെ നിന്ന് മെഡുല്ല, യൂറിത്ര, യൂറിനറി ബ്ലാഡർ. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. റീനൽ വെയിൻ, അവിടെ നിന്ന് യൂറിത്ര, വിച്ച് ഇസ് റോങ് അല്ലെ? അപ്പൊ അത് അവിടെ തന്നെ തെറ്റി. കളക്ടിംഗ് ഡക്റ്റ്, യൂറിറ്റർ, ബ്ലാഡർ, യൂറിത്ര, വിച്ച് ഇസ് റൈറ്റ്. പെൽവിസ്, മെഡുല്ല, അത് തെറ്റാണ്. കാരണം പെൽവിസ് മെഡുല്ല അല്ല, മെഡുല്ലയിൽ നിന്ന് പെൽവിസ് ആണ്. സോ ലെറ്റ്സ് സീ. റീനൽ കോർട്ടെക്സ്, ഇവിടെ കോർട്ടെക്സിൽ നിന്ന് മെഡുല്ലയിലേക്ക് പോകുന്നു പറഞ്ഞു. അവിടെ നിന്ന് നമുക്ക് പറഞ്ഞത് യൂറിത്രയാണ്. സോ ദിസ് ഓൾസോ ഗോസ് റോങ്. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ഓക്കെ, യൂറിറ്റർ, യൂറിനറി ബ്ലാഡർ, യൂറിത്രയാണ് വരുന്നത്. സോ ദ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ഇവിടെ നമ്മൾ ഇതിലെല്ലാത്തിലും കമ്പാരിറ്റീവ്ലി ആണ്. സോ യു ക്യാൻ ഗെറ്റ് ദിസ് ഫ്ലോ ഓഫ് യൂറിൻ ഇൻ ഡിഫറെന്റ് വേസ്. നമുക്ക് ഫ്ലോ ഓഫ് യൂറിനെ പല രീതിയിൽ ചോദിക്കാം. PCT, ഹെൻലീസ്, DCT, കളക്ടിംഗ് ഡക്റ്റ്, ഡക്റ്റ് ഓഫ് ബെലിനി, അതിൽ നിന്ന് നേരെ കാലിക്സ്, കാലിക്സിൽ നിന്ന് പെൽവിസ്, പെൽവിസിൽ നിന്ന് യൂറിറ്റർ, യൂറിറ്ററിൽ നിന്ന് യൂറിനറി ബ്ലാഡർ, യൂറിത്ര. അപ്പൊ ആ ഒരു ഫുൾ ചാർട്ട് നിങ്ങളുടെ NCERT-യിൽ നിങ്ങളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിടണം കേട്ടോ. Now question 11. Glomerular filtrate contains
Question number 11. Glomerular filtrate contains. ഇനി നമ്മൾ ദാ physiology of urine formation ലേക്ക് പോയി. Yes, glomerular filtrate ൽ എന്താണ് ഉള്ളത്? Ultra filtrate എന്ന് പറഞ്ഞാൽ it is blood minus blood cells and blood proteins. അത് രണ്ടും ഇല്ലാത്ത ബാക്കിയുള്ള full fluid ആണ്. Answer is 1. Question number 12. What is removed from the filtrate at loop of Henle? What is removed from the filtrate of loop of Henle? 7:28 a.m. Yes, മക്കളെ, നമുക്കറിയാം ലൂപ്പ് ഓഫ് ഹെൻലിയിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് വാട്ടറും, അത് ഡിസെൻഡിങ് ലിംബിൽ നിന്ന് വാട്ടറും അസെൻഡിങ് ലിംബിൽ നിന്ന് സോൾട്ടുമാണ്. അമിനോ ആസിഡ് ഗ്ലൂക്കോസ് ഈസ് റീസോർബ്ഡ് ഫ്രം ദ PCT. So answer is first option. Question number 13. The maximum amount of electrolyte and water, 70 to 80% from the glomerular filtrate, is resorbed in which part of nephron? ഏത് നെഫ്രോണിന്റെ പാർട്ടിലാണ് 70 to 80% of the glomerular filtrate-നെ റീഅബ്സോർബ് ചെയ്യുന്നത്? Yes, it is on the PCT. Minimum resorption നടക്കുന്നത് ഹെൻലീസ് ലൂപ്പിലും മാക്സിമം resorption നടക്കുന്നത് proximal convoluted tubuleാണ്. Answer is 1. Question. Which one of the following statement in regards to the excretion by human kidney is correct? For different parts ഇലുള്ള റീസോപ്ഷനെ കുറിച്ചിട്ടാണ്. ട്യൂബുലാർ റീസോപ്ഷൻ സെക്രീഷൻ വളരെ ഇമ്പോർട്ടന്റ്. ഒരൊറ്റ ഡയഗ്രാം പഠിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ PCT, ഏറ്റവും കൂടുതൽ കുറവ് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അതിനുശേഷം ഓരോ പാർട്ടിലും എന്താണ് റീസോർബ് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്. യു ക്യാൻ draw a diagram and study it. But this is like sentence ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ സെക്രീഷനും റീസോപ്ഷനും ഒന്നും തിരിഞ്ഞു പോകരുത് കേട്ടോ. Yes guys. നിങ്ങളുടെ ഒക്കെ സ്റ്റാറ്റസ് ഷെയർ ചെയ്യാൻ പറഞ്ഞേച്ച് മിസ് മാത്രം എന്ത് പറ്റി? അത് ചെയ്തിട്ടില്ല, മറന്നുപോയി. Ascending limb of loop of Henle is impermeable to electrolyte. തെറ്റാണ്. They are permeable to electrolyte. Ascending limb of loop of Henle. Descending limb of loop of Henle is impermeable to water എന്ന് പറഞ്ഞു. No, it's permeable to water. Distal convoluted tubule is incapable of reabsorption of HCO3. തെറ്റാണ്. DCT-യിൽ നിന്ന് HCO3-നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. 99% ഓഫ് ദ ഗ്ലോമറുലാർ ഫിൽറ്ററേറ്റ് ഉണ്ടാവുന്നതിന്റെ 99% നമ്മൾ റീനൽ ട്യൂബ്യൂളിലൂടെ റീഅബ്സോർബ് ചെയ്യും. വിച്ച് ഇസ് റൈറ്റ് ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. Question number 15. Removal of proximal convoluted tubule from the nephron will result in. PCT റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പൊ ഇതാണ് ട്വിസ്റ്റ്. ഇൻകേപ്പബിൾ കണ്ടില്ല, കണ്ണു കുത്തി പൊടിക്കട്ടേന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഇൻകേപ്പബിൾ, വിത്തൗട്ട്, വിത്ത്, ഒള്ളി, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അതിന്റെ ഏറ്റവും മേജർ ക്വസ്റ്റ്യൻ പോയിന്റ് ആയിട്ട് പറയും. അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്യണം when you are having a paper with you. Removal of proximal convoluted tubule in the nephron makes it more diluted. കാരണം നമുക്കറിയാം നെഫ്രോണിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ റീസോർപ്ഷൻ നടക്കുന്നത്. അപ്പം അത് നടന്നില്ല എങ്കിൽ യൂറിൻ ഡൈല്യൂട്ടഡ് ആവും. ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. വെരി ഗുഡ്. ഹ്യൂമൻ യൂറിൻ ഇസ് യൂഷ്വലി അസിഡിക് ബിക്കോസ്. അപ്പം ഈ സ്ഥലത്ത് നിന്ന് ഡയറക്റ്റ് നമുക്ക് എന്തൊക്കെ റീസോർബ് ചെയ്യും, സെക്രീറ്റ് ചെയ്യുമെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടെ ട്വിസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം? PCT റിമൂവ് ചെയ്യാൻ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടാണ് ഹ്യൂമൻ യൂറിൻ അസിഡിക് ആവുന്നത്? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ട്വിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നോക്കിക്കോടാ, ആഗ്രഹം പൊട്ടിക്കരുതെന്നാണ് കൈയിരിപ്പത്തില്ലേ. ഹ്യൂമൻ യൂറിൻ എങ്ങനെയാണ് അസിഡിക് ആയത്? വേഗം പറയട്ടെ മക്കളെ. ഹ്യൂമൻ യൂറിൻ എങ്ങനെയാണ് അസിഡിക് ആയത്? യെസ്, ഹൈഡ്രജൻ അയോൺസ് ആർ
ആക്റ്റീവ്ലി സെക്രീറ്റഡ് ഇൻ ടു ദ ഫിൽറ്ററേറ്റ്. ഫിൽറ്ററേറ്റിലേക്ക് ഹൈഡ്രജൻ അയോൺസിനെ ആക്റ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് thereby the urine is acidic. Answer is first option. Very, very, very good. Next, question number 17. Match the column 1 and 2 and select the correct option given below. As the following ആണ് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. ആർക്കും തെറ്റിക്കാൻ അങ്ങനെ എളുപ്പം പറ്റില്ല. നിങ്ങൾ വിചാരിച്ചാൽ പറ്റും, പക്ഷെ സാധാരണയായിട്ട് വിചാരിച്ചാലും പറ്റില്ല. Yes, the ultrafiltration. Ultrafiltration നടക്കുന്നത് എവിടെ വെച്ചാണ്? മാൽഫീജിയൻ കോർപ്പസ്യൂൾസിൽ വെച്ചിട്ടാണ്. സോ A4 രണ്ട് ഓപ്ഷൻസ്. 3 ഉം 4 ഒന്നും ആദ്യമേ എഴുതരുത്. ഞാൻ അടുത്ത നോക്കിക്കോ. കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ നടക്കുന്നത് ഹെൻലീസ് ലൂപ്പ് B1. സോ ആൻസർ ഷുഡ് ബി സെക്കൻഡ് ഓപ്ഷൻ. ഇനി നമ്മൾ ആകെ അതിനൊന്ന് സോളിഡ് ആക്കിയാൽ മതി. ട്രാൻസ്പോർട്ട് ഓഫ് യൂറിൻ യൂറീറ്റർ വഴിയാണ്. സ്റ്റോറേജ് ഓഫ് യൂറിൻ യൂറിനറി ബ്ലാഡറിൽ വെച്ചിട്ടാണ്. സോ ആൻസർ ഈസ് യുവർ സെക്കൻഡ് ഓപ്ഷൻ. Okay, set ആണ്. Question number 18. Which of the following factor is responsible for the formation of concentrated urine? നമ്മളുടെ കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ എന്ന് പറയുന്ന പാർട്ടിലേക്ക് എത്തി. അപ്പൊ നമ്മള് അൾട്രാ ഫിൽറ്ററേഷനും റീസോപ്ഷനും കഴിഞ്ഞ് കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ. ഒരുപാട് ഡയഗ്രമാറ്റിക് ക്വസ്റ്റ്യൻസ് വരാം അവിടെ. ആനി കോൺസെൻട്രേഷൻ ഏതാണ് മെഡില്ലറി ഡീപ്പിലേക്ക് പോകുന്നത് എന്നൊക്കെ ചോദിക്കാം. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇസ് എ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ? യെസ്, യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ADHന്റെ ലോ ലെവൽ ഒന്നും അല്ല. ADH ഹൈ ലെവൽ ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ കിട്ടുമെന്ന് പറയാം അല്ലെ. മെയിൻറ്റെയിനിങ് ഹൈപ്പർ ഓസ്മോളാരിറ്റി ടുവേർഡ്സ് ദ ഇന്നർ മെഡില്ലറി ഇന്റർസ്റ്റീഷ്യം. നമുക്കറിയാം 300 സ്റ്റാർട്ട് ചെയ്ത് ഇന്നർ മെഡില്ലറി ഇന്റർസ്റ്റീഷ്യം എത്തുമ്പോൾ 4 times, ദാറ്റ് ഈസ് 1200 ആണ് കോൺസെൻട്രേഷൻ വരിക. യെസ്, അത് ഇന്നർ മെഡില്ലറി ഇന്റർസ്റ്റീഷ്യത്തിൽ ആ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമുക്ക് കൗണ്ടർ കറന്റ് മെക്കാനിസം ഉള്ളത്, which helps in concentration of urine. Answer is second option. Question number 19. Mechanism of urine formation is represented as follows. പെട്ടെന്ന് പറയുന്നത് എന്താ കാണിച്ചിരിക്കുന്നത്? A, B, C. ഡയഗ്രാം എങ്ങനെ വരച്ചു വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ യു ആർ സീയിങ് സോ മെനി ഡയഗ്രാം ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഡയഗ്രാംസ് ആയിട്ട് വരച്ച്, നമ്മൾ ക്ലാസ്സിൽ ഒരു 150 ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഈ ചാപ്റ്റർ പഠിക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ വരച്ച് എൻ്റെ കൈ തെളിഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോൾ വരച്ച് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. യെസ് മക്കളെ, ഇവിടെ നമുക്ക് കണ്ടറിയാം ദിസ് ഈസ് ബൊമൻസ് ക്യാപ്സ്യൂൾ. സോ ബൊമൻസ് ക്യാപ്സ്യൂളിലേക്ക് A നടക്കുന്നത് അൾട്രാ ഫിൽറ്ററേഷൻ ആണ്, സെക്രീഷൻ റീസോപ്ഷൻ ഒന്നും അല്ല. ഇനി B എന്ന് പറയുന്നത് പെരി ട്യൂബുലാർ കാപ്പിലറിയിലേക്ക് നമ്മൾ ഫ്ലൂയിഡിനെ എടുക്കുന്നു, വിച്ച് ഇസ് റീ അബ്സോർപ്ഷൻ, ആൻഡ് അവിടെ നിന്ന് കൊടുക്കുന്നു, വിച്ച് ഇസ് സെക്രീഷൻ. സോ B ഈസ് റീ അബ്സോർപ്ഷൻ, C is secretion. Answer is first option. Where creativity meets innovation, റീസോപ്ഷനും സെക്രീഷനും നിനക്ക് തെറ്റി. റീ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് എ പെരി ട്യൂബുലാർ കാപ്പിലറി, സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം പെരി ട്യൂബുലാർ കാപ്പിലറി ഇൻ ടു ദ ട്യൂബ്യൂൾ. സോ ആൻസർ ഇസ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ആരാടാ 2 എഴുതിയത്? മുകിടിച്ച് പരത്തട്ടെ ഞാന്, രാവിലെ എന്നെ ഒരു ഗുണ്ടയാക്കും. ക്വസ്റ്റ്യൻ നമ്പർ 20. അതുകൊണ്ട് തന്നെ നിങ്ങളും വരച്ച് പഠിക്കണം. സെക്രീഷനും റീസോപ്ഷനും തെറ്റിപ്പോരുത്. റീ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്യൂബ്യൂളിൽ നിന്ന് എടുക്കാം, സെക്രീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാം. A decrease in blood pressure or volume will not cause the release of. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് റെഗുലേഷൻ ഓഫ് യൂറിൻ ഫ്ലോയിലേക്കാണ്. റെഗുലേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസിന്റെ ഡെൻസിറ്റി കാണുന്ന ഏരിയാസ് ഒന്ന് റീസോപ്ഷൻ സെക്രീഷൻ എന്ന് പറയുന്ന ഏരിയ ആണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ അവിടെ നിന്ന് നോക്കി. പിന്നെ രണ്ടാമത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ കിട്ടുക റെഗുലേഷൻ ഓഫ് യൂറിൻ ഫ്ലോ ആണ്. നമ്മളുടെ ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ വാട്ട് വിൽ നോട്ട് കോസ്റ്റ്, ഏത് സാധനം റിലീസ് ആവില്ല. ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ നമുക്ക് റിലീസ് ആവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? നമുക്കറിയാം ബ്ലഡ് വോളിയം കുറയുമ്പോൾ, ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ യൂറിൻ എന്ത് ചെയ്യണം? കുറയണം. യൂറിൻ കുറയാനായിട്ട് നമുക്ക് ADH റിലീസ് ചെയ്യും, റെനിൻ റിലീസ് ചെയ്യും, റെനിൻ വഴി ട്രാസ് വഴി ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യും. ഇതൊക്കെ റിലീസ് ചെയ്യും. പക്ഷേ
ANF മാത്രം റിലീസ് ചെയ്യില്ല, which is already released when the blood pressure is high, blood volume is high. Answer is first option. Next question, question number 21. Very very important topic ആണ് regulation of urine flow, RAS mechanism, അതുപോലെ തന്നെ നമ്മളുടെ ADH release, ANF release. ഇതിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ക്വസ്റ്റ്യൻസ് ആ ചോദിക്കാം. BP കുറഞ്ഞാൽ ഏത് റിലീസ് ആവും, ഏത് റിലീസ് ആവില്ല. ഓക്കെ, വിൽ നോട്ട് ആണ് ജെയ്സി. Which of the following statement is correct with respect to the function of kidney regulation? When someone drink lot of water, എല്ലാരും ഒന്ന് പോരട്ടെ ആൻസർ. ഒരാൾ ഒരുപാട് വെള്ളം കുടിക്കുകയാണ്. ഒരുപാട് വെള്ളം കുടിക്കാൻ നേരത്തെ എന്ത് പറ്റും? someone drinks lot of water, ADH release is suppressed എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒരാളുടെ ബ്ലഡ് വോളിയം കൂടുമ്പോൾ യൂറിൻ ഫ്ലോ കൂടണം അല്ലേ? സോ ദാറ്റ് ഈസ് ADH റിലീസ് സപ്രസ് ആവുമോ? നോ സപ്രഷൻ. ADH എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡിലേക്ക് when there is more blood flow, blood volume, then നമുക്ക് യൂറിൻ കൂടണം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം, ഓരോ സിറ്റുവേഷൻസ് നോക്കാം. എക്സ്പോഷർ ടു കോൾഡ് ടെമ്പറേച്ചർ സ്റ്റിമുലേറ്റ്സ് ADH റിലീസ്. നമുക്ക് ഇവിടെ അടുത്തത് എന്താണ്? അപ്പൊ ഇവിടെ ഓസ്മോളാരിറ്റിക്ക് എന്താ പറ്റിയേ? ഓസ്മോളാരിറ്റി കുറയാണ് ചെയ്യുക. ഓസ്മോളാരിറ്റി കൂടുമ്പോഴാണ് ADH റിലീസ് ഉണ്ടാവുക. ഇവിടെ ഓസ്മോളാരിറ്റി കുറഞ്ഞു, അപ്പോൾ ADH റിലീസ് കുറയും. ഓക്കെ, അടുത്ത നോക്കിയേ. എക്സ്പോഷർ ടു കോൾഡ് ടെമ്പറേച്ചർ സ്റ്റിമുലേറ്റ് ADH റിലീസ്. നമുക്കറിയാം കോൾഡ് ടെമ്പറേച്ചറിലും ബ്ലഡ് വോളിയം കൂടും, സോ യൂറിൻ ഫ്ലോ കൂടണം. സോ ADH എന്ത് ചെയ്യണ്ട? ഇവിടെ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത നോക്കിയടാ. An increase in glomerular filtration flow stimulates the formation of angiotensin II. GFR കൂടുമ്പോൾ ആൻജിയോടെൻസിൻ 2 ഉണ്ടാവുമോ? ഇല്ല, നമുക്ക് GFR കുറയുമ്പോഴാണ് ആൻജിയോടെൻസിൻ ഉണ്ടാവുക. സോ ദിസ് ഓൾസോ ഈസ് റോങ്. ഇനി നോക്കാം. ഡ്യൂറിങ് സമ്മർ വെൻ ദ ബോഡി ലൂസസ് വാട്ടർ ബൈ ഇവോപ്പറേഷൻ, ബ്ലഡ് വോളിയം കുറയുമ്പോൾ ADH റിലീസ് ഈസ് സപ്രസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞേ. വെൻ ബ്ലഡ് വോളിയം വൺ സമ്മർ വെൻ ബോഡി ലൂസസ് ലോട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വോളിയം കുറഞ്ഞു. സോ യൂറിൻ വോളിയം കുറയണം, ADH റിലീസ് ചെയ്യണം. ദിസ് ഈസ് റോങ്. ആൻസർ ഷുഡ് ബി ഫസ്റ്റ് ഓപ്ഷൻ. എല്ലാവർക്കും 4 ആണ് വന്നത്. അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. അപ്പൊ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ് ലൈക്ക് ദിസ്. ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാരും നോക്കാം. when someone drinks lot of water, blood volume കൂടുന്നു. ബ്ലഡ് വോളിയം കൂടുമ്പോ എല്ലാരും ശ്രദ്ധിച്ചോടാ. ബ്ലഡ് വോളിയം കൂടുന്നു. ബ്ലഡ് വോളിയം കൂടിയാൽ യൂറിൻ ഫ്ലോ കൂടണം. ഓക്കെ, എല്ലാരും ശ്രദ്ധിക്കുക. ബിക്കോസ് ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ബ്ലഡ് വോളിയം വെൻ someone drinks lot of water, ഒരുപാട് വെള്ളം കുടിക്കാൻ നേരത്ത് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു കിഡ്നി റെഗുലേഷൻ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേടാ. ബ്ലഡ് വോളിയം കൂടിയാൽ യൂറിൻ ഫ്ലോ കൂടണം അല്ലെ? ബ്ലഡ് വോളിയം കൂടിയാൽ ഓസ്മോളാരിറ്റി കുറയും. ഓസ്മോളാരിറ്റി കൂടും. ഓസ്മോളാരിറ്റി കൂടിയാൽ ADH റിലീസ് ആവോ? ADH റിലീസ് ആവുന്ന എപ്പോഴാ? ഓസ്മോളാരിറ്റി കുറയുമ്പോഴാ. ADH റിലീസ് ഈ സപ്രസ്. വെൻ someone drink lot of water, ADH റിലീസ് ഇല്ല. ADH റിലീസ് ഇല്ല. കറക്റ്റ് ആണ്. കാരണം യൂറിൻ അതേപോലെ ഉണ്ടാവണം. ADH കൂടിയാൽ യൂറിൻ ഫ്ലോ കുറയും.
നിങ്ങൾക്കറിയാം. അടുത്ത നോക്കിക്കോ, എക്സ്പോഷർ ടു കോൾഡ് ടെമ്പറേച്ചർ. കോൾഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും ബ്ലഡ് വോളിയം കൂടി. ADH എന്ത് ചെയ്യണം? യൂറിൻ ഫ്ലോ കൂടണം. സ്റ്റിമുലേറ്റ്സ് ADH റിലീസ്. ADH റിലീസ് വേണോ നമുക്ക്? ADH വേണ്ട. സോ ദിസ് ഇസ് റോങ്. അടുത്ത നോക്കിയേ, ആൻ ഇൻക്രീസ് ഇൻ ഗ്ലോമറുലാർ ഫിൽറ്ററേഷൻ റേറ്റ്. GFR കൂടിക്കഴിഞ്ഞാൽ റാസ് സ്റ്റോപ്പ് ആവും. അപ്പൊ ആൻജിയോടെൻസിൻ റിലീസ് ആവുമോ? ഇല്ല. ഡ്യൂറിംഗ് സമ്മർ വെൻ ദ ബോഡി ലോഡ്സ് ഓഫ് വാട്ടർ ഡ്യൂറിംഗ് ഇവോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വോളിയം കുറഞ്ഞു. ബ്ലഡ് വോളിയം കുറഞ്ഞാൽ ADH റിലീസ് ആവണം. എന്നാലല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂറിനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ADH ഈസ് സപ്രസ്ഡ് എന്നാണ്, വിച്ച് ഇസ് റോങ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് മക്കളെ. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാതെ ഇത് നിങ്ങൾ എല്ലാരും എഴുതി വെക്കുക. ബിക്കോസ് യു ക്യാൻ ഓൾവേസ് മേക്ക് എ മിസ്റ്റേക്ക് ഇൻ ദിസ് പാർട്ട്. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആവുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ദേ നോക്കൂ, ബ്ലഡ് വോളിയം കുറയുക, ബ്ലഡ് പ്രഷർ കുറയുക, GFR കുറയുക, ഓസ്മോളാരിറ്റി കൂടുക. ദാറ്റ് ഈസ് വെൻ യു ആർ ഡ്രിങ്കിങ് ലെസ് വാട്ടർ. നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചാലല്ലേ നമുക്ക് എന്ത് പറ്റുക? ബ്ലഡ് വോളിയം കുറയുന്നേ. നമ്മൾ കുടിക്കുന്ന വെള്ളം കുറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയും, GFR കുറയും, പക്ഷെ ഓസ്മോളാരിറ്റി കൂടും. ഈ സിറ്റുവേഷനിലാണ് റാസും വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ADHും റിലീസ് ആവുന്നത്. ഓക്കെ, ഇനി നേരെ തിരിച്ച് ബ്ലഡ് വോളിയം കൂടി, ബ്ലഡ് പ്രഷർ കൂടി, GFR കൂടും, ആൻഡ് ഓസ്മോളാരിറ്റി കുറഞ്ഞു. ദാറ്റ് മീൻസ് യു ആർ ഡ്രിങ്കിങ് ലോട്ട് ഓഫ് വാട്ടർ. വെള്ളം കൂടുതൽ കുടിക്കുക, അല്ലെങ്കിൽ കോൾഡ് ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ സമയത്ത് ANF ആണ് റിലീസ് ആവുക, ADHും റാസും സപ്രസ് ആവും. അല്ലെങ്കിൽ എല്ലാ വെള്ളവും കൂടെ ബോഡി തന്നെ കിടക്കും, യൂറിൻ ഫ്ലോ കൂട്ടണം. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ എഴുതുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിന് ക്ലാരിറ്റി കിട്ടും കേട്ടോ. അപ്പൊ ദാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ഇനി നേരെ റിഫ്ലെക്സ് നമ്മുടെ മിക്ചുറേഷനിലേക്കൊക്കെ പോവാം. ഓക്കെ, റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഡയറക്റ്റ് റാസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ബ്ലഡ് വോളിയം പ്രഷർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും പിടികിട്ടിയോ? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും തെറ്റിക്കല്ലേ ഇതിനെ. അപ്പൊ നമുക്ക് നോക്കടാ, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്. Micturition is carried out by, yes, micturition is carried out by reflex. Micturition reflex എന്ന് പറയും. നമുക്കറിയാം യൂറിൻ ഫ്ലോ കൂടി നമ്മുടെ യൂറിനറി ബ്ലാഡർ സ്ട്രെച്ച് ആവുന്നു. സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് നിന്ന് ബ്രെയിനിലേക്ക് സെൻസറി ന്യൂറോൺ വഴി ഇൻഫർമേഷൻ പോകുന്നു. അവിടെ നിന്ന് പാരസിമ്പത്തറ്റിക് നെർവ്സ് വഴി നമുക്ക് യൂറിനറി ബ്ലാഡറിനെ സ്ട്രെച്ച് ചെയ്യും, റിലാക്സ് ചെയ്യും, മസിൽസിനെ റിലാക്സ് ചെയ്യും, സ്പിഞ്ചേഴ്സിനെ റിലാക്സ് ചെയ്യും, മസിൽസിനെ കോൺട്രാക്ട് ചെയ്യും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് യൂറിൻ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയത്ത്. ദാറ്റ് ഇസ് ബൈ sympathetic nerves. So it's a reflex action. Glucose is active resorbed in the DCT, അല്ല PCT ലാണ് resorb ചെയ്യുക. ADH helps in water elimination, making the urine hypotonic. അല്ല, യൂറിനിൽ നിന്ന് വെള്ളത്തിനെ എടുക്കുക, വലിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ യൂറിനെ ഹൈപ്പർടോണിക് കോൺസെൻട്രേഷൻ ആക്കുകയാണ് ചെയ്യുക. Protein-free fluid is filtered from the blood plasma into the Bowman's capsule, which is correct. Protein ഇല്ലാത്ത പ്ലാസ്മേനെയാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യുക. So A and D is correct answer, is third option. Very good. Part A, B, C, D of nephron are shown in the diagram. Select the option which is incorrect of its function. ഒരു പാർട്ട് അതിന്റെ ഫംഗ്ഷൻ. A, P
PCT 70 to 80% of H2O is resorbed. അല്ലെ, ഇൻകറക്റ്റ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് ആണ്. ബി പെർമിയബിൾ ടു സോൾട്ട് ആണെന്ന് പറഞ്ഞു, വിച്ച് ഇസ് റോങ്. ഇറ്റ് ഇസ് impermeable to salt, permeable to water. Maintain pH by resorption of HCO3 minus, correct ആണ്. Allow the passage of small amount of urea, the D collecting duct എന്ന് കുറച്ച് യൂറിയ ascending loop of Henle വഴി റീസർക്കുലേറ്റ് ചെയ്യും. Okay, so yes, this is also correct. Now question number 24. Match the items in column 1 to column 2. ഇതിൽ നമ്മൾ ഒരു ഡിസീസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഡിസോർഡേഴ്സ് നമുക്ക് ഒരുപാട് ഉണ്ട് കിഡ്നിയിൽ, നമുക്കറിയാം. You have renal calculi, you have glomerulonephritis, you have acute renal failure. ഇവിടെ കൊടുത്തിരിക്കുന്ന കോളം 1 and 2 ചെക്ക് ചെയ്യുക. നമുക്ക് അതിനെ ഫുൾ ആയിട്ട്, ഇത് ഫുൾ ചാപ്റ്ററിന്റെ ഒരു മിക്സ് ക്വസ്റ്റ്യൻ ആണ്. പോഡോസൈറ്റ് എന്ന് പറയുന്നത് ഫിൽറ്ററേഷൻ സ്ലിറ്റ് ഉണ്ടാക്കും. A4 വരുന്ന രണ്ട് ഓപ്ഷൻസ്. നെഫ്രിഡിയ അനലിറ്റ്സിലാണ് കാണുക, C2 ആണ് വരിക. സോ ആൻസർ ഷുഡ് ബി തേർഡ് ഓപ്ഷൻ. ഇനി നേരെ നോക്കാം. റീനൽ കാൽക്കുലി ക്രിസ്റ്റലൈസ്ഡ് ഓക്സലേറ്റ്സ് ആണ് ആൻഡ് പ്രോട്ടോനെഫ്രിഡിയ ഈസ് പ്രസന്റ് ഇൻ ആംഫിയോക്സിസ്. ഓക്കെ, now let's move to the last question of this part. Use of artificial kidney during hemodialysis may result in. Use of artificial kidney during hemodialysis may result in. Yes. ഹീമോഡയാലിസിന്റെ സമയത്ത് ആർട്ടിഫിഷ്യൽ കിഡ്നി യൂസ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം. നൈട്രോജീനിയസ് വേസ്റ്റ് ബിൽഡപ്പ് സംഭവിക്കില്ല. നൈട്രോജീനിയസ് വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മളെ ബ്ലഡിൽ എന്തെല്ലാം എക്സസ് ഉണ്ടോ അല്ലെ, അതിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. വെൻ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ഇവിടെ നമുക്ക് ഡയലൈസിങ് ഫ്ലൂയിഡ് ഉണ്ട്. നമ്മളെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ബ്ലഡിൽ എക്സസ് ആയിട്ട് നൈട്രോജീനിയസ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. നോൺ എലിമിനേഷൻ ഓഫ് എക്സസ് പൊട്ടാസ്യം അയോൺ, ഇറ്റ് ഇസ് റോങ്. എക്സസ് ആയിട്ട് പൊട്ടാസ്യം അയോൺ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാം. എക്സസ് ആയിട്ട് ബ്ലഡിൽ എന്തുണ്ടോ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? റെഡ്യൂസ് അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം അയോൺ ഫ്രം ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. പക്ഷെ അത് കറക്റ്റ് ആണ്, കാരണം നമുക്ക് കിഡ്നി ഇല്ല. കിഡ്നിയുടെ സഹായത്തോടു കൂടിയാണ് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യുന്നത്. സോ വൈറ്റമിൻ ഡി ഇല്ല എങ്കിൽ എത്ര കാൽസ്യം കഴിച്ചാലും നിങ്ങൾക്ക് അത് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെല്ലാവരും കുറച്ച് വെയിൽ രാവിലെയും അതുപോലെ വൈകുന്നേരവും എങ്കിലും കൊള്ളണം. കാരണം നമ്മുടെ ബോഡി വൈറ്റമിൻ ഡിനെ സൺലൈറ്റിൽ നിന്നാണ് സിന്തസൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ കുറച്ചു നേരം വെയിലത്തൂടെ ഓടിച്ചാടി നടക്കുക. കാരണം അത് വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ ഈവൻ നമ്മൾ പാല് കുടിച്ചാലും മുട്ട കഴിച്ചാലും കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇസ് റെഡ്യൂസ്ഡ് RBC പ്രൊഡക്ഷൻ. കാരണം എറിത്രോപോയിറ്റിനും കിഡ്നി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സോ ദിസ് ടു തിങ്സ് നെവർ ഹാപ്പൻസ്. അപ്പൊ നമുക്ക് പറയാം കറക്റ്റ് ഈസ് C and D. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ഇനി നമ്മൾ 9th ക്വസ്റ്റ്യൻ റീചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആ സമയം 9th കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാർക്ക് ഒന്ന് വേഗം ഗ്രൂപ്പിലിടാ. സോ 9th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എടാ ശ്രദ്ധിക്കൂടാ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് യൂറിനിഫറസ് ട്യൂബ്യൂൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ചില ആർക്കെങ്കിലും ബോമൻസ് ക്യാപ്സ്യൂൾ നമുക്ക് സംശയം വന്നതിന്റെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. എടാ നമ്മളൊരു യൂറിനിഫറസ് ട്യൂബ്യൂൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ നെഫ്രോണെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചാൽ യു ഹാവ് ബൊമൻസ് ക്യാപ്സ്യൂൾ, PCT, ഹെൻലീസ്, DCT, കളക്ടിംഗ് ഡക്ട്. ഇതിൽ കളക്ടിംഗ് ഡക്ട് ഇസ് എ കോമൺ തിങ്. നോക്കിയേ, DCT ഒന്നിലധികം DCT കണക്ട് ചെയ്യുന്നതാണ് കളക്ടിംഗ് ഡക്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓപ്ഷൻസ് ആർ വെരി ഇമ്പോർട്ടന്റ്. യൂറിനിഫറസ് ട്യൂബ്യൂൾ എവിടെന്നാ തുടങ്ങുന്നത്? ബൊമൻസ് ക്യാപ്സ്യൂൾ. ട്യൂബ്യൂൾ തുടങ്ങുന്ന ബൊമൻസ് ക്യാപ്സ്യൂൾ, PCT, ഹെൻലീസ് ലൂപ്പ്, DCT. യു ക്യാൻ സേ കളക്ടിംഗ് ഡക്ട് ഈസ് എ പാർട്ട്. പക്ഷെ ഒരു നെഫ്രോന്റെ പാർട്ടല്ല, ഒന്നിലധികം DCT കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓപ്ഷനിൽ നോക്കിയാൽ ബൊമൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, DCT ഉണ്ട്, ഹെൻലീസ് ഉണ്ട്. സോ ഓഡ് വൺ ഔട്ട് ഇവിടെ കളക്ടിംഗ് ഡക്ട് ആണ്. പക്ഷേ ഇതേ ക്വസ്റ്റ്യനില് നിങ്ങൾക്ക് ഗ്ലോമർലെസ് തന്നിരുന്നു.
Glomerulus is not a part of uriniferous tubule. അപ്പൊ നമുക്ക് ഈ ഓപ്ഷനിൽ തന്നെ if you get glomerulus instead of loop of Henleക്ക് പകരം നിങ്ങൾക്ക് glomerulus തന്നില്ലെങ്കിൽ this glomerulus is not a part of uriniferous tubule. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ പല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും. അതാണ് ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് വന്നത്. കാരണം ഈ ക്വസ്റ്റ്യന് തന്നെ you are getting glomerulus, Bowman's capsule, PCT, DCT, Henle's loop, collecting duct. Glomerulus goes out. Glomerulus blood vessel ആണ്. പക്ഷെ നേരെ തിരിച്ച് glomerulus ഇല്ലാതെ ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ glomerulus ഇല്ല ഇവിടെ. Bowman's capsule തൊട്ടാണ് ഓപ്ഷൻ വന്നെങ്കിൽ ഒരു കളക്ടിംഗ് ഡക്റ്റ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് അതിന്റെ അല്ലാത്ത പാർട്ട് എന്ന് പറയാൻ പറ്റുക. ബിക്കോസ് സിംഗിൾ കളക്ടിംഗ് ഡക്റ്റ് നമുക്ക് എന്തില്ല, ട്യൂബ്യൂളായിട്ട് ഇല്ല. സോ ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു ഗൈസ്? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി അടുത്തത് നമ്മുടെ ഇർഫാൻ ചോദിച്ചൊരു ചോദ്യമാണ്, ത്രഷ് ഹോൾഡ് സബ്സ്റ്റൻസ് ആണോ? യെസ്, ഗ്ലോമറുലസ് ഒരു ത്രഷ് ഹോൾഡ് സബ്സ്റ്റൻസ് ആണ്. കാരണം നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസിന്റെ ലെവല് 180ക്ക് മേളിലായി കൂടിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ആയി 100% ആയിട്ട് നമുക്ക് PCT റീഅബ്സോർബ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഗ്ലൂക്കോസ് യൂറിനിലൂടെ പോവും. അതിനെയാണ് ഗ്ലൂക്കോസ് യൂറിയ എന്ന് പറയുന്നത്. സോ മക്കളെ 25ൽ എത്ര ആൻസർ ശരിയാക്കിയെന്ന് എല്ലാരും ഒന്നിട്ടേ. എന്നാ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ അടിച്ചു പൊളിച്ച് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എല്ലാരും ഒരു ലൈക്ക് കൂടെ അടിച്ചേ. നിങ്ങളുടെ മാർക്കിൽ അറ്റ്ലീസ്റ്റ് 22ന് മേളിലാണെങ്കിൽ അടിച്ചാൽ മതി. കാരണം നമുക്കിനി അടുത്ത സെക്ഷനിൽ അല്ലെങ്കിൽ 22ന് മേളിൽ വാങ്ങിച്ചിട്ട് അടിച്ചാൽ മതി. 24 യെസ് 86 on 100. അങ്ങനെയാണ് നമുക്ക് സ്കോർ വേണ്ടത്. 22 എന്നൊക്കെ പറയുമ്പോൾ എത്ര റോങ് എത്ര നെഗറ്റീവ് ആയി എന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം തൊട്ട് 100ലെ സ്കോർ വേണം കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ ഗൈസ്. അപ്പൊ നമ്മൾ ഇതാ പോകുന്നു ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിൽ ആദ്യം മസിൽ പാർട്ടാണ്. സോ വി ക്ലാസിഫൈ ദ മസിൽസ് ഇൻ ടു 3 types: സ്മൂത്ത്, then you have the visceral, you have skeletal, you have cardiac. അതിൽ സ്കെലിറ്റൽ മസിലിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിൽ തന്നെ മയോഫൈബറിലുള്ള ആക്റ്റിൻ മയോസിൻ എന്ന് പറയുന്ന 2 ഫിലമെന്റ്സിന്റെ സ്ട്രക്ചറും അവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നും പഠിക്കും. ആൻഡ് ഫൈനലി വി ഗോ ടു ദി മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. എന്നിട്ട് നേരെ നമ്മൾ പിന്നെ പോവുക ബോൺസിലേക്കാണ്. ആക്സിയൽ സ്കെലിറ്റൻ ഏതൊക്കെ ബോൺസ്, അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ ഏതൊക്കെ ബോൺസ്, നമ്പർ ആണ്, ഫാക്റ്റ് ആണ് അവിടെ. ദെൻ യു ഹാവ് പെൽവിക് ഗേർഡിൽ, പെക്ടോറൽ ഗേർഡിൽ, ബോൺസ് ഏതൊക്കെ, ക്യാവിറ്റീസ് ഏതൊക്കെ, ആൻഡ് ഫൈനലി വി ഗോ ടു ദി ജോയിന്റ് പാർട്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഇറ്റ്സ് വെരി സിമ്പിൾ ചാപ്റ്റർ. സോ ലെറ്റ്സ് മൂവ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ എല്ലാരും പെട്ടെന്ന് സ്റ്റാറ്റസിലൊക്കെ ഷെയർ ചെയ്ത് നമ്മളിതാ സെക്കൻഡ് ചാപ്റ്റർ എത്തി. Anterior posterior difference. Anterior top, posterior bottom. Ventral, the part facing the earth surface. എർത്തിനെ ഫേസ് ചെയ്യുന്ന 4 കാലിൽ നിൽക്കുമ്പോൾ എർത്തിനെ ഫേസ് ചെയ്യുന്ന പാർട്ട് വെൻട്രൽ, ബാക്ക് സൈഡ് ഇസ് ഡോർസൽ. ലാറ്ററൽ ഇസ് ദ സൈഡ്സ്. സൈഡ്സിനെയാണ് ലാറ്ററൽ എന്ന് പറയാ. മീഡിയൽ എന്ന് പറഞ്ഞാൽ മധ്യത്തേക്ക്. സിമ്പിൾ അല്ലേ? അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്മൂത്ത് മസിൽസ് ആർ ഇൻവോളണ്ടറി ആണ്, ഫ്യൂസിഫോം ഷേപ്ഡ് ആണ്, നോൺ സ്ട്രൈറ്റഡ് ആണ്. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. Yes. Select the correct match. സെക്കൻഡിന്റെ ആൻസർ ആണ് കൊടുക്കുന്നത്. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം എ കൊടുത്തിരിക്കുന്നത് സ്കെലിറ്റൽ മസിൽ ആണ്, ബൈസെപ്സിൽ ഉണ്ടാവും. സ്ട്രൈറ്റഡ് മസിൽ ആണ്, പക്ഷെ വോളണ്ടറി ആണ്, ഇറ്റ് ഗോസ് റോങ്. ബി സ്മൂത്ത് മസിൽ ആണ്, വോൾ ഓഫ് സ്റ്റൊമക് ഹോളോ ഓർഗൻസിന്റെ വോളിൽ കാണും, പക്ഷെ ഇൻവോളണ്ടറി ആണ്, തെറ്റി. കാർഡിയാക് മസിൽ എന്ന് പറയുന്നത് ഹാർട്ടിലുള്ളതാണ്, മൂന്നാമത് കൊടുത്തിരിക്കുന്നത്. ഡോർസൽ വോൾ ഓഫ് അയോട്ടയിൽ ഉണ്ടെന്ന് പറഞ്ഞു, അതേ തെറ്റാണ്. ആൻഡ് ദേ ആർ വോളണ്ടറി പറഞ്ഞു, ദേ ആർ ഇൻവോളണ്ടറി. ആൻഡ് ഫൈനലി ഫോർ സ്കെലിറ്റൽ മസിൽ ആണ് എ. യെസ്, biceps, they are striated voluntary muscles. Answer is fourth option. So it's very important to know the features of skeletal, smooth and your cardiac muscle. Diagram വരച്ച് പഠിക്കുക. Voluntary, involuntary, ആര് ഫാറ്റീഗ് ആവും, ആര് ഫാറ്റീഗ് ആവില്ല. Which of the following statement is or are correct or incorrect? അപ്പൊ നമുക്ക് ഇനി നേരെ നമ്മുടെ striated muscles ലേക്ക് എത്താം.
അവിടെയുള്ള മയോഫൈബറിലുള്ള ആക്റ്റിൻ മയോസിൻ അറേഞ്ച്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പോർഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following statement is correct or incorrect? അപ്പൊ നമുക്ക് നോക്കാം. A band of muscle is dark contain myosin. കറക്റ്റ് ആണ്. ഫുൾ ലെങ്ത് ഓഫ് മയോസിനെയാണ് നമ്മൾ A band എന്ന് വിളിക്കുന്നത്. I band or light bands contain actin. Yes, the part of the actin not overlapped by myosin ആണ് I band. So this is also correct. During muscle contraction, A band contract. A bandന് ഒന്നും സംഭവിക്കില്ല. A bandന് ഒന്നും സംഭവിക്കില്ല. This is wrong. The part of between two Z line is called a sarcomere. Correct ആണ്. The central part of thick filament not overlapped by thick filament is H-zone. മക്കളെ നേരെ തിരിച്ചാണ് നമ്മൾ പറയാനുള്ളത് അല്ലേടാ. നമ്മൾ പറയുക the central part of thick filament not overlapped by thin. ഇതാണ് H-zone. So this also wrong. അപ്പൊ നമുക്ക് പറയാം രണ്ടെണ്ണം തെറ്റാണ്. 1 and 4 is correct. 1, 2, 4 is correct. 3 and 5 is wrong. Answer is fourth option. Yes, cardiac muscle uninucleated ആണ്. Multinucleated synesthesium എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് skeletal muscles മാത്രമാണ്. ഓക്കെ നന്ദന? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ട് അപ്പൊ തന്നെ ആ ഡൗട്ടിന്റെ പാർട്ടൊന്ന് NCERT-ൽ പെട്ടെന്നൊന്ന് മാർക്ക് ചെയ്തിടാൻ മറക്കരുത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്ന മേജർ പോയിന്റ്സ് റെഗുലേഷനിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന ആ പോയിന്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വേഗം NCERT-ൽ ഒന്ന് മാർക്ക് ചെയ്തിടണം. എപ്പോൾ കണ്ടാലും നമുക്കത് പിന്നെ ക്ലിക്ക് ആവും കേട്ടോ. ഐഡന്റിഫൈ ദ മാർക്ക് സ്ട്രക്ചർ ഇൻ ദ ഗിവൺ ഫിഗർ. അങ്ങനെ പോരട്ടെ. രണ്ട് ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് വരികയാണല്ലോ. മാറി തിരിഞ്ഞ് വരുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. അതിനർത്ഥം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിച്ചല്ല ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില ആൾക്കാർക്ക് ബോധം വന്നാണോ മെസ്സേജ് റിട്രാക്ട് ചെയ്തത്, അതിലൊന്നും കാര്യമില്ല കേട്ടോ. നെഗറ്റീവ് മാർക്കായത് നെഗറ്റീവ് മാർക്ക് തന്നെ. ഇവിടെ നോക്കടാ, 2 Z ലൈനിന് ഇടയ്ക്കുള്ള സ്പേസ് ആണ് സാർക്കോമിയർ. അത് വെച്ച് തന്നെ സെക്കൻഡും തേർഡ് ഓപ്ഷനും കട്ട് ചെയ്തു. ഇവിടെ നോക്കടാ, ഇവിടെ I ബാൻഡിന് ഇടയ്ക്ക് വരുന്നത് A ബാൻഡ് അല്ലേ, ആദ്യം ഇത് മാർക്ക് ചെയ്യ്. അപ്പൊ C A ബാൻഡ് അല്ലേ, C H സോൺ എന്ന് കൊടുത്ത് തന്നെ തെറ്റല്ലേ. B ആണ് H സോണ്, C ആണ് A ബാൻഡ്. കാരണം B എന്ന് പറയുന്നത് എന്തായാലും സീനേക്കാളും കുഞ്ഞാണ്. അപ്പൊ അതാണ് ആ ഇൻ ബിറ്റ്വീൻ ഉള്ളത്. ആൻഡ് D എന്ന് പറയുന്നത് ആക്റ്റിൻ ആണ്. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, നൗ ലെറ്റ്സ് ചെക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5. കണ്ണൂത്തി പഠിക്കട്ടെ. കാൽസ്യം ഈസ് ഇമ്പോർട്ടന്റ് ഇൻ സ്കെലിറ്റൽ മസിൽ കോൺട്രാക്ഷൻ ബിക്കോസ് ഇറ്റ്. അപ്പൊ ഇനി നമുക്ക് കോൺട്രാക്ഷനിലേക്ക് പോവാം. ആക്റ്റിൻ മയോസിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ നോക്കി ഇനി നമ്മൾ കോൺട്രാക്ഷനിലേക്ക് പോവാണ്. ഏറ്റവും കൂടുതൽ ട്വിസ്റ്റി ക്വസ്റ്റ്യൻസ് വരാനായിട്ട് നമുക്ക് പിന്നെ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് നല്ല ക്ലാരിറ്റി വേണം കോൺട്രാക്ഷന്റെ സ്റ്റെപ്സ്. Yes, calcium is important in skeletal muscle contraction because it binds to the troponin to remove the masking of active site of actin for myosin. Myosin headine attach ചെയ്യാൻ വേണ്ടി active site of actin ഡീമാസ്ക് ചെയ്യാന്നുള്ളതാണ് കാൽസ്യത്തിന്റെ ജോലി. എങ്ങനെയാ ഡീമാസ്ക് ചെയ്യുന്ന? ട്രോപ്പോണിൻ ആണ് അവിടെ മാസ്ക് ചെയ്തിരിക്കുന്നത്, അവനെ എടുത്തങ്ങോട്ട് മാറ്റും. സോ ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ആക്ടിവേറ്റ് മയോസിൻ ATP, അതൊന്നും കാൽസ്യത്തിന്റെ ജോലിയല്ല. Detach myosin head from actin filament, അതും അല്ല. Prevent the formation of bond between myosin cross bridge and actin filament, no. Answer is first option. Question, read the statements regarding muscle protein. അപ്പൊ നമുക്ക് ആക്റ്റിൻ മയോസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ അല്ലെ? ആക്റ്റിനും മയോസിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസിയും
ഇമ്പോർട്ടന്റുമാണ് ആക്റ്റിൻ മയോസിൻ സ്ട്രക്ചർ. ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഓൾസോ വാട്ട് ആർ ദേ മേഡ് അപ്പ് ഓഫ് ഇമ്പോർട്ടന്റ് ആണ്. യെസ് യെസ്, വേഗായിക്കോട്ടെ, പടപടാന്നായിക്കോട്ടെ. Read the statement regarding muscle protein. Actin is a thin filament and is made up of 2F actin. Actin ഉണ്ടാക്കിയിരിക്കുന്നത് 2 filamentous actins വെച്ചാണ്. കറക്റ്റ് ആണ്. Complex protein called as tropomyosin is distributed at regular intervals of troponin. നേരെ തിരിച്ച്, tropomyosin ആണ് വലിയ ത്രെഡ്. അതാണ് ഗ്രൂവ് ഓഫ് ദി ഹെലിക്സിലൂടെ മൂവ് ചെയ്യുന്നത്. ട്രോപ്പോണിൻ ആണ് റെഗുലർ ഇന്റർവെല്ലിൽ കൊടുക്കുക. ദിസ് ഇസ് റോങ്. മയോസിൻ ഇസ് എ thick filament which is also a polymerized protein. Thick filament ആണ് myosin. അതൊരു polymerized protein തന്നെയാണ്. Globular head of myosin contains light meromyosin അല്ല, heavy meromyosin. So if you check 1 and 3 is correct. Answer is third option. Question number 7. Statement about the mechanism of muscle contraction are given below. Mechanism of muscle contraction ശ്രദ്ധിച്ച് വായിക്കുക. ആക്റ്റിൻ മയോസിൻ ചെയ്തു, അറേഞ്ച്മെന്റ് ഓഫ് ആക്റ്റിൻ മയോസിൻ ചെയ്തു, നേരെ മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. യെസ്, ആദ്യത്തെ മാത്രമേ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അവൻ അത് റിട്രാക്ട് ചെയ്തു. എന്തിനാണ് നീ റിട്രാക്ട് ചെയ്തേ? ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് കൂട്ടും കേട്ടോ. ആദ്യത്തെ acetylcholine is released when neural signal reaches the motor end plate. നമുക്കറിയാം മോട്ടോർ എൻഡ് പ്ലേറ്റില് ന്യൂറൽ സിഗ്നൽ എത്തുമ്പോഴാണ് acetylcholine റിലീസ് ചെയ്യുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ തന്നെ 1 ഇല്ലാത്ത ഓപ്ഷൻ ഒരെണ്ണം ഞാൻ അങ്ങ് കട്ട് ചെയ്തു. മസിൽ കോൺട്രാക്ഷൻ is initiated by the signal sent by CNS via motor neurons, sensory neurons അല്ല. So this goes wrong. 2 കറക്റ്റ് ആണെന്ന് പറഞ്ഞ ഓപ്ഷൻ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. During muscle contraction, isotrophic bands get elongated. Isotrophic band elongated ആവുന്നത് എങ്ങനെയാ? ഇല്ലല്ലേ, അത് constricted ആവുകയാണ് ചെയ്യുക. So this goes wrong. 3 വന്ന ഓപ്ഷനും പോയി. റിപ്പീറ്റഡ് ആക്ടിവേഷൻ ഓഫ് മസിൽ ക്യാൻ ലീഡ് ടു ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ. അതാണ് മസിൽ ഫെറ്റീഗിന് കാരണം. നമ്മൾ ഓടുകയാണെങ്കിൽ നമ്മുടെ കാലിലെ മസിൽസ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പെയിൻ വരുന്നത് ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ വഴിയാണ്. സോ 1 and 4 is correct. Answer is first question, first option. Next, which of the following show correct order of some stages of muscle contraction from the beginning to the end? Beginning തൊട്ട് എൻഡ് വരെയുള്ള മസിൽ കോൺട്രാക്ഷന്റെ കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇർഫാനെ സമയം എടുത്ത് ചെയ്താ മതി, തെറ്റിക്കണ്ട കേട്ടോ. ശരിക്കും നമുക്ക് വരുന്ന ആൻസറിൽ ഒരു 10 കൂടുതൽ ആൾക്കാർ ആൻസർ ചെയ്ത ശേഷം മാത്രമാണ് എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യുക. Which of the following option shows the correct order of some stages of muscle contraction from the beginning to the end of the process? എസ്ഡ മക്കളെ, സ്റ്റിമുലായി. അപ്പൊ നമുക്ക് നോക്കാം. കറക്റ്റ് ഓർഡർ വരികയാണെങ്കിൽ ആദ്യം സ്റ്റിമുലായി വരുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ഓഫ് കാൽസ്യം അയോൺസ്, ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ,
excitation of T system, sliding of actin. It is wrong. കാരണം ഇവിടെ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ കഴിഞ്ഞാണോ ടി സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്ന. മക്കളെ ടി സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുമ്പോഴല്ലേ, ടി സിസ്റ്റം ആക്ടിവേറ്റഡ് ആയ ശേഷമല്ലേ നമുക്കറിയാം അതിന്റെ അടുത്തുള്ള സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്നും കാൽസ്യം അയോൺ റിലീസ് നടക്കുക അല്ലെ. അത് കഴിഞ്ഞല്ലേ കാൽസ്യം വന്ന് ട്രോപ്പോണിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അവസാനം ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടക്കുക. സോ ദിസ് ഇസ് ഗിവൺ ഇൻ റിവേഴ്സ്, ദിസ് ഇസ് റോങ്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റിമുലായി, ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീഷൻ, excitation of T system, release of calcium ion, cross bridge formation, sliding of actin filament, H band diminishes. Answer is second option. ശ്രദ്ധിച്ചേടാ മക്കളെ, സ്റ്റിമുലൈ വരുന്നു, ഇതിങ്ങനെ വരച്ചു നോക്കണം. ഇവിടെ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു, ടി സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, കാൽസ്യം അയോൺ റിലീസ് ചെയ്യുന്നു, ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ സംഭവിക്കുന്നു, ആക്റ്റിൻ മൂവ് ചെയ്യുന്നു, എന്നിട്ട് എക്സോൺ ഇല്ലാതാവുന്നു. കൊന്നു, പേഷ്യൻസിനെ കൊന്നു. പട്ടച്ചാരായം ഒഴിച്ച് കൊട്ടാരം നാറ്റിച്ചു എന്ന് പറഞ്ഞ പോലെ കണ്ണൂത്തി പൊടിക്കണം രാവിലെ എണീച്ചു വരുമ്പോ. സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി ക്യാൻ ബി ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ. അല്ല, അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണിത്, ശ്രദ്ധിച്ചേ ചെയ്യാവൂ. കാരണം നമ്മളെ കുറച്ചൊന്ന് കൺഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ക്ലാരിറ്റി തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ സാർക്കോലെമയിലുള്ള ടി ടിബ്യൂൾസിലൂടെ എന്ത് പോകുമ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ പോകുമ്പോഴാണ് അതിനടുത്തുള്ള സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്നും വോൾട്ടേജ് ഗേറ്റഡ് കാൽസ്യം ചാനൽസ് വഴി കാൽസ്യം സാർക്കോപ്ലാസത്തിലേക്ക് വരാം. ദാറ്റ് ഇസ് ടി സിസ്റ്റം. ഓക്കെ, നാരായണ കൊന്നില്ല, ശ്വേത കൊന്നില്ല, കുറച്ച് പേര് കൊന്നിട്ടില്ല. ഞാൻ കണ്ട് കുറച്ച് പേര് 2 എടുത്ത് ബാക്കി എല്ലാം 1 ഓടിച്ചിട്ട് അങ്ങ് പിടിക്കാണ്. നമുക്ക് അറിഞ്ഞൂടായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ അറിയാവുന്ന തെറ്റിദ്ധരിച്ച ഒരു കൺസെപ്റ്റിനെ ക്ലിയർ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. നോക്കിക്കോടാ, sliding filament theory can be best explained as actin and myosin filament shorten and slide past each other. ആക്ടിനും ഷോർട്ടൻ ചെയ്യില്ല, മയോസിനും ഷോർട്ടൻ ചെയ്യില്ല. ആകെ സാർക്കോമിയർ എന്ന് പറയുന്ന സെക്ഷനാണ് ഷോർട്ടൻ ചെയ്യുക. ആക്ടിന്റെ ലെങ്തിനും ഒന്നും സംഭവിക്കില്ല, മയോസിന്റെ ലെങ്തിനും ഒന്നും സംഭവിക്കില്ല. ആക്ടിൻ മയോസിന്റെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആക്ടിന്റെ ലെങ്തിനും ഒന്നും പറ്റിയില്ല, മയോസിന്റെ ലെങ്തിനും ഒന്നും പറ്റില്ല. വെരി വെരി ഇമ്പോർട്ടന്റ്. ആക്ടിൻ ആൻഡ് മയോസിൻ ഫിലമെന്റ് ഡു നോട്ട് ഷോർട്ടൻ ബട്ട് റാദർ സ്ലൈഡ് ഓവർ ഈച്ച് അതർ. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഇവിടെ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാ മയോസിന്റെ മണ്ടയിലൂടെ ആക്ടിൻ ദാ ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്തു വരും. അതുകൊണ്ട് ഇസഡ് ലൈൻ ഇടയ്ക്കുള്ള സാർക്കോമിയർ കുഞ്ഞാവും. ഇത് വലിച്ചു പിടിച്ച് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ ആക്ടിനോ മയോസിനോ എന്ത് പറ്റുന്നില്ല മക്കളെ, രണ്ടുപേരും ഷോർട്ടൻ ചെയ്യുന്നില്ല. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം ഈ കൺസെപ്റ്റ് എനിക്ക് അറിയാമായിരുന്നു മിക്കവർക്കും തെറ്റായിട്ടിരിക്കുകയാണ്. മയോസിനും ഷോർട്ടൻ ചെയ്യുന്നില്ല, ആക്ടിനും ഷോർട്ടൻ ചെയ്യുന്നില്ല. ഇവിടെ ഷോർട്ടൻ ചെയ്യുന്നത് സാർക്കോമിയർ ആണ്, ഐ ബാൻഡ് ആണ്. ഓക്കെ, ഐ ബാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ടിൻ നോട്ട് ഓവർലാപ്ഡ് ബൈ മയോസിൻ ആണ്. ഓക്കെ അല്ലേ? വെൻ മയോഫിലമെന്റ് പാസസ് ഈച്ച് അതർ മയോസിൻ ഫിലമെന്റ് ഷോർട്ടൻ. ഒന്നും ഷോർട്ടൻ ചെയ്യുന്നില്ല, തെറ്റാണ്. When myofilament slide past each other, actin filament shorten while myosin do not shorten. എനിക്കറിയായിരുന്നു 4 ആയിരിക്കും എല്ലാരും പറയാ ആക്ടിൻ ഷോർട്ടൻ ചെയ്യുന്നില്ല. ആക്ടിനും ഷോർട്ടൻ ചെയ്യുന്നില്ല, മയോസിനും ഷോർട്ടൻ ചെയ്യുന്നില്ല. ആകെ സംഭവിക്കുക അവര് വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ ഐ ബാൻഡ് കുറയുന്നു, എ ബാൻഡ് സെയിം ആയിട്ടിരിക്കുന്നു, സാർക്കോമിയർ കുറയുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. Following diagram shows what? അപ്പൊ നീറ്റിന് വന്നാൽ ഒരു അടിപൊളി ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ മനസ്സിലാക്കി. സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയുടെ സൈഡിൽ എഴുതി വെച്ചേക്കണം, ആക്ടിൻ നെവർ ഷോർട്ടൻ, മയോസിൻ നെവർ ഷോർട്ടൻ. കിട്ടിയില്ലേ? നമുക്കൊരു അടിപൊളി പോയിന്റ് കിട്ടിയില്ലേ? അതാണ് തെറ്റിയാലും കുഴപ്പമില്ല പറയാ. യു ഗോ വിത്ത് യുവർ ആൻസർ. കോൺഫിഡന്റ് ആയി നിങ്ങളുടെ ആൻസറിലൂടെ പോവുക. തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആക്കും, അല്ലേടാ? അല്ലാതെ നമ്മളിങ്ങനെ തെറ്റാതിരുന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എഴുതിയ ആൻസർ ഒക്കെ പറഞ്ഞ അവസാനം നമുക്ക് തന്നെ പിടികാണില്ല ഇത് ഏത് ഓപ്ഷൻ ആണെന്ന്. അതുകൊണ്ട് സ്വന്തം ആൻസർ മാത്രം കൊടുക്കുക, കോൺഫിഡന്റ് ആയി കൊടുക്കുക. പിന്നെ എന്താണെങ്കിലും നമ്മൾ നോക്കോളൂ.
യെസ് മകളെ, 1 കംപ്ലീറ്റ് കോൺട്രാക്ഷൻ സൈക്കിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട. ഒള്ളി ഫോർമേഷൻ ഓഫ് ആക്റ്റിൻ മയോസിൻ ബോണ്ട് അത് ഇതാണ്. ഒള്ളി സെപ്പറേഷൻ ഓഫ് ആക്റ്റിൻ മയോസിൻ ബോണ്ട് അത് ഇതാണ്. നെയ്തർ ഫോർമേഷൻ നോർ സെപ്പറേഷൻ രണ്ടും കാണിക്കുന്നുണ്ട്. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് പോയിന്റ് ആർ ഇൻകറക്റ്റ് വിത്ത് റിഗാർഡ് ടു വൈറ്റ് മസിൽസ്? അപ്പൊ നമ്മളിതേ മസിൽ കോൺട്രാക്ഷനിലെ അടിപൊളി ക്വസ്റ്റ്യൻസ് ചെയ്ത് നേരെ നമ്മൾ വരികയാണ് റെഡ് മസിൽസ് ആൻഡ് വൈറ്റ് മസിൽസ്. യെസ്, റെഡ് ആൻഡ് വൈറ്റ് മസിൽസ്. പോരട്ടെ, അങ്ങനെ പോരട്ടെ. അടിപൊളിയായിട്ട് ആൻസർ വരുന്നുണ്ട്. നമുക്കറിയാം വൈറ്റ് മസിൽ ഫൈബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ പ്രത്യേകത മയോഗ്ലോബിൻ ഇല്ല. മയോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓക്സിജൻ ക്യാരി ചെയ്യാനായിട്ട് അവിടെ ഇതിന് കുറവാണ്. അപ്പൊ അതിനർത്ഥം ഓക്സിജൻ അനറോബിക് റെസ്പിറേഷൻ ആണ് നടക്കുക. അനറോബിക് ആണെങ്കിൽ മൈറ്റോകോൺട്രിയം കുറവായിരിക്കും, എന്നാൽ സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലം കൂടുതലായിരിക്കും. ഈ പോയിന്റ് അറിയാം. നേരെ ഓപ്പോസിറ്റ് ആണ് റെഡിന് വരിക. നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ ഹൈ ആണെന്ന് പറഞ്ഞു, ഇൻകറക്റ്റ് ആണ്. എമൗണ്ട് ഓഫ് സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലം ലോ ആണെന്ന് പറഞ്ഞു, അല്ല ഹൈ ആണ്. മയോഗ്ലോബിൻ കണ്ടന്റ് ഇസ് ലോ, ഡിപെൻഡ് ഓൺ അനറോബിക് റെസ്പിറേഷൻ ഫോർ എനർജി. പെയിൽ കളർ ആണ് മയോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ട്. സോ എ ആൻഡ് ബി ഫസ്റ്റ് ഓപ്ഷൻ. താങ്ക് യു ഇർഫാൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. റെഡ് മസിൽ ഫൈബർ ഈസ് നോട്ട് റിലേറ്റഡ് ടു. ശരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ കുറച്ചൊന്ന് നമ്മുടെ ടൈം എടുത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബട്ട് അതെനിക്ക് തോന്നുന്നു നമുക്കത് ക്ലാസ്സിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പോയിന്റിനെ ഹിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നുന്നു. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് അല്ലേ? റെഡ് മസിൽ ഫൈബർ നോട്ട് റിലേറ്റഡ് ടു. റെഡ് മസിൽ ഫൈബറിൽ മയോഗ്ലോബിൻ ഉണ്ട്, എയറോബിക് റെസ്പിറേഷൻ ആണ്, മൈറ്റോകോൺട്രിയ ഉണ്ട്. മോർ സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലം അല്ല, ലെസ് സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലം. എയറോബിക് ഫൈബേഴ്സ് ആണ്, മയോഗ്ലോബിൻ ഉണ്ട്. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ദാ മസിലിൽ നിന്ന് ബോണിലേക്ക് വരികയാണ്. അപ്പൊ മസിലില് നമുക്ക് കുറച്ച് പോയിന്റ്സിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയില് ഒരു പോയിന്റ് നമ്മൾ ക്ലിയർ ആക്കി. അതുപോലെ തന്നെ മസിൽ കോൺട്രാക്ഷന്റെ ആ കറക്റ്റ് പാത്ത് വേയില് ടിബ്യൂൾസ് എവിടെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? പാത്ത് വേ ചോദിക്കുന്ന എല്ലായിടത്തും ഒരു കുഞ്ഞു പടം വരച്ച് നോക്കണം മക്കളെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് ഇൻ കേസ് നമുക്ക് 2 ഓപ്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു പോയിന്റ് നമ്മൾ ക്ലിയർ ചെയ്തു അല്ലെ? നമ്മൾ കുറച്ച് പുതിയ പോയിന്റ്സ് പഠിക്കുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്കോ, brain box is formed by 8 bonds: frontal to parietal to temporal, 1 occipital, 1 sphenoid, 1 ethmoid, 8 bonds. The skull in the frontal bone single ആണ്. നമ്മൾ തൊട്ട് പഠിച്ച കാര്യമാണ്. ആ യു ഷേപ്ഡ് സിംഗിൾ ബോൺ പ്രസന്റ് അറ്റ് ദ ബേസ് ഓഫ് ബക്കൽ ക്യാവിറ്റിയിൽ നമ്മൾ വിളിക്കുന്നത് ഹയോയിഡ് എന്നാണ്. ക്വാഡ്രേറ്റ് എന്ന് നിങ്ങൾ ആരും കേട്ടിട്ട് കൂടിയില്ല. ഇനി എന്താണ് ക്വാഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ഇൻകസ് എന്ന് പറയുന്ന ഇയറിലെ ബോൺസിലെ ഇയർ ടെംബ്രോമാൻഡിബുലർ ജോയിന്റിന്റെ അവിടെയായിട്ട് വരുന്ന മാലിയസ് ഇൻകസ് ഷേപ്പിലെ ഇൻകസിനെ ക്വാഡ്രേറ്റ് എന്ന് വിളിക്കാം. സോ ദീസ് ആർ ദ ഇയർ ഒസിക്കൽ ബോൺസ്. ഓക്കെ, ഹയോയിഡ് ഈസ് ദ പാർട്ട് ഓഫ് സ്കൾ വിച്ച് ഇസ് ഓൾസോ കറക്റ്റ്. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. മക്കളെ, ഒരു ഡയഗ്രാം തന്നുള്ള പടാണ്. നമുക്ക് സാധാരണയായിട്ട് ബോൺ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരൊറ്റ ക്വസ്റ്റ്യനും നമുക്ക് ലോജിക്കൽ റീസണിങ്ങിന്റെ ഒന്നും ഇല്ല. എല്ലാം ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്പർ വൃത്തിയായിട്ട് പഠിക്കണം. നമ്പർ എന്ന ക്വസ്റ്റ്യൻ വരും. പിന്നെ ബോൺസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഓരോ സ്ഥലത്തുള്ള ബോൺസ് പഠിക്കണം. കുറച്ച് ദിവസം എടുത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ, കറക്റ്റ് രീതിയിൽ നമുക്ക് അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് വെക്കാൻ. അതിങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സുഖം കാണത്തില്ല. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ടോപ്പിക് ഇങ്ങനെ NCERT എടുത്ത് വെച്ച് നോക്കി പോവാവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. Given below is a diagram of the bone of the left human hind limb as seen from the front. It has certain mistakes in labeling. 2 of the wrongly labeled bones are.
എസ് ഡാ നമുക്ക് നോക്കാം. ഫിമർ കറക്റ്റ് ആണ്. ഫിമർ വന്ന ഓപ്ഷൻസ് അപ്പൊ കട്ട് ചെയ്യാം. ടിബിയ ഫിബുല തെറ്റി. ഇത് ടിബിയ, ബിഗ് ബോൺ ഇസ് ടിബിയ, സ്മോൾ ബോൺ ഇസ് ഫിബുല. ടാസൽസ് കറക്റ്റ് ആണ്. ടാസൽസ് വന്ന ഓപ്ഷൻ വെട്ടി. ഫാലഞ്ചസ് തെറ്റാണ്. ഈ ഫിംഗർ ബോൺസ് ആണ് ഫാലഞ്ചസ്. അപ്പൊ നമുക്ക് നോക്കാം. ഫിബുലയും ഫാലഞ്ചസും കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. റോങ്, കംപ്ലീറ്റ്ലി റോങ്. പക്ഷെ ഇവിടെ ടാസൽസ് കൊടുത്തിരിക്കുന്ന കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനും കട്ടായി പോയി. രണ്ടും തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. ഇവിടെ ഓരോ ഓപ്ഷൻ തെറ്റായിട്ടുള്ള ഉണ്ട്, പക്ഷെ രണ്ടും തെറ്റായിട്ടുള്ളത് തേർഡ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 15. ദാ നമ്പർ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. Identify the correct and the wrong statement. Human skeleton has 206 bones. 206 bones ആണ് human skeleton ഉള്ളത്. 12 pairs of ribs on humans ആണ് ഉള്ളത്. correct ആണ്. Sternum is present on the dorsal side of the body അല്ല, ventral side of the body. അല്ല, ventral ആണ് sternum ഉള്ളത്. This is wrong. All mammals except a few have cervical vertebrae. 8 cervical vertebrae. നമുക്ക് എല്ലാവർക്കും mammals most of them have 7 cervical vertebrae. Ribs are bicephalic. ഓക്കെ, ബൈസെഫാലിക് എന്ന് പറഞ്ഞാല് 2 ഹെഡ് ഉണ്ട്. ശരിക്കും തൊറാക്സിക് വെറ്റിബ്രയിലേക്ക് റിബ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇറ്റ് അറ്റാച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 ഹെഡ്. നമ്മളെല്ലാരും ബോണ് കണ്ടു പഠിച്ച മക്കളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാടാ? 2 ഹെഡ് പോർഷൻ, 2 പ്രൊജക്ഷൻസ് ഉണ്ട്. അതിന്റെ സഹായത്തോടുകൂടി തൊറാക്സിക് വെറ്റിബ്രെ 2 സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് ബൈസെഫാലിക്, വിച്ച് ഇസ് കറക്റ്റ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് എ, ബി ആൻഡ് ഇ, ആൻഡ് റോങ് ഈസ് സി ആൻഡ് ഡി. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ഫീവർ ഇല്ലടാ. ക്വസ്റ്റ്യൻ 16. ചെറിയ തുമ്മൽ, രാവിലെ എണീച്ച് വന്നല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് മാച്ച് ഫോർ ഈച്ച് ലിംബ്. അപ്പൊ നമ്പർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണുന്നത്. ടിപ്പിക്കൽ നമ്പർ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ഇത് നമുക്ക് എക്സാമിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്പർ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയണം. ബോണി ഫുള്ള് ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആ. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, നമ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, സെന്റൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. Yes guys, റിസ്റ്റ് ബോൺ 8 നമ്പേഴ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞടാ. റിസ്റ്റ് ബോണിൽ 8 നമ്പേഴ്സ് ഉണ്ട്. പാം ബോൺസ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റാകാപ്പൽസ് എന്ന് പറയുന്ന ബോൺസ് ആണ്, 5 ഇൻ നമ്പർ. ആംഗിൾ ബോൺസ് എന്ന് പറയുന്ന നമ്മളുടെ ടാസൽസ് എന്ന് പറയുന്നത് 7 ഇൻ നമ്പർ. ഡിജിറ്റ്സിൽ 14 ബോൺസ് ആണ് ഉള്ളത്. സോ ഇൻ ദ ഫോം 2 3 3 3 3. So this goes wrong. Answer is fourth option. Question number 17. നിങ്ങൾക്ക് അറിയാം ബോണിൽ നിന്ന് കറക്റ്റ് നമുക്ക് മസിൽ നിന്ന് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ബോണിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വരെ വരാമെന്നുള്ള രീതിയിൽ ബോർഡ് ആക്ച്വലി നമ്മൾ ഒരു ഡോക്ടർ ആകുമ്പോൾ നമുക്ക് അറിയാം നമുക്ക് ബോണിന്റെ മാത്രം പഠിക്കുന്ന വിഭാഗം വരെ ഉണ്ട്. സോ ലൈക്ക് അത് നമുക്ക് ലൈക്ക് ആഫ്റ്റർ യുവർ MBBS യു ക്യാൻ ഗോ ഫോർ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ. അതുകൊണ്ട് തന്നെ ബോൺ എന്ന് പറയുന്ന പാട്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടൂ, ഒത്തിരി നല്ല ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഭയങ്കര ഈസി ആയിരിക്കും ക്വസ്റ്റ്യൻസ്, ബിക്കോസ് എല്ലാം ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, the bone is a large triangular flat bone situated on the dorsal part of the thorax between the 2nd and the 7th rib. Identify the bone. It's a triangular scapula which is present on the dorsal part of thorax. Answer is third option. It is a part of pectoral girdle. Alle makla. An acromion process is a characteristically found in acromion process എവിടെയാണ് കാണുന്നത്?
ഇവിടെ ഒരു കോഴി ഇറങ്ങിയിട്ടുണ്ട്. വെളുപ്പാങ്കാലത്ത് കോഴി കൂവാൻ ഇറങ്ങിയതായിരിക്കും, വിട്ടുകളയ. മോനെ, രാവിലെ നമ്മളൊക്കെ എണീപ്പിച്ചെങ്കിൽ നിനക്ക് പൊക്കൂടെ? ഇവിടെ ഇരുന്ന് നമ്മളൊന്ന് പഠിച്ചോട്ടെ. രാവിലെ ഇറങ്ങിയിരിക്ക, ഓർക്കണീറ്റ് നീ കിടന്ന് ഉറങ്ങിക്കൂടെടാ. An acromion process is characteristically found in, എവിടെയാണ് ഉണ്ടാവുള്ളത്? നമ്മൾ ബോൺ കണ്ടുപഠിച്ചാണ്, സ്കാപ്പുലയിലാണ് നമ്മൾ അക്രോമിയൻ പ്രോസസ് കാണുന്നത്. സോ ഇറ്റ് ഈസ് പ്രസന്റ് ഓൺ ദ pectoral girdle in mammals. Thoracic cage in human is made of, സത്യല്ലേ ഞാൻ പറഞ്ഞത്? നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാൻ ഇച്ചിരിക്കല്ലേ. തൊറാക്സിക് കേജ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൊറാക്സിക് കേജും ചേംബറും വ്യത്യാസമാണ്. തൊറാക്സിക് കേജ് എന്ന് പറയുമ്പോൾ ബോൺസ് മാത്രമാണ്. തൊറാക്സിക് ചേംബർ എന്ന് പറയുമ്പോൾ മസിലും വരും. ഓയേ കിട്ടോടാ. Thoracic cage in human is made of, yes, ribs ഉണ്ട്, vertebral column on the back, thoracic vertebrae ഉണ്ട്, sternum on the front. Answer is fourth option. ഇവിടെ മക്കളെ ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് ഡയഫ്രം ഒക്കെ തരും. അപ്പൊ നിങ്ങൾ thoracic cage, അത് thoracic chamber ആണ്. thoracic cage എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബോണിന്റെ ആ ഒരു കൂട് മാത്രമാണ്. അതിൽ മസിൽസ്, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ, ഇന്റേണൽ ഇന്റർകോസ്റ്റൽസ് ആൻഡ് ഡയഫ്രം വരുമ്പോൾ അത് thoracic chamber ആയി മാറി. ഓക്കെ, so next question, question number 20, saddle joint. joints ഏതൊക്കെ ജോയിന്റ് ഉണ്ട്, എവിടെയൊക്കെ കാണുന്നു? ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് അറിയാം, we have 3 types of joint. fibrous joint ഉണ്ട്, cartilaginous joint ഉണ്ട്, and you have synovial joint. ദാ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു synovial joint ആണ്. saddle joint occurs between, with sternum 1 bone, thoracic vertebrae 12, that is 13, plus your 12 pairs, that is 24. You have 37 bones in thoracic cage. Saddle joint occurs between, yes makle, idana saddle joint, between the metacarpal and carpal of your thumb. Answer is first option. Question number 21, which of the following is correct for a given assertion and reason? ഇനി ഒരു assertion reason കണ്ടില്ല എന്ന് തന്നെ വിഷമിക്കണ്ട. assertion reason question ആണ്. knee joint is a hinge type of joint. correct ആണ്. knee joint ഒരു hinge joint ആണ്. നമ്മുടെ elbow joint പോലെ തന്നെ തുറക്കാം അടിക്കാം അല്ലെ, hinge joint ആണ്. femur, patella and fibula are associated with knee joint. ഒറ്റ ഇടി തരും ഞാൻ എല്ലാത്തിനും. femur, patella and tibia. fibula is attached to tibia. അപ്പോ ഈ ജോയിന്റിൽ ആകെയുള്ളത് ഫിമർ, പെറ്റല്ല ആൻഡ് ടിബിയ ആണ്. സോ റീസൺ ഈസ് റോങ്, അസർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫോൾസ്. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. എല്ലാരും നേരത്തെ ഒരു ഡയഗ്രാം ക്വസ്റ്റ്യൻ ചോദിച്ചാണ്, എന്നിട്ട് തെറ്റിച്ച് നിങ്ങള്. ടിബിയ ഫിബുലിയ തെറ്റാവോടാ? ഈ ജോയിന്റിൽ നമ്മൾ ആകെ കാണുക ഫിമർ, ടിബിയ, പെറ്റല്ലയാണ്. ഫിബുല ഈസ് അറ്റാച്ച്ഡ് ടു ടിബിയ. ഇടിക്കട്ടാ ഞാൻ, കുഴപ്പമില്ലടാ, നമ്മൾ ഒരു പോയിന്റ് കൂടെ പഠിച്ചു. ദാറ്റ്സ് വൈ വി ഡു ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം എത്ര പുതിയ പോയിന്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന്. വെരി വെരി ഇമ്പോർട്ടന്റ് അല്ലേ? പെട്ടെന്ന് NCERT മാർക്ക് ചെയ്തിട്ടേക്കണം. ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, കുറെ പേർക്ക് തെറ്റിപ്പോയി. ഹായ് ജാബർ സാർ, ഞങ്ങളുടെ ജെബി വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഉറക്കം എണീക്കുന്നത്. നമ്മളെ പകുതി കൂടുതലായില്ലേ ജെബി? നേരത്തെ എണീച്ച് നേരത്തെ ഒന്ന് ഷാജിന്ന് വിളിക്കണം, എന്നെ ഒന്ന് തള്ളണം എന്നല്ലേ പറഞ്ഞു വെച്ചിരുന്നേ. കഷ്ടണ്ട് കേട്ടോ, എന്നെ ഒന്ന് തള്ളാൻ വിളിച്ചിട്ട് ഇത്രയും താമസിച്ചെണീച്ചാണ് തള്ളുന്നത്. അലാറം വെച്ചെണീച്ച് തള്ളിയിട്ട് പോണ്ടേ? നിങ്ങളുടെ ജെബി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്.
എടുക്കുന്ന പണിയൊക്കെ ആത്മാർത്ഥ അടിച്ചേണ്ടല്ലേ. എൽബോ ജോയിന്റ് is an example of elbow joint is an example of, yes, very good, hinge joint, yes. എന്നൊരു ഭയങ്കര സന്തോഷ വാർത്തയുണ്ട് അല്ലേ ജെവി? നമ്മളെല്ലാരും നോമ്പാണ്, ജെബി ഉൾപ്പെടെ എല്ലാരും നോമ്പാണ്, നമ്മളെല്ലാരും നോമ്പാണ്, ജെബി സാർ അല്ലേലും നോമ്പാണ്. പിന്നെ നോമ്പ് കുറിക്കുമ്പോ ജെബി സാറിന് നമ്മളൊരു, ഞാൻ എന്തായാലും ഒരു സ്വീറ്റ് എങ്കിലും കുറച്ചേ കൊടുക്കത്തുള്ളൂ, കാരണം താമസിച്ചാവുന്നേ. Yes, I'm going to question number 23. It is an outcome of irregularities in metabolism of nitrogenous waste. So let's go to the disorders. തള്ളി തീർക്ക്. ക്ലാസ് എടുക്കട്ടെ, ആത്മാർത്ഥതയോടെ എടുക്കട്ടെ. ഫിസിക്സ് പോലല്ലേ നിറയെ പഠിക്കാനുള്ളതാണല്ലേ നമുക്ക്. അപ്പൊ നമുക്ക് പഠിക്കാം. ഇറ്റ്സ് an outcome of irregularities in metabolism of nitrogenous waste. ഏടി എണീറ്റിട്ടേ ഇല്ല. It's an outcome of irregularity in metabolism of nitrogenous waste. Yes മക്കളെ, നൈട്രോജീനിയസ് വേസ്റ്റിന്റെ ഇറഗുലാരിറ്റി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതാണ് യൂറിക് ആസിഡ് അക്യുമുലേഷൻ. യൂറിക് ആസിഡ് അക്യുമുലേഷൻ എവിടെയാണ് നടക്കുന്നത്? ജോയിന്റ്സിൽ നടക്കുകയാണെങ്കിൽ യു ഗെറ്റ് ക്രിസ്റ്റൽസ് ഓൺ ദ ജോയിന്റ്സ് ആൻഡ് യു ഗെറ്റ് ദ ജോയിന്റ്സ് ഗെറ്റിംഗ് എന്താണ് റബ്ഡ് ഓഫ്. ഇതാണ് ഗോട്ടി ആർത്രൈറ്റിസ് ഓർ ഗൗട്ട്. അപ്പൊ നമുക്കൊന്ന് ട്വിസ്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം എന്ന് പറയാ. ഗോട്ട് ആസ് സച്ച് നമുക്ക് ചോദിച്ചാൽ അറിയാം, ബട്ട് ഇവിടെ നമുക്കൊന്ന് വെറൈറ്റിക്ക് ചോദിച്ചു അല്ലെ. അതെന്താ മിസ്സിന് ഫിസിക്സിനോട് ഒരു പുച്ഛ? ഫിസിക്സിനോട് എനിക്ക് പുച്ഛമൊന്നുമില്ല. എടാ ചുമ്മാ ഒന്നും ആക്കിയില്ലേ, നിക്കറിയാതടാ. നീ അല്ലേ ജെബി ഫാൻ ഇർഫാൻ? നീ വന്നേ. Which one of the following item given is correct for total number? കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിക്കുന്നത്. എല്ലാ ചാപ്റ്ററൂടെ മിക്സ് ആക്കി അലമ്പാക്കി കുഴമ്പാക്കി ഒരു ചോദ്യമാണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി സംതിങ് ദാറ്റ് ഹാപ്പൻസ് ഫോർ നീറ്റ്. നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഹ്യൂമൻ ഫിസിയോളജിയിലൊക്കെ ഒന്നിലധികം ചാപ്റ്റേഴ്സിന് നമുക്ക് ഒരു ചാപ്റ്ററിലേക്ക് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. സോ സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പഠിച്ച ഫാക്ട്സ് തന്നെ നമ്മളിവിടെ ആഡ് ഓൺ ചെയ്താൽ മതി. നോക്കിക്കോ. യെസ്, ടോട്ടൽ നമ്പർ ഓഫ് ഡയബറ്റീസ് 2 ആണ്. ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസ്. cervical vertebrae in humans 7 ആണ്. ഫ്ലോട്ടിംഗ് റിബ്സ് 4 ആണ്. 2 pairs അല്ലെ. 11th and 12th ആണ് ഫ്ലോട്ടിംഗ് റിബ് വരിക. 2 pairs of 4. Answer is 3. And amino acids found in protein is 20. Answer is third option. I'm going to the last question from Locomotion and Movement. എന്നിട്ട് നമ്മൾ ആൻസേഴ്സ് പടപട ചെക്ക് ചെയ്യാൻ പോവാണ്. Select the correct statement with respect to locomotion in human. The joint between adjacent vertebrae is cartilaginous joint. അല്ലെ, അവിടെ ഫൈബ്രസ് കാർട്ടിലേജ് ആണ്, ബട്ട് ഇറ്റ്സ് എ കാർട്ടിലേജിയസ് ജോയിന്റ്. അവിടെയുള്ളത് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ആണ്. A decreased level of progesterone cause osteoporosis in old people, which is wrong. ഈസ്ട്രോജന്റെ അളവ് കുറയുമ്പോഴാണ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവുക. Accumulation of uric acid crystal in the joint cause their inflammation. അതാണ് ഗൗട്ടി ആർത്രൈറ്റിസ്. And vertebral column has 10 thoracic vertebrae, 12 thoracic vertebrae. Answer is third option. അപ്പൊ മക്കളെ വേഗം പറ, ഔട്ട് ഓഫ് 100 യുവർ മാർക്ക്. എനിക്ക് എത്ര തെറ്റിയെന്ന് അറിയണ്ട. ഔട്ട് ഓഫ് 100 യുവർ മാർക്ക്, കാരണം അതായിരിക്കും ബെറ്റർ അല്ലേ കാൽക്കുലേഷൻ. നമുക്ക് നെഗറ്റീവ് ഒക്കെ ഒന്ന് നോക്കണ്ടേ ഇപ്രാവശ്യം. ഇപ്പൊ നമ്മൾ നോക്കിയപ്പോ വി ഹാവ് സ്റ്റഡീഡ് സം കൺസെപ്റ്റ്സ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു ഡു ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാവും. കാരണം
ഡയറക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറെ പോയിന്റ്സ് നമുക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇന്ന് നിങ്ങൾ സ്ലൈഡിംഗ് ഫിലമെന്റിൽ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി. എങ്ങനെ അതിന്റെ കറക്റ്റ് ഓർഡർ വരുമ്പോൾ ട്യൂബ്യൂൾ ആക്ടിവേഷൻ നമുക്ക് മനസ്സിലായി അല്ലെ. അതുപോലെ തന്നെ നമ്പർ ക്വസ്റ്റ്യൻസ്, ഡയഗ്രാം ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും നമുക്ക് മനസ്സിലായി. സോ നോട്ട് സംതിങ് ദാറ്റ് യു സീ ഇൻ NCERT തന്നെ എപ്പോഴും ഡയഗ്രാം ആയിട്ട് വരത്തില്ല. ദർ ഈസ് ഡിഫറൻസ്. സോ വി ഹാവ് സ്റ്റഡീഡ് എ ഫ്യൂ പോയിന്റ്സ് അല്ലേടാ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം. നമുക്ക് തെറ്റിയോ മാർക്ക് കുറഞ്ഞോ ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ തന്നെയും 85 മേലിലുള്ള എല്ലാവർക്കും ഇപ്പൊ പോയി ഓടി ലൈക്ക് അടിക്കാം. സോ നമ്മൾ പതുക്കെ പതുക്കെ ഇംപ്രൂവ് ചെയ്യും. അതല്ലേടാ. അപ്പൊ നമ്മൾ എല്ലാ കൺസെപ്റ്റും പഠിച്ചില്ലേ? ക്ലിയർ അല്ലേ? മാർക്ക് പോയാ പോകട്ടെ. Now let's move to the next very important chapter, neural control and coordination. അപ്പൊ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നമുക്കറിയാം. സിലബസ് ഡിലീഷൻ വന്നപ്പോ റിഫ്ലെക്സ് ആക്ഷൻ പോയി, നമ്മുടെ സെൻസ് ഓർഗൻസ് ഐയും ഇയറും ഒക്കെ പോയി. ചാപ്റ്റർ കുഞ്ഞാണെങ്കിലും അപ്പൊ നമ്മൾ ശരിക്കും ചാപ്റ്റർ കുഞ്ഞായി അല്ലെ. പക്ഷെ ന്യൂറോണും അതിന്റെ ടൈപ്സും ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവസ് സിസ്റ്റവും ബ്രെയിനും മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിലും സ്ഥിരമായി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ലൈക്ക് വെയിറ്റേജ്, ഹ്യൂമൻ ഫിസിയോളജി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെയിറ്റേജ് അല്പം കൂടുതലുള്ള ചാപ്റ്റേഴ്സിൽ വരുന്നതാണ് ന്യൂറൽ, കെമിക്കൽ ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്. കാരണം അതിൽ നിന്ന് മൂന്നും ലൈക്ക് ട്വിസ്റ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ എല്ലാ ട്വിസ്റ്റി ക്വസ്റ്റ്യൻസും നമ്മളിതാ പടപട സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? സോ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആകെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയാ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നു ന്യൂറോണിന്റെ സ്ട്രക്ചർ, ബൈപോളാർ, യൂണിപോളാർ, മൾട്ടിപോളാർ ന്യൂറോൺ എക്സാമ്പിൾസ്. എന്നിട്ട് നെർവസ് സിസ്റ്റത്തിന് ഞങ്ങൾ ക്ലാസിഫൈ ചെയ്യും സെൻട്രൽ, പെരിഫറൽ നെർവസ് സിസ്റ്റം. എന്നിട്ട് നമ്മൾ അഫ്രൻ ന്യൂറോൺസ് എന്താണ്, എഫ്രൻ ന്യൂറോൺസ് എന്താണ്, സെൻട്രിപിറ്റൽ എന്താണ്, സെൻട്രിഫ്യൂഗൽ എന്താണ്. അപ്പൊ ഈ വാക്കുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്സിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് ഈ വാക്കൊക്കെ നമ്മൾ ഇവിടെ കാണാൻ പോവുകയാണ്. അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ് ബൈ എ ന്യൂറോൺ പഠിക്കും. അത് കഴിഞ്ഞേച്ച് നേരെ നമ്മൾ ആ ന്യൂറോൺ അടുത്ത സിനാപ്സിൽ വെച്ച് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് എങ്ങനെ ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യുന്ന പഠിക്കും. അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ ബ്രെയിൻ എന്ന് പറയുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ബ്രെയിൻ എന്ന് പറയുന്ന പാർട്ടിന്റെ ഡീറ്റെയിലിംഗ് പഠിക്കും. ഓക്കെ, അപ്പൊ ദാ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇർഫാനെ ലൈക്ക് അടിക്കാൻ മടിയാണോ? ഇടിക്കട്ടെ ഞാൻ നിന്നെ. കഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിച്ചിട്ട് നിനക്ക് ലൈക്ക് അടിക്കാൻ മടിയാണെന്ന് എങ്ങനെ തോന്നടാ നിനക്ക്? അപ്പൊ നിങ്ങളൊക്കെ എക്സാമിന് മുമ്പ് മിസ്സേ ഓൾ ദ ബെസ്റ്റ് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഞാൻ പറയില്ല, ഓൾ ദ ബെസ്റ്റ് തന്നെ ഞാൻ പറയും. കാരണം നിങ്ങൾക്കൊക്കെ കിട്ടിയില്ല പിന്നെ ഞാൻ പഠിപ്പിച്ചത് എന്തിനല്ലേ? Which one of the following statement is correct? Neither hormones control neural activity nor neurons control endocrine activity. തെറ്റാണ്. നമുക്ക് ആലോചിക്കാം. നമ്മളുടെ സിമ്പതറ്റിക് നെർവ്സിന്റെ എൻഡിൽ നിന്നാണ് അഡ്രിനാലിൻ റിലീസ് സംഭവിക്കുന്നത്. ആൻഡ് വി നോ അഡ്രിനാലിൻ റിലീസ് വിൽ ആക്ടിവേറ്റ് മോസ്റ്റ് ഓഫ് ദ ന്യൂറോൺസ്. അപ്പൊ നേരെ തിരിച്ചും മറിച്ചും സംഭവിക്കും. എൻഡോക്രൈൻ ഗ്ലാൻഡ് റെഗുലേറ്റ് ന്യൂറൽ ആക്ടിവിറ്റി, നോട്ട് വൈസ് വേഴ്സ തെറ്റാണ്. ന്യൂറോൺ റെഗുലേറ്റ് എൻഡോക്രൈൻ, നോട്ട് വൈസ് വേഴ്സ തെറ്റാണ്. എൻഡോക്രൈനിന് ന്യൂറൽ ആക്ടിവിറ്റിയെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, നെർവസ് സിസ്റ്റത്തിന് എൻഡോക്രൈൻ ആക്ടിവിറ്റിനെയും റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following answers shows the correct arrangement of nerve fiber? ഇതെന്താടാ ഇതിന്റെ സ്ലൈഡ്സ് വന്നപ്പോ ഒരു ചെറിയ ചാഞ്ചാട്ടം സൈഡിലോട്ടായി പോയതാണോ ഗൈസ്? നോക്കോ. ഓക്കെടാ, ഓടി ചെയ്തോ. Which of the following answers shows the correct arrangement of nerve fiber? ആദ്യം നമ്മളൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു.
ന്യൂറൽ സിസ്റ്റത്തിന് എൻഡോക്രൈൻ ആക്ടിവിറ്റീനെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. സിമ്പത്തറ്റിക് നെർവ്സ് വഴിയാണ് അഡ്രിനാലിൻ റിലീസ് ഉണ്ടാവുക. ലൈക്ക് വൈസ് ഹോർമോൺസിന് നെർവസ് സിസ്റ്റത്തിനെയും എന്ത് ചെയ്യാൻ പറ്റും, ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മൾ പറയാൻ നേരത്തെ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് യുവർ നെർവസ് സിസ്റ്റം എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഇറ്റ് ക്യാൻ ഗോ വൈസ് വേഴ്സ ഓൾസോ. രണ്ട് ഡയറക്ഷനിലേക്കും നടക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ NCERT കാണില്ല. അപ്പൊ ഇനി ആരെങ്കിലും അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ NCERT സൈഡിൽ എഴുതി വെച്ചോ. Which of the following answer shows the correct arrangement of nerve fiber? കുറച്ചൊന്ന് ട്വിസ്റ്റ് ആണ്. ഞാനിങ്ങനെ ആൻസർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പോരട്ടെ. സൂം ചെയ്യാമോ? എത്ര വേണമെങ്കിലും ഞാൻ സൂം ചെയ്യുന്നതാണ്, പറ്റുന്നത്രയും. ആദ്യമേ 2 വട്ടം ലൈക്ക് അടിച്ചിട്ട് ഇപ്പൊ ലൈക്ക് കൂടുതലും പിള്ളേര് കുറവായി പോകുമല്ലോ. അപ്പൊ നോക്കിക്കോടാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ നമ്മൾ പറയാൻ പോവുകയാണ്. നമുക്കറിയാം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷനെ കൊണ്ടുപോകുന്ന ന്യൂറോൺസും അവിടെ നിന്ന് തിരിച്ച് ഓർഗൻസിലേക്ക് ഇൻഫർമേഷനെ കൊണ്ടുവരുന്ന ന്യൂറോൺസും ഉണ്ട് അല്ലെ മക്കളെ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഫറന്റ് ആർട്ടീരിയോൾ ടു ഗ്ലോമറുലസ് പോലെ തന്നെ ഇതും ഗോയിങ് ടുവേർഡ്സ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം എവേ ഫ്രം എഫറന്റ്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കും സെൻസറി മോട്ടോർ. ഇനി വേറൊരു പേരുണ്ട്, ടുവേർഡ്സ് ദ സെന്റർ വരുന്നതിന് എന്ത് വിളിക്കൂടാ? സെൻട്രിപിറ്റൽ. എവേ ഫ്രം ദ സെന്റർ വരുന്നതിന് സെൻട്രിഫ്യൂഗൽ. ഇത് നമ്മള് ഫിസിക്സിൽ പഠിക്കുന്ന ഒരു വേർഡാണ് സെൻട്രിപിറ്റലും സെൻട്രിഫ്യൂഗലും. അപ്പൊ ഈ വേർഡ് കണ്ടു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് NCERT ആണെന്നൊന്നും ആരും പറഞ്ഞു കളയരുത്. ദിസ് ഇസ് സംതിങ് ദാറ്റ് യു സ്റ്റഡി. ദിസ് ഇസ് എ വെരി കോമൺ നെയിം, സെൻട്രിപിറ്റൽ, സെൻട്രിഫ്യൂഗൽ. ഇനി നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ CNSലേക്ക് പോകുന്നു. സോ എ ഷുഡ് ബി സെൻട്രിപിറ്റൽ. സെൻട്രിഫ്യൂഗൽ വെട്ടി. സോ ഇറ്റ് ഷുഡ് ബി സെൻട്രിപിറ്റൽ. ഇനി ബി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എഫറന്റ് മോട്ടർ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ. അഫറന്റ് വന്നത് വെട്ടി. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ആൻസർ 4 മാത്രമേ വരത്തുള്ളൂ. സെൻട്രിപിറ്റൽ, എഫറന്റ്. ദെൻ യു സി നമ്മുടെ എഫറന്റ് ന്യൂറോൺസിനെ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് യു ക്ലാസിഫൈ ഇൻ ടു ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അതിൽ തന്നെ യു ഹാവ് പാരാസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക്. അപ്പൊ ഈ എന്ന് പറയുന്നത് പാരാസിമ്പത്തറ്റിക് ആണെന്ന് അല്ലേ തന്നെ ഏത് പൊട്ടനെ ഈ പടം കണ്ടാലും മനസ്സിലാവും. അപ്പൊ അതിനർത്ഥം D ഷുഡ് ബി ANS, C ഷുഡ് ബി SNS. ഓക്കെ അല്ലേ? സിഗ്നേച്ചർ ഇടൂടാ. സെറ്റ് അല്ലേ? Now question number 3. Read the following statement. അപ്പൊ നമ്മളൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ എന്ന് ചെയ്തത്. പലപ്പോഴും ഈ സെൻട്രിപിറ്റൽ സെൻട്രിഫ്യൂഗൽ ഒക്കെ അറിയില്ലെങ്കിൽ ഇപ്പൊ മക്കൾ എഴുതി വെക്കണം. അഫറന്റ് ഈസ് സെൻട്രിപിറ്റൽ, എഫറന്റ് ഈസ് സെൻട്രിഫ്യൂഗൽ. ഓക്കെ അല്ലേ? Read the following statement. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ക്ലാസ് ഇരുന്ന് പഠിക്കുന്ന പോലെ തന്നെ ടിപ്പിക്കലി ഇമ്പോർട്ടന്റ് ആണ് ബയോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യാന്നുള്ളത്. സോ യു ആർ സ്റ്റഡിങ് ന്യൂ തിങ്സ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യത്തിൽ നിന്ന് ആഡ് ഓൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണ്. തെറ്റാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കുകയാണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. Peripheral nervous system divides in somatic nervous system and autonomous nervous system. Correct ആണ്. PNS is divided into somatic, autonomous nervous system. Central nervous system include brain and vertebral column അല്ല spinal cord. Vertebral column ബോണിന്റെ ഭാഗമാണ്. Afferent nerve fibers transmit impulses from CNS and vice versa is also correct. തെറ്റാണ്. Afferent എന്ന് പറഞ്ഞാൽ towards the central nervous system ആണ്. So how many of the above statement are false? We can say B and C is false. Answer is second option. Question number 4. ഇനി നമുക്കറിയാം
We have sympathetic, parasympathetic nervous system. ഒരു ക്വസ്റ്റ്യൻ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദിച്ചിട്ട് എന്തെന്നേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായി, നമുക്ക് NCERT അകത്തുനിന്നേ ക്വസ്റ്റ്യൻ വരുള്ളൂ. ആകെ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻസിനെ കുറിച്ച് ഒന്ന് ട്വിസ്റ്റ് ആക്കുക, വായിക്കുന്ന ക്വസ്റ്റ്യനെ കുറിച്ച് കൂടെ ഒന്ന് ചലഞ്ചിങ് ആക്കുക. ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് വരത്തുള്ളൂ. അതായത് ഔട്ട് ഓഫ് NCERT ഒന്നും അല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയാ കേട്ടോ. A person entering a room suddenly finds a snake right in front of the opening. അപ്പോഴാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ കുഴഞ്ഞു മരിക്കും. Which one of the following is likely to happen in the neurohormonal control system? നമുക്ക് നോക്കാം. Hypothalamus activate the parasympathetic division of brain. Sympathetic ആണ് ആക്ടിവേറ്റഡ് ആവാനുള്ളത് അല്ലെ. Sympathetic nervous system is activated, releases adrenaline, noradrenaline from the adrenal cortex. കിടക്കുന്നു ദാ adrenal medulla എന്നാണ് sympathetic system. Sympathetic nervous system is activated, releasing epinephrine, norepinephrine from adrenal medulla. Answer is third option. വിശപ്പ് കാരണം ബ്രെയിൻ വർക്ക് ആവുന്നില്ല. മകനെ, നിനക്ക് എന്നും അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഡോക്ടറായി സന്തോഷമായി ജീവിക്കണ്ടേ? വേഗം ചെയ്യ്. How do parasympathetic neural system affect the working of heart? എഗെയിൻ നമുക്കിത് ആലോചിക്കാം. ഇത് ഹാർട്ടിൽ ചോദിച്ചൂടെ? ഹാർട്ടിലും ചോദിക്കാം, ഇത് നെർവസ് സിസ്റ്റത്തിലും ചോദിക്കാം. മിസ് ക്ലാസ്സിൽ കൊഴിഞ്ഞു വീണത് പോലും. How do parasympathetic neural system affect the working of heart? ഇടയ്ക്ക് കുറെ പേര് ഫുഡ് അടിക്കാൻ പോയെന്ന് തോന്നുന്നു. നമ്പർ ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലോ ലൈവിന്റെ. ആക്റ്റീവ് ആയിട്ടിരുന്നോ? റെഡ്യൂസ് ബോത്ത് ഹാർട്ട് റേറ്റ് ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട്. അല്ലടാ മക്കളെ, ഹാർട്ട് റേറ്റും കുറയ്ക്കും, കാർഡിയാക് ഔട്ട്പുട്ടും കുറയ്ക്കും, സ്ട്രെങ്ത് ഓഫ് കോൺട്രാക്ടിലിറ്റിയും കുറയും. പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് ജസ്റ്റ് ദ ഓപ്പോസിറ്റ്. നമുക്കറിയാം, കാർഡിയാക് ഔട്ട്പുട്ട് കൂടും, ഹാർട്ട് റേറ്റ് കൂടും, സ്ട്രെങ്ത് ഓഫ് കോൺട്രാക്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. Now going to question number 6. The structure of ന്യൂറോണിലേക്ക് എത്തി. അപ്പൊ ആദ്യം നമ്മൾ ഒരു എൻഡോക്രൈൻ നെർവസ് ഒരു കോമൺ ക്വസ്റ്റ്യൻ കണ്ടു. അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻ ഓഫ് നെർവസ് സിസ്റ്റത്തിൽ നിന്ന് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ന്യൂറോണിലേക്ക് കടക്കാണ്. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ പടം വരച്ച് ലേബല് ചെയ്ത് അതുപോലെ അതിൽ ഓരോ പാർട്ടിന്റെയും ഫങ്ഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് പഠിക്കാം. Myelin sheath is produced by Schwann cells in, ഇനി അറിഞ്ഞൂടെങ്കിൽ ഇപ്പോഴെങ്കിലും എഴുതി വെക്കുക, in peripheral nervous system and oligodendrocytes in central nervous system. Fourth option. Question number 7. A to E എന്താണെന്ന് കണ്ടുപിടിക്കണം. അയ്യോ ഗൈസ്, കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാൻ പറ്റും. ലേബൽ ക്വസ്റ്റ്യൻ ആണ്, ഡയഗ്രാം ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രാം വരച്ച് തന്നെ പഠിക്കുക. ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള ന്യൂറോഗ്ലിയൽ സെല്ലാണ്, വിച്ച് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീത്ത് ഓവർ ദെയർ. എന്നാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ അത് ഷ്വാൻ സെൽസ് ആണ്. യെസ് ഗൈസ്, എ കൊടുത്തിരിക്കുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. അത് വെച്ച് തന്നെ ആദ്യത്തെ ഓപ്ഷൻ അങ്ങ് പോയി. ബി എന്ന് പറയുന്നത് സെൽ ബോഡി ആണ്, നെർവ് സെൽ അല്ല. അപ്പൊ ദാ 2ഉം 4ഉം ആകെയുള്ള ഓപ്ഷൻസ്. സി കൊടുത്തിരിക്കുന്നത് ഷ്വാൻ സെൽ ആണ്. സോ ദ ആൻസർ ഷുഡ് ബി സെക്കൻഡ് ഓപ്ഷൻ. ഇനി നമുക്ക് നോക്കാം. ഡി കൊടുത്തിരിക്കുന്ന നോഡ് ഓഫ് റാൻവിയർ ആണ് ആൻഡ് ഇ സിനാപ്റ്റിക് നോബ്. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ന്യൂറോൺ? Which statement is correct regarding neuron? കുതിച്ചു പോയിട്ട് Neuron is actually composed of 3 parts. Dendrite, cell body and axon. അല്ലാതെ അവിടെ telodendria, which is actually the branching of axon കൂട്ടാറില്ല.
Nissels granules is only found in dendrite and cell body. Axonil illa. Impulses are divided into impulses in neurons in divide in polar, bipolar, multipolar. Dendrite transmit impulse towards the cell body. Cell body like dendrite impulse and away from is axon. Answer is fourth option. Question number 9. Pick out the incorrect statement. Myelinated nerve fibers are found in. മാമിന്റെ പവർ കുറഞ്ഞ പോലെ ഒരു ഫീലിംഗോ? എങ്ങനെയാണ് നിനക്ക് അങ്ങനെ തോന്നിയത്? രാവിലെ 5:30 എണീച്ച് വന്ന മിസ്സിനോട്. യെസ് ഓഫ് കോഴ്സ് റോഹിത്. ഗ്രേ ആൻഡ് വൈറ്റ് മാറ്റർ. ഡാർക്ക് അല്ലടാ, ഗ്രേ ആൻഡ് വൈറ്റ് മാറ്റർ. നീ ഇടയ്ക്ക് ഫിസിക്സ് കൂടെ മിക്സ് ചെയ്തതാണെന്ന് തോന്നുന്നു. അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. Myelinated nerve fibers are present in spinal and cranial nerves. Correct ആണ്. Myelinated nerve fibers, spinal, cranial nerves, and unmyelinated in sympathetic, parasympathetic, autonomous nervous system. Unmyelinated fibers is enclosed by Schwann cells. Yes, Schwann cells unmyelinated nerve fibers ilum undu. Very, very important. Myelinated, unmyelinated nerve fiber രണ്ടിലും Schwann cells ഉണ്ട്. Only thing is, one place it produce the myelin sheath, other place it is not producing the myelin sheath. In resting stage, axonal membrane is comparatively more permeable to potassium ions and is nearly impermeable to sodium. Sodium kadatti vidilla, potassium kadatti vidum. This is correct. Axolema is more permeable to negatively charged protein. Axolema is impermeable. അതുകൊണ്ടല്ലേ നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻ അകത്ത് തന്നെ കിടക്കുന്നത്. ഇതിന് പുറത്തേക്ക് വരാൻ പറ്റില്ല. ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. ആരാടാ ചൂ കൊടുത്ത് എന്നെ പറ്റിക്കാൻ നോക്കിയത്? മരിച്ച് കൊന്ന്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സിലും അൺമൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സിലും യു ഹാവ് ഷ്വാൻ സെൽസ്. ഒൺലി ഡിഫറൻസ് ഈസ് ഒരിടത്ത് അത് മൈലിൻ ഷീത്ത് ഉണ്ടാക്കുന്നുണ്ട്, അടുത്തയിൽ ഉണ്ടാക്കുന്നില്ല. ഓക്കെ അല്ലേ? പോയിന്റ് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേർ A stands for axon, D stands for dendrite, S for synapse, CB for cell body. A typical sequence between receptor and efferent is. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു ഡയഗ്രാം വരച്ച് ചെയ്യാന്നുള്ളത്. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ആൻസർ ഇറ്റ് ഫാസ്റ്റർ ആൻഡ് ഈസിയർ. ഇങ്ങനെ ഇരുന്ന് തിങ്ക് ചെയ്യുന്നേക്കാൾ എളുപ്പമാണ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പൊ വരച്ച് കാണിച്ചു തരും. സോ വെൻ യു ഗെറ്റ് ക്വസ്റ്റ്യൻസ്, സിനാപ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആവട്ടെ, എഫറന്റ് ന്യൂറോൺ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആവട്ടെ, യു ഹാവ് ടു ഗോ ഫോർ ദാറ്റ് പ്രാക്ടീസിങ്. യെസ് 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 പല പല ആൻസേഴ്സ് വരുന്നുണ്ട്. തകർത്ത് പിടിച്ച ആൻസേഴ്സ് വരുന്നുണ്ട്. യെസ് മക്കളെ. അപ്പൊ നമുക്ക് നോക്കാം. റിസപ്റ്ററിൽ നിന്നും എവിടത്തേക്ക് എത്തണം എന്നാണ് പറയുന്നത്? സ്ട്രക്ചർ റിസപ്റ്റർ ടു എഫറന്റിലേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്ന ആളിലേക്ക് എത്തണം. വിച്ച് ഷുഡ് ബി ആൻ ആക്സൺ. അപ്പൊ നമുക്ക് നോക്കാം. റിസപ്റ്ററിൽ നിന്നും അഫറന്റ് ഫൈബേഴ്സ് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റ് നേരെ, അപ്പൊ ഡെൻഡ്രൈറ്റ് നമ്മൾ ഇവിടെ കാണിക്കുക ഡി ആണ്. അത് നേരെ സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നു. സെൽ ബോഡിയിൽ നിന്നും ആക്സൺ, ആക്സോണിൽ നിന്നും സിനാപ്സ്, സിനാപ്സിൽ നിന്നും അടുത്ത ഡെൻഡ്രൈറ്റ്, അതിൽ നിന്ന് സെൽ ബോഡി, അതിൽ നിന്ന് ആക്സൺ. സിമ്പിൾ ആണ്. സോ ഡെൻഡ്രൈറ്റിൽ നിന്ന്, കാരണം റിസപ്റ്ററിൽ നിന്ന് നേരെ ഡെൻഡ്രൈറ്റ് വഴി സെൽ ബോഡിയിലെത്തി, സെൽ ബോഡിയിൽ നിന്ന് ആക്സോണിലെത്തി, ആക്സോണിൽ നിന്ന് യെസ് നേരെ സിനാപ്സിലെത്തി, പിന്നെയും സിനാപ്സിൽ നിന്ന് ഡെൻഡ്രൈറ്റിലേക്കാണ് പോവുക. സെൽ ബോഡി ടു ആക്സോൺ. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. ദേവദത്ത് 11th പഠിക്കുന്നത്? 11th എല്ലാവർക്കും ചെയ്യാൻ പറ്റിട്ടോ. ഹ്യൂമൻ ഫിസിയോളജി ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് സോ നൈസ് ടു സീ. കണ്ടടാ, നമ്മളൊക്കെ കുറച്ചുകൂടെ ആക്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കണ്ടേ? കണ്ടില്ലേ 11th കുട്ടികൾ വരെ വന്ന് ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്ത് നോക്കുന്നേ. ഇറ്റ്സ് വെരി വെരി ഗുഡ് ദേവദത്ത്. സോ ഹാപ്പി ടു സീ യു ഹിയർ. Which of the following diagram illustrate the distribution of sodium potassium ions in the section of non-myelinated axon which is at resting potential?
Again, important concept ആണ് generation of nerve impulse. Statement based questions, diagram based questions. അല്ലേ? Resting membrane potential, action potential, repolarization, പല സ്ഥലത്തുനിന്ന് ക്വസ്റ്റ്യൻ വരും. നമുക്ക് നോക്കാടാ, നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ പഠിച്ച കോഡ് എന്താ? പൊട്ടന്മാരെല്ലാം ക്ലാസ്സിനകത്താണ്. യെസ്, പൊട്ടാസ്യം ഇസ് ഹൈ ഇൻസൈഡ് ആൻഡ് സോഡിയം ഇസ് ഹൈ ഔട്ട്സൈഡ്. ഇൻസൈഡ് നെഗറ്റീവ്, outside positive, that means it is resting membrane also. Answer is first option. During depolarization of neuronal membrane, depolarization സമയത്ത് എന്താണ് സംഭവിക്കുക? Yes guys, depolarization സമയത്ത് എന്താണ് സംഭവിക്കുക? യെസ്, നമുക്കറിയാം ഡീപോളറൈസേഷന്റെ സമയത്ത് സോഡിയം വോൾട്ടേജ് ഗേറ്റഡ് ചാനൽ തുറക്കുന്നു, എന്നിട്ട് സോഡിയം അയൺസ് കുത്തനെ ഇൻഫ്ലക്സ് ഇൻസൈഡ് ദ സെല്ലിലേക്ക് മൂവ് ചെയ്യുന്നു. സോഡിയം അയൺസ് റാപ്പിഡ്ലി മൂവ് ഇൻസൈഡ് ദ സെൽ. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 13, സോഡിയം പൊട്ടാസ്യം പമ്പ്. എല്ലായിടത്തും ഈ പമ്പ് ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ ഒരു സുഖമില്ല. അതുകൊണ്ട് പമ്പിന്റെ നമ്പർ തെറ്റുമെന്ന് നമ്മുടെ നീറ്റ് NTA ഒരു വിശ്വാസമുണ്ട്. നിങ്ങൾ ആ വിശ്വാസം തെറ്റിക്കണം. അല്ലെങ്കിൽ എപ്പോഴും എന്തിനാ പമ്പ് ചോദിക്കുന്നതല്ലേ? ഈ സോഡിയം എങ്ങോട്ട് പോകും, പൊട്ടാസ്യം എങ്ങോട്ട് പോകും, നമ്പർ ഏതാണ്, നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്, നമ്മൾ അവരെ പറ്റിക്കുന്നു. സോഡിയം പൊട്ടാസ്യം പമ്പ്. ട്രാൻസ്പോർട്ട് ആണ്. സോ അഗൈൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. നമുക്കറിയാം 3 സോഡിയം ഔട്ട് 2 പൊട്ടാസ്യം ഇൻ. അത് തന്നെ ഇവിടെ തെറ്റ്. അടുത്ത നോക്കിയേ, മെയിൻറ്റെയിൻ അയഡിൻ ഗ്രേഡിയന്റ് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. യെസ്, അഗൈൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. വർക്ക് അഗൈൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. കറക്റ്റ്. സോ നമുക്ക് പറയാം ഇവിടെ തെറ്റായിട്ട് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഫോർത്ത് വൺ ഓപ്ഷൻ. ഗലാക്റ്റിക് ഹീറോ നമ്മൾ പറയുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പിനെ കുറിച്ചാണ്. പമ്പ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. പാസീവ് ട്രാൻസ്പോർട്ടിലാണ് ഓൺ ദ ബേസിസ് ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വരിക. ഇവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ പൊട്ടാസ്യം കൂടുതൽ ഇവിടെയാണ്, സോഡിയം ഇവിടെയാണ്. എന്നിട്ടും സോഡിയം കൂടുതൽ അടുത്തോട്ട് സോഡിയത്തിന് പിന്നെയും കൊണ്ടുപോകും. പൊട്ടാസ്യം കൂടുതൽ ഉള്ളിടത്തേക്ക് പൊട്ടാസ്യത്തിനെ കൊണ്ടുവരും. നൗ ക്വസ്റ്റ്യൻ നമ്പർ 14, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? നിങ്ങൾ എപ്പോഴും ഈ ഒരു ടോപ്പിക്ക് പഠിച്ച ശേഷം ഈ പാർട്ടിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യണം. കാരണം ഉറപ്പായും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരിക നെർവ് ഇമ്പൾസ് ജനറേഷൻ കണ്ടക്ഷൻ എന്നാണ്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരുന്നത് അവിടെ നിന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏരിയ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ്സ് നല്ല പച്ചവെള്ളം പോലെ ആവണം. എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലും നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ ചില സില്ലി മിസ്റ്റേക്ക് നമ്മളൊരു സ്റ്റേറ്റ്മെന്റിൽ ഇത് കണ്ടില്ല അത് കണ്ടില്ല അതൊന്നും നമുക്ക് വരരുത് കേട്ടോ. എല്ലാം കാണണം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? സൂം ചെയ്യാലോ? സൂം ചെയ്യുമ്പോഴത്തേക്കും കട്ടായി പോകുന്നടാ. ഓക്കെ അല്ലേ? നീ നിന്റെ കണ്ണൊന്ന് പരിശോധിക്കണം. കണ്ണ് പോയോടാ. Electrical potential difference in a polarized membrane is called action potential in the resting stage. Resting stage resting membrane potential നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. Sodium ion is responsible for generating an action potential. Action potential generate ചെയ്യാൻ sodium ions ആണ് responsible. Influx of sodium ions. Impulse is action potential. അതും കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ അടുത്ത് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓളാ ആരാടാ ഓള് പറഞ്ഞത്? B and C. ആൻസർ is second option. മൂക്കിടിച്ച് പരട്ടത്തേമാരുടെ ഒക്കെ ആക്ഷൻ പൊട്ടൻഷ്യൽ റെസ്റ്റിംഗ് സ്റ്റേജിലാണ് ഉണ്ടാവുന്നത്. അതിനില്ല റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയാ. ഇല്ല കേട്ടോ കളിക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 15. When a neuron is not conducting any impulse that is resting, axonal membrane is. When neuron is not conducting any impulse that is resting ആവുമ്പോൾ axonal membrane എങ്ങനെയാണ്?
ഇങ്ങനെ പോവുകയാണെങ്കിൽ വീട്ടിൽ വന്ന് കണ്ണിടിച്ച് പൊടിക്കേണ്ടി വരുമല്ലോ ഞാൻ. Comparatively more permeable to potassium and impermeable to sodium. Correct ആണ്. Okay. Impermeable to negatively charged protein. അകത്ത് തന്നെ negatively charged protein കിടക്കും. സോഡിയം അകത്തേക്ക് കേറില്ല. പൊട്ടാസ്യം പുറത്തേക്ക് വെളിയിൽ പോവും. Both are correct. Answer is third option. Where are more permeable to sodium and than potassium is a wrong option. Question number 16. അപ്പൊ ഇനി നമ്മുടെ സിനാപ്സിലേക്ക് കടക്കുകയാണ്. സോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഏരിയ നെർവ് ഇമ്പൾസ് ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ആണ്. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണേ മക്കളെ. ഇറ്റ്സ് എ കൺഫ്യൂസിംഗ് ചാപ്റ്റർ. ഇറ്റ്സ് നോട്ട് എ കൺഫ്യൂസിംഗ് ചാപ്റ്റർ. ആക്ച്വലി നമ്മൾ ഈ ടോപ്പിക്കിന് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ പടം വരച്ച് മാത്രം പഠിക്കാന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുന്നതിന് സ്റ്റേറ്റ്മെന്റ് വായിച്ച് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ ആ ഒരു ഏരിയയില് ഇഫ് ഇറ്റ് ഇസ് കെപ്റ്റ് ആസ് എ കൺഫ്യൂസിംഗ് പാർട്ട്, അവിടെ നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് ചെയ്യുക. ഡു സം 20 ക്വസ്റ്റ്യൻസ് ഫ്രോം ദാറ്റ് റീജിയൻ അലോൺ. അവിടെ നിന്ന് മാത്രം 20 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ, ആ കൺഫ്യൂഷൻ ഫുൾ ആയിട്ട് പോകും. അപ്പൊ നമ്മൾ ഡയഗ്രത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് ആൻസർ ചെയ്യാൻ പഠിക്കും. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ് റിഗാർഡിംഗ് സിനാപ്സ്? Synapse is formed by two membrane. First is presynaptic membrane. The second is postsynaptic membrane. ഇതുള്ളത് ഡെൻഡ്രൈറ്റിലാണ്, ഇതുള്ളത് ആക്സോണിന്റെ സിനാപ്റ്റിക് നോബാണ്. So this is correct. കണ്ടോ? അടുത്ത സിനാപ്റ്റിക് മെംബ്രെയിൻ is always separated by a gap. തെറ്റാണ്. Always separated. ഇലക്ട്രിക്കൽ സിനാപ്സ് ഉണ്ട്, അവിടെ സെപ്പറേഷനേ ഇല്ല, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഇല്ല. So this is wrong. Electrical synapse is very similar to impulse conduction in a single axon. പോകുന്ന അത്ര സ്പീഡിനാണ് ഇലക്ട്രിക്കൽ സിനാപ്സ് നടക്കുക. In chemical synapse, neurotransmitters are released at either excitatory or inhibitory potential is generated on the postsynaptic membrane. നമുക്കറിയാം ഇവിടുന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ വരും. അത് അസറ്റൈൽ കോളൈൻ ആണെങ്കിൽ ഇവിടെ സോഡിയം ചാനൽ ഓപ്പൺ ചെയ്യും. അതിന് നേരെ ഇവിടെ ഗാബയാണെങ്കിൽ അവിടെ പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ചെയ്യും. സോ ഒന്നിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലേ മക്കളെ? സോ ദിസ് ഈസ് വിച്ച് ഇസ് ഫാൾസ്, സെക്കൻഡ് ഓപ്ഷൻ. മോസ്റ്റ് കോമൺ സിനാപ്സ് ഇസ് ഇലക്ട്രിക്കൽ സിനാപ്സ്, സോറി കെമിക്കൽ സിനാപ്സ്. ഇലക്ട്രിക്കൽ സിനാപ്സ് നമ്മുടെ ബോഡിയിൽ വളരെ റയർ ആണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ചേ, അപ്പൊ തന്നെ കിട്ടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ് അബൌട്ട് ഇലക്ട്രിക്കൽ സിനാപ്സ്? നെർവ് ഇമ്പൾസ് ജനറേഷൻ കൂടുതൽ ക്വസ്റ്റ്യൻ അല്ല, അറ്റ്ലീസ്റ്റ് വി വിൽ ഗെറ്റ് വൺ ക്വസ്റ്റ്യൻ. അത് തെറ്റിക്കരുത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ് അബൌട്ട് ഇലക്ട്രിക്കൽ സിനാപ്സ്? An electrical synapse, the membrane of pre and postsynaptic membrane very close ആയിരിക്കും അല്ലെ? രണ്ടും പ്രീ പോസ്റ്റ് ഭയങ്കര ക്ലോസ് ആണ്. ഇലക്ട്രിക്കൽ സിനാപ്സ് കറന്റ് ക്യാൻ ഫ്ലോ ഡയറക്ട്ലി ഫ്രോം വൺ ന്യൂറോൺ ടു അതർ അക്രോസ് ദ സിനാപ്സ്. അവർക്ക് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു ആക്സോണിൽ പോകുന്ന പോലെ ഡയറക്റ്റ് ഫ്ലോ ചെയ്യാൻ പറ്റും. ഗ്യാപ് ജംഗ്ഷൻസ് ഉണ്ട്. ട്രാൻസ്മിഷൻ ഓഫ് an impulse across electrical synapse is very similar to impulse conduction in a single axon. Electrical synapse pass electrical signals between cells with the use of acetylcholine. ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ വേണ്ട. Electrical synapse fast ആണ് and is rare in our body. So only 4 is wrong. Answer is third option. Question number 18. ഇതാണ് മക്കളെ ഈവൻസിനെ കറക്റ്റ് ഓർഡറിൽ വെക്കാനുള്ളത്. ഈവൻസിനെ കറക്റ്റ് ഓർഡറിൽ വെക്കാൻ പറഞ്ഞാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വരച്ചു നോക്കും അല്ലെ? ഫസ്റ്റ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഇവന്റിനെ കണ്ടുപിടിക്കും, അത് വരുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യും, എന്നിട്ട് ബാക്കി നമ്മൾ സെറ്റ് ആക്കും. Why chemical synapses are more means like it is
there is a need in our body to sometimes block the impulse transmission. എപ്പോഴും നമുക്ക് impulse transmission നടന്നാൽ പോലെ sometimes we need to block. അപ്പോൾ inhibitory and excitatory എന്ന് പറയുന്ന ഓപ്ഷൻ കെമിക്കൽ സിനാപ്സിന് മാത്രമേ ഉള്ളൂ. This chapter's weightage, like every human physiology chapter, you can get at least 2 questions. At least 2 questions. So it's important. നോക്കിയടാ, ആദ്യത്തെ പോയിന്റ് അറൈവൽ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ അറ്റ് ആക്സോൺ ടെർമിനൽ ആണ്. ആക്സോൺ ടെർമിനലിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തുക. സോ ഈ ഷുഡ് ബി ദ ഫസ്റ്റ് ഓപ്ഷൻ. അത് വെച്ച് 2 എണ്ണേ ഉള്ളൂ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എ വരൂ ഇ വരൂ എന്നാണ് ചെക്ക് ചെയ്തത്. ഇനി എ എന്താ, ഓപ്പണിംഗ് ഓഫ് സ്പെസിഫിക് ചാനൽസ് ആണ്, അത് വരില്ല. എന്തായാലും ഈ തന്നെ ഈ വന്നു. ഇനി എന്റേത് രണ്ടാമത്തെ ഓപ്ഷൻ, 2ലും ഡി ആ കൊടുത്തിരിക്കുന്നത്. ഡീപോളറൈസേഷൻ ഓഫ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. യെസ്, പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ഡീപോളറൈസ്ഡ് ആവുന്നു, ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നു. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ കറക്റ്റ് ആണ്. ഈ കഴിഞ്ഞ ഡി. കഴിഞ്ഞ സി ആണ്, സിനാപ്റ്റിക് വെസിക്കിൾസ് ഫ്യൂസ്. അവിടെ ഇവിടെ സിനാപ്റ്റിക് വെസിക്കിൾ ഫ്യൂസ് ചെയ്യും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ക്ലഫ്റ്റിലേക്ക് റിലീസ് ചെയ്യും. സി കഴിഞ്ഞ ബി ആണോ എ ആണോ നമുക്ക് നോക്കാം. ബി എന്താ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് ടു ദ റിസപ്റ്റേഴ്സ്. പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലെ റിസപ്റ്ററുമായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ ബൈൻഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് ഓഫ് സ്പെസിഫിക് ചാനൽ, എന്നിട്ടല്ലേ സ്പെസിഫിക് ചാനൽ ഓപ്പൺ ആവുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി ബി എ. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 19 ഫ്രം ബ്രെയിൻ. അപ്പൊ നമ്മൾ ദേ ന്യൂറോൺ കഴിഞ്ഞു. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടായ ബ്രെയിൻ. ആദ്യം തന്നെ NCERT കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ആണിത്. ബ്രെയിന്റെ പടാണെന്ന് കണ്ട അപ്പൊ തന്നെ വരയ്ക്കേണ്ടെന്ന് നമ്മൾ നിശ്ചയിച്ച് തീരുമാനിക്കും. പക്ഷെ വരച്ച് പഠിക്കണം. ലേബലിംഗ് ക്വസ്റ്റ്യൻസ് ആർ ബീങ് ആസ്ക്ഡ് ഫ്രം ദിസ്. ABCD കണ്ടുപിടിക്കണം. maximum zoom. maximum zoom ആടാ. നോക്കിയാലോ. ആദ്യം ഞാൻ ഒരു പോയിന്റ് എടുക്കും, വിച്ച് ഇസ് സി. എനിക്കറിയാം കോർപ്പസ് കാലോസ് ആണ്. കോർപ്പസ് കാലോസ് എന്നത് ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സി സെറിബ്രൽ അക്വിഡക്റ്റ് കൊടുത്തു, ഇത് തെറ്റാണ്. സി കോർപ്പസ് കാലോസം, സി സെറിബ്രൽ അക്വിഡക്റ്റ് തെറ്റി. ഞാൻ നേരെ ബി നോക്കാണ്. ബി എന്ന് പറയുന്നത് മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും. ഇറ്റ്സ് കോൾഡ് as ബ്രെയിൻ സ്റ്റം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോർ ബ്രെയിൻ എന്നാണ്. ഇറ്റ് ഗോസ് റോങ്. ആൻസർ ഷുഡ് ബി ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം. എ ഫോർ ബ്രെയിൻ ആണ്, സെറിബ്രം ഡൈഎൻസെഫ്ലൻ. ദെൻ ഡി എന്ന് പറയുന്നത് ഈ ഒരു ചാനലാണ്, വിച്ച് ഇസ് സെറിബ്രൽ അക്വിഡക്റ്റ്. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. പ്ലീസ് ഡ്രോ ആൻഡ് സ്റ്റഡി ദിസ് ഡയഗ്രാം. ഡ്രോ ചെയ്ത് ലേബൽ ചെയ്ത് പഠിക്കാം. ഇവിടെ നമുക്ക് എപ്പോഴും അറിയാം, വെൻ യു ആർ ഗെറ്റിംഗ് എ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, ഡയഗ്രാം ക്വസ്റ്റ്യൻ, 1 2 എണ്ണം മാച്ച് ചെയ്തിട്ട് നേരെ ഓപ്ഷനിലേക്ക് പോകണം. ഫുള്ളും കറക്റ്റ് ആയിട്ട് ഓപ്ഷനിലേക്ക് പോകാൻ നിൽക്കരുത്. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒക്കെ ലേബലിംഗ് കൺഫ്യൂസിംഗ് ആയിരിക്കും. ആദ്യം തന്നെ നോക്കി നേരെ ഓപ്ഷൻസ് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പോയാൽ ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ടിപ്പ് ആൻഡ് ട്രിക്സ് ദാറ്റ് യു ക്യാൻ യൂസ്. എക്സാമിന് ടിപ്പും ട്രിക്കും എങ്ങനെ ഉപയോഗിക്കും, ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഫോർ ബ്രെയിൻ ഡെവലപ്സ് ഇൻ ടു diencephalon and cerebrum. Answer is first option. The name of nervous band connecting the cerebral hemisphere. രണ്ട് cerebral hemisphere നെ കണക്ട് ചെയ്യുന്ന nerve band ന്റെ പേരെന്താണ്? Nerve band which connects the two cerebral hemisphere. Yes, it is corpus callosum. Answer is second option. Question. The cerebrum wraps around a structure called as thalamus, which is. എന്താണ് തലാമസിന്റെ ഫംഗ്ഷൻ? സെറിബ്രം റാപ്പ് അറൗണ്ട് ചെയ്യുന്നത് തലാമസിന് ചുറ്റുമാണ്. എന്താണ് തലാമസിന്റെ ഫംഗ്ഷൻ? യെസ്, നമുക്കറിയാം ഈ തലാമസ് സെറിബ്രത്തിന് ഇങ്ങനെ ചെയ്യുമ്പോൾ സെറിബ്രത്തിലേക്ക് ആവശ്യമുള്ള സെൻസറി ന്യൂറോൺസ് ഇതുവഴി പോവും.
മോട്ടോർ ഇതുവഴി വരും അല്ലേ. ഇതിനെയാണ് നമ്മൾ റിലേ സെന്റർ ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുന്നത്. മേജർ കണ്ടക്ടിങ് സെന്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നൽസ്. സെൻസറി അങ്ങോട്ട് പോകാനും മോട്ടോർസ് ഇങ്ങോട്ട് വരാനുള്ള ഒറ്റ വഴി റിലേ സെന്റർ ആണ്. ഇറ്റ് ഈസ് തലാമസ്. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 23. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. യെസ്, ഫസ്റ്റ് നമ്മൾ നോക്കാം സെറിബെല്ലം. കൺവല്യൂട്ടഡ് സർഫസസ് ആണുള്ളത്. എന്തിനാണ് കൺവല്യൂട്ടഡ് സർഫസ് സെറിബ്രത്തിലാവട്ടെ സെറിബെല്ലത്തിലാവട്ടെ ഉള്ളത്? ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ന്യൂറോൺസ്. മെഡുല്ല ഈസ് കണക്റ്റഡ് ടു സ്പൈനൽ കോഡ്. മെഡുല്ല നേരെ താഴേക്ക് പോകുന്നത് സ്പൈനൽ കോഡ് ആയിട്ടാണ്. കറക്റ്റ് ആണ്. Medulla contain controlling center for respiration, cardiovascular reflex and gastric secretion. ഇതാണ് നമ്മുടെ involuntary control center. So yes, 3 options are correct. All the correct answer is first option. Question number 24. Association area in cerebral cortex are. Cerebral cortex ile association areas എങ്ങനെയാണ്? So you get brain different parts ഇന്റെയും എന്ത് കിട്ടും നമുക്ക്? അതിന്റെ എല്ലാത്തിന്റെയും ഫങ്ഷൻസ് നമുക്ക് ചോദിക്കും. ഫങ്ഷൻസ് സ്പെസിഫിക് ആയിട്ട് പഠിക്കുക, തെറ്റാതെ പഠിക്കുക. യെസ്, റെസ്പോൺസിബിൾ ഫോർ ഇന്റർസെൻസറി അസോസിയേഷൻ, മെമ്മറി, കമ്മ്യൂണിക്കേഷൻ. ദേ ആർ നോട്ട് കംപ്ലീറ്റ്ലി സെൻസറി നോർ മോട്ടോർ ഏരിയാസ് അല്ലെ. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 25. ദേ എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിസ് ഈ ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ പറഞ്ഞു തരണമെന്ന്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ് അബൌട്ട് ദ കോർട്ടെക്സ് ഓഫ് സെറിബ്രം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് പെട്ടെന്ന് ആൻസേഴ്സ് തരിക, കാരണം നമ്മുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്. ഇൻകറക്റ്റ് അബൌട്ട് സെറിബ്രം. ആ പോയിന്റ് അറിയാത്തവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ പോയിന്റിലൂടെ ഞാൻ പറയുന്നു. നമ്മുടെ ബ്രെയിൻ നമ്മുടെ കൈ പോലെയാണെന്ന് വിചാരിക്കണം മക്കളെ. സെറിബ്രം കണ്ടു, സെറിബ്രൽ കോർട്ടെക്സ് ദ ഔട്ടർ പാർട്ട്, ഇന്നർ മെഡുല്ല. ദേ കയ്യിലെ 2 ഹെമിസ്ഫിയർ. നിങ്ങൾക്ക് സൾസിയാൻ ഗൈറെ കാണാം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് വിച്ചവർ. നിങ്ങൾ ഇനി എത്ര കളറുള്ള ആളാണെങ്കിലും നമുക്കറിയാം നമ്മുടെ കൈയുടെ വെളിഭാഗം കംപ്ലീറ്റ്ലി ഗ്രേ കമ്പയർ ടു ഇൻസൈഡ് വൈറ്റ്. കൈയുടെ വെള്ള എന്നല്ലേ പറയുന്നത്. സോ മെഡുല്ല ഈസ് വൈറ്റ് മാറ്റർ, ഔട്ട്സൈഡ് ഇറ്റ് ഇസ് ഗ്രേ മാറ്റർ. ഔട്ട്സൈഡ് ഇറ്റ് ഇസ് ഗ്രേ മാറ്റർ, ദാറ്റ് ഇസ് സെറിബ്രൽ കോർട്ടെക്സ് ഇസ് ഗ്രേ മാറ്റർ. ഇൻസൈഡ് മെഡുല്ല ഈസ് വൈറ്റ് മാറ്റർ. ഗ്രേ മാറ്റർ സെൽ ബോഡിയുടെ കോൺസെൻട്രേഷൻ കൊണ്ടാണ്. വൈറ്റ് മാറ്റർ മൈലിനേറ്റഡ് ന്യൂറോൺസിന്റെ കോൺസെൻട്രേഷൻ കൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിച്ചേടാ, ഇൻകറക്റ്റ് അബൌട്ട് സെറിബ്രൽ കോർട്ടെക്സ് ആണ് ചോദിച്ചിരുന്നത്. കോർട്ടെക്സ് ഔട്ടർ പാർട്ട് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഗ്രേ മാറ്റർ. കറക്റ്റ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് വൈറ്റ് മാറ്റർ. തെറ്റാണ്. ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ഇറ്റ് ഷോസ് പ്രോമിനന്റ് ഫോൾസ് ഉണ്ട്. ഇവിടെ മോട്ടോർ സെൻസറി ആൻഡ് അസോസിയേഷൻ ഏരിയാസ് ആർ പ്രസന്റ്. ഓക്കെ, 90 on 100, 96 on 100. അടിപൊളി. ആദ്യം 90, മാളവിക 90, 96. അപ്പൊ എല്ലാരും നല്ല തകർത്ത് പൊളിച്ചു ചെയ്തു. 96 ശരിക്കും പറഞ്ഞാൽ നമുക്ക് അപ്പൊ നമ്മുടെ ആ ഒരു കാര്യം ഇനി ആരും തെറ്റിക്കല്ലേ. ഗ്രേ ആൻഡ് വൈറ്റ് മാറ്റർ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് ഹാവ് വൈറ്റ് മാറ്റർ ഔട്ട്സൈഡ് ആൻഡ് ഗ്രേ മാറ്റർ ഇൻസൈഡ്. ഓക്കെ അല്ലേ? അപ്പൊ നേരെ നമ്മൾ കെമിക്കൽ കൺട്രോൾ ആൻഡ് ഇന്റഗ്രേഷൻ ഫുൾ ഹോർമോൺസ് ആയതുകൊണ്ട് തന്നെ നല്ല മിക്സ് ചെയ്ത്, ഹോർമോൺസ് ഇങ്ങനെ ഓർഡറിലല്ലാതെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is correct in relation to endocrine system? 100 on 100 ഫാത്തിമ, അക്ഷയ് 96, 100 പൊളിച്ചു കേട്ടോ നിങ്ങള്. മനോജ് 100. Which of the following statement is correct in relation to endocrine system? ഇതിന് 105 മാർക്ക് കിട്ടിയോ? ഇത് തന്നെ നീ നീറ്റിലും ആവർത്തിക്കുകയാണെങ്കിൽ നീ ഉഡായിപ്പ് കാണിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. Yes, മക്കളെ, first question from endocrine system. This is a common question.
correct in relation to endocrine system. Releasing and inhibiting hormones are produced by pituitary gland, alla by hypothalamus. Adenohypophysis is under direct neural regulation of hypothalamus. Alla direct neural varunathu neurohypophysis ആണ്. Organs in the body like gastrointestinal tract, kidney and liver do not produce hormone. They all produce certain hormones. Non-nutrient chemicals produced by the body in trace amount acting as intercellular messenger is called as hormone. Hormone definition and answer is fourth option. Grace mark ആണ്. ഇങ്ങനെ നീ ഗ്രേസി ആവരുത്. പഠിച്ചെഴുതുന്ന നമ്മുടെ പിള്ളേരോ. Gonadotrophic hormone is produced by. Gonadotrophic hormone are produced by. Yes. ഏതാണ് ഗൊണാഡോട്രോഫിക് ഹോർമോൺ? ഗൊണാഡോട്രോഫിക് ഹോർമോൺ എന്ന് പറയുന്നതാണ് FSHും LHും. സോ FSHും LHും റിലീസ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് ഫ്രം ദി അഡിനോഹൈപ്പോഫൈസിസ്. ഈ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരൊറ്റ പോയിന്റ് ഇതാണ്. ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ ഈസ് റിലീസ്ഡ് ബൈ. റിലീസിംഗ് ഹോർമോൺ GnRH റിലീസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. പക്ഷെ ഗൊണാഡോട്രോഫിക് ഹോർമോൺസ് LHും FSHും ആണ്, which is released from the anterior pituitary. Question number 3. Which hormone cause dilation of blood vessels, increase oxygen consumption and glucogenesis? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ കാണാൻ, നിങ്ങളുടെ എല്ലാവരുടെയും മനം കവർന്ന ചുമ ഇരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ മണ്ട കയറുന്നത് കട്ടായി പോവാണ്. JB നിങ്ങൾക്ക് തലയില്ലാന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കൂ. ഇർഫാൻ മിസ്സിന്റെ പിള്ളേര്, നോട്ട് നമ്മുടെ പിള്ളേര്. ഇർഫാന് പ്രത്യേകം എന്താ അറിയോ, ലൈവ് എത്ര സമയം അത്ര സമയം ഇർഫാൻ ഉണ്ടാവും. അവൻ ഇപ്രാവശ്യം തകർത്ത് ആൻസർ ചെയ്യാണ്. പക്ഷെ ഇടയ്ക്ക് ഫിസിക്സിന് ഞാൻ കുറ്റം പറഞ്ഞപ്പോ ഇർഫാൻ ചാടി എണീറ്റു. അതാ നമ്മളെ മോനാൻ JB ഫാൻ ഇർഫാൻ. എല്ലാം കഴിഞ്ഞില്ല, എത്ര നേരമായി? കഴിയാറായി. ഫോർത്ത് ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ പറഞ്ഞു കൊടുക്കും മക്കളെ. എടാ നമ്മുടെ ഇന്ന് നമ്മുടെ ടീച്ചേഴ്സ്, ഓൺലൈൻ ടീച്ചേഴ്സിന്റെ ഇഫ്താർ മീറ്റ് ആണ്. ഇഫ്താർ മീറ്റിന്റെ ഇഫ്താർ മീറ്റിന്റെ ഒഫീഷ്യൽ കോർഡിനേറ്റർ ആണ് ഇരിക്കുന്നത്. സ്ഥലമൊക്കെ സെറ്റ് അല്ലേ? സ്ഥലമൊക്കെ സെറ്റ് ആണ്. ഇല്ലെങ്കിൽ ഞാൻ റോഡ് ഇരുത്തിയായാലും ഫുഡ് കൊടുത്തിരിക്കും. ഡ്രസ്സിംഗ് കൊള്ളാം, താങ്ക് യു. തല കാണാൻ പറ്റാത്തോണ്ടായിരിക്കും, ഡ്രസ് മാത്രം കാണാൻ പറ്റുന്നോണ്ടാണ്. ഞാൻ വിളിച്ചു നോക്കി കിട്ടിയില്ല. ഏടി എണീറ്റു, നേടി ഒന്ന് ഇപ്പൊ എത്ര ലൈക്ക് കൗണ്ട് എത്ര ഉണ്ട്? 147 ഉള്ളൂ. 200 എന്ത് കത്തിക്കണ്ടേ? പിന്നല്ലാണ്ട് ഇതിപ്പോ ഇതിപ്പോ ഡുവർ ഡൈയിൽ ഒരു വലിയ ചേഞ്ച് വരാൻ പോവാ. അത് നമ്മള് പറഞ്ഞില്ലല്ലോ. ഇല്ല. ഡുവർ ഡൈ സീരീസിൽ മക്കളെ വലിയൊരു ചേഞ്ച് വരാൻ പോവാണ്. അതായത് ഇതിന്റെ നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ പോവാണ്, അടുത്ത ലെവലിലേക്ക് നമ്മൾ പോവാണ്. അത് വൈകാതെ തന്നെ നമ്മൾ അത് അനൗൺസ് ചെയ്യും. ഇന്ന് നമ്മൾ അതും കൂടെ ഒന്ന് ചർച്ച ചെയ്യണം അല്ലെ? യെസ്, അപ്പൊ അത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോഴുള്ള പ്രിപ്പറേഷൻ ഒന്നും കൂടെ ഒന്ന് എന്താ പറയാ, അടിപൊളി ആവാൻ വേണ്ടി, സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ലെവൽ വേണം. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായി ഇന്നത്തെ ലൈവ് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാ, ഒരാളെ വിളിച്ചിട്ട് വരാം. ഒരാളെ വിളിച്ചിട്ട് വരിക. വീഡിയോ കാണുന്ന എല്ലാവരും, ലൈവ് കാണുന്ന എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. യെസ്, ബൈ. അപ്പൊ നോക്കാം, എല്ലാ ദിവസം പുതിയ സ്റ്റൈലാണ്. എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ ഇവിടത്തെ മോഡല് JB ആണ്. അത് നിങ്ങൾക്ക് അറിയില്ല. റണ്ണറപ്പാണ് JB. അത് ഫസ്റ്റ് ആയിരുന്നോ? അവസാനത്തിന് ഫസ്റ്റ് ഒന്നല്ല കേട്ടാ, JB ആണ് റണ്ണറപ്പ്. മോഡൽ സ്റ്റാർട്ട് ചെയ്യാം. വിച്ച് ഹോർമോൺ കോസ് dilation of blood vessel, increase in oxygen consumption, glucogenesis, glucose formation in the blood, oxygen consumption കൂട്ടുന്നു. Yes, that is your adrenaline. അല്ലേ മക്കളെ? ഗ്ലൂക്കോജനസിസ്, സോറി മാഡം ഞാനാണ് ഇവിടെ തെറ്റിച്ചത്. ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽ, glucogenesis, that is glucose formation and increased oxygen consumption by the cells. ആരാണ്? adrenaline ആണ്. Answer is first option. എടാ ശരിക്കും എനിക്ക് നല്ല പൊക്കുണ്ട്, ഞാൻ ചെരിപ്പൂരിട്ട് നിൽക്കുകയാണ്. ബഹുമാനം. കഴിഞ്ഞ വീക്കിന്റെ വന്നിട്ടില്ല, നമുക്ക് സെറ്റ് ആക്കാം.
മിസ്സിന് ശരിക്കും നോമ്പാണ്. ആണ് ഡാ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. മറന്നിട്ട് എന്തേലും കഴിച്ചാലായി. അത് പക്ഷെ പാപമല്ലല്ലോ, അറിയാണ്ട് ചെയ്യുന്നല്ലേ. അറിഞ്ഞോണ്ട് ഞാൻ കഴിക്കില്ല, അറിയാണ്ട് കഴിച്ചാലായി. Question number 4. A health disorder that result from the deficiency of thyroxine in adult characterized by. നിങ്ങൾക്കൊരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധി ഇല്ലേടാ. വേഗം വേഗം ഒരാളെ കൂടെ വിളിച്ചോണ്ട് വാടാ. 300 ആക്കും നമ്മുടെ ലൈവ്. പൊളിക്ക്. വീട്ടിന്റെ അടുത്തുള്ള കൂട്ടുകാരനെ വിളിച്ചിട്ട് ലൈവ് കയറിടാന്ന് പറയും. A health disorder that result from the deficiency of thyroxine in adult characterized by. Thyroxine deficiency വരുമ്പോ low metabolic rate ഉണ്ടാവും അല്ലെ. നമുക്കറിയാം increase in body weight, tendency to retain water in the tissue, and this is called as myxedema goiter. Answer is second option. ഇനി എങ്ങനെയുണ്ടോ മിഥുനെ ഞാൻ ഉയരത്തിലെത്തുക? നീ ഒന്ന് പറഞ്ഞേ. പ്രായം ഒരുപാടായില്ലേ, ഇനി വളരില്ല. അത് ജൈജാൻറ്റിസം കണ്ട നമ്മൾ പഠിക്കും, ഈ ചാപ്റ്ററിൽ പഠിക്കും. JB കുറിച്ചുള്ള ചാപ്റ്റർ ആണിത്. ബ്രഹ്മമുഹൂർത്തി വെച്ചാലോ ആര്യേ, നല്ലതായിരിക്കില്ലേ. Injury to adrenal cortex is not likely to affect the secretion of which of the following. Adrenal cortexine ഒരു ഇഞ്ചറി പറ്റിയാൽ ഏത് ഹോർമോൺ റിലീസിന് പ്രശ്നം ഉണ്ടാവില്ല? അഡ്രിനൽ മെഡുലിന്ന് റിലീസ് ചെയ്യുന്ന അഡ്രിനാലിന് പ്രശ്നമില്ല. കോർട്ടിസോൾ റിലീസ് പ്രശ്നമാവും, ആൽഡോസ്റ്റിറോൺ പ്രശ്നമാവും, ആൻഡ് ആൻഡ്രോസ്റ്റെനിനോഡിയോണിൻ ആൻഡ് ഡിഹൈഡ്രോ എപ്പി ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഈ 2 ആൾക്കാരാണ് ശരിക്കും നമ്മളുടെ സെക്സ് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്. ഗേൾ ഫ്രണ്ടിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? അതായാലും കുഴപ്പമില്ല, അങ്ങനെയെങ്കിലും 4 അക്ഷരം പഠിക്കട്ടെ. നിന്റെ കൂടെ നടന്ന് വഴിതെറ്റി പോകണ്ട. സെലക്ട് ദ കറക്റ്റ് മാച്ചിങ് ഓഫ് ഹോർമോൺ ആൻഡ് ഇറ്റ്സ് സോഴ്സസ്. Hormone, source, function. Very commonly asked question ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മിക്കവാറും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണിത്. പോരട്ടെ, അങ്ങനെ പോരട്ടെ. 300 ആക്കണം. 300 ആക്കുമ്പോൾ സർപ്രൈസ് ഞാൻ വിളിച്ചോതുന്നതാണ്. വേഗം വേഗം വേഗം. നമുക്ക് സ്പിരിറ്റ് ഒക്കെ വേണ്ടല്ലേ. Norepinephrine, which is adrenaline from adrenal medulla, increase heartbeat, rate of respiration and alertness. അല്ലെ, ഗ്ലൂക്കോഗൺ നോക്ക്, ആൽഫ സെല്ല് റിലീസ് ചെയ്യുന്നു. ഞാൻ ഇനി ഒന്നും നോക്കത്തില്ല. പ്രൊലാക്റ്റിൻ പോസ്റ്റീരിയർ അല്ല ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് റിലീസ് ചെയ്യുന്നു, നോക്കത്തില്ല. വാസോപ്രസിൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ഇൻക്രീസ് ലോസ് ഓഫ് ബ്ലഡ് വാട്ടർ അല്ല, ഡിക്രീസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. ഇറ്റ് ആക്ച്വലി കോസസ് വാട്ടർ റീഅബ്സോർപ്ഷൻ ഫ്രം ദ DCT. സോ ക്വസ്റ്റ്യൻ നമ്പർ 11. Sorry, 7. 11 and 7. Which one of the following pair of hormones are examples of those that can easily pass through the cell membrane to the target cell, bind to the receptor inside it? Which one of the following pair of hormones are examples that can cause easily pass through the cell membrane? Target cellil varunu, bind to the receptor inside the nucleus. Intranuclear receptor ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ഹോർമോൺസ് ഏത് ഹോർമോൺസ് ആണ് മക്കളെ? യെസ്, ദേ ആർ സ്റ്റിറോയിഡ് ഹോർമോൺസ്. നമ്മൾ പഠിച്ചു, മാമൻ വീട്ടിൽ കയറി വരുന്ന പോലെ ഡോർ ചവിട്ടി തുറന്ന് വീട്ടിന്റെ നിങ്ങൾ കിടന്നുറങ്ങുന്ന റൂമിന്റെയും വാതിൽ ചവിട്ടി തുറന്ന് നിങ്ങളെ ഓടിച്ചിട്ട് ഒറ്റടി അടിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇറ്റ് ഈസ് കോർട്ടിസോൾ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ, ബോത്ത് ആർ സ്റ്റിറോയിഡ് ഹോർമോൺസ്. ക്വസ്റ്റ്യൻ നമ്പർ 8. Signals from fully developed fetus and placenta ultimately lead to parturition, which requires the release of. Like Ammavan. Yes. Fully developed fetus and placenta parturition സമയത്ത് ഏത് ഹോർമോൺ റിലീസിന് കാരണമാക്കുന്നു? Yes.
Oxytocin from the maternal pituitary, അല്ല the fetal pituitary എന്നല്ല, maternal pituitary, അമ്മയുടെ pituitary എന്ന്, so that the uterus of the mother, uterine muscle starts contracting. A pregnant female delivers a baby who suffers from stunted growth, mental retardation, low intelligence quotient, abnormal skin. This is a result of ഒരു പ്രഗ്നന്റ് ആയ അമ്മ ഒരു കുട്ടിയെ ഡെലിവറി ചെയ്യുന്നു, ഈ കുട്ടിക്ക് ഇത്രയും സിംറ്റംസ് ഉണ്ട്. ഇതെന്തുകൊണ്ടാണ്? യെസ് ഗൈസ്, നമുക്കറിയാം ഈ കണ്ടീഷൻ ക്രെറ്റിനിസം ആണ്. ക്രെറ്റിനിസം ഉണ്ടാവണമെങ്കിൽ there should be deficiency of thyroxine hormone due to deficiency of iodine in diet. Answer is second option. Question number 10. Identify the hormone with its correct matching and the source and its function. Tagartho, identify the hormone with its correct matching of the source and function. Again, very commonly asked question. നമ്മൾ നേരത്തെയും ചെയ്തു source function question. ഇത് ഇവിടെ സെന്റൻസ് ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ അത് കോൾ ആയിട്ട് തന്ന വെച്ചിട്ട് ഈസി ആണെന്ന് തോന്നുന്നു. സെന്റൻസ് ആയിട്ട് തന്നാൽ ഫുൾ സെന്റൻസും വായിക്കണം. ഓക്കെ, ഓക്സിറ്റോക്സിൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി തന്നെയാണ്, പക്ഷെ ഗ്രോത്ത് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് മാമറി ഗ്ലാൻഡ് അല്ല, ഇറ്റ് ഇസ് മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ. തെറ്റി. മെലറ്റോണിൻ പിനിയൽ ഗ്ലാൻഡിൽ നിന്നാണ്, റെഗുലേറ്റ് ദ നോർമൽ സ്ലീപ്പ് വേക്ക് സൈക്കിൾ. പ്രൊജസ്ട്രോൺ കോർപ്പസ് ലൂട്ടിയം ആണ്, സ്റ്റിമുലേറ്റ് സെക്കൻഡറി സെക്ഷൽ ഓർഗൻസ് ഡെവലപ്മെന്റ് ഈസ്ട്രജന്റെ ജോലിയാണ്. ഏട്രിയൽ നട്രിയൂറിറ്റിക് ഫാക്ടർ ഫ്രം ദ ഏട്രിയൽ വാൾ ആണ്, അവിടെ നിന്ന് തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. Which of the following hormone can play a significant role in osteoporosis? ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാക്കാൻ പറ്റുന്ന മേജർ ഹോർമോൺ ഏതാണ്? Hashimoto's thyroiditis is actually caused due to excessive secretion of thyroid. Hyperthyroidic condition ആണ് Hashimoto's thyroiditis. Sorry, it's an autoimmune condition due to hypersecretion. Sorry, hyposecretion. Hyposecretion of thyroid. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആണ് വിച്ച് കോസസ് ഹൈപ്പർ തൈറോയിഡിസം, ദാറ്റ് ഇസ് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. വെരി ഗുഡ്. 45 questions 12 minute കൊണ്ട് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ ലൈക്ക് യു ആർ വെരി ഗുഡ്. ബട്ട് അക്യൂറസി ശ്രദ്ധിക്കണം. ഡോക്ടർ സ്ട്രേഞ്ചർ എത്ര മാർക്ക് കിട്ടുന്നു എന്നും കൂടെ മോൻ ചെക്ക് ചെയ്യണം കേട്ടോ. യെസ്, വി നോ ഇറ്റ് ഇസ് ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ കുറഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. പാരാതൈറോയിഡ് കുറഞ്ഞാലും യു വിൽ ഗെറ്റ്, പാരാതൈറോയിഡ് കൂടിയാലും യു വിൽ ഗെറ്റ് ഓസ്റ്റിയോപോറോസിസ്. ഇത് കൂടിയാൽ ഈസ്ട്രോജൻ കുറഞ്ഞാൽ. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ഹൈപ്പർതൈറോയിഡിസം, ഹഷിമോട്ടോസിസ് ഹൈപ്പർതൈറോയിഡിസം കണ്ടീഷൻ. ഹൈപ്പർ ആണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ഹോർമോൺ വിത്ത് ദ റെസ്പെക്റ്റീവ് ഡിസീസ്. അതിനൊരു ചെറിയ പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇർഫാനെ, ഈ ഡിസീസ് നമ്മൾ പറയാ ഇനിഷ്യലി നമ്മുടെ തൈറോയിഡിന് അറ്റാക്ക് വരുമ്പോ, ഇമ്മ്യൂൺ അറ്റാക്ക് വരുമ്പോ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുകയും ലേറ്റർ ഓൺ ഇത് കുറെ നാൾ ക്രോണിക് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ അത് തൈറോയിഡിന്റെ അളവ് കുറയ്ക്കും, ബ്ലഡിൽ ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. സോ ഹഷിമോട്ടോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ഇറ്റ്സ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഡിസീസ്. ഇവിടെ ആദ്യം ഹൈപ്പർ തൈറോയിഡിസം ഫോളോഡ് ബൈ ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ, ഇൻസുലിൻ നമുക്ക് നോക്കാം. ഇൻസുലിൻ, ദ ഡിസീസ് ഈസ് ഡയബറ്റിസ് മെലിറ്റസ്. A5 എന്ന രണ്ട് ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാം. തൈറോക്സിൻ വെച്ച് നമുക്ക് ഗോയിറ്റർ ഡെഫിഷ്യൻസിയിലോ ഇൻക്രീസിലോ ഉണ്ടാവാം. B4 ആൻസർ ഷുഡ് ബി തേർഡ് ഓപ്ഷൻ. കോർട്ടിസോൾ, കോർട്ടിക്കോയിഡ്സിന്റെ ഡിക്രീസ് കൊണ്ടാണ് നമുക്ക് അഡിസൺസ് ഡിസീസ് ഉണ്ടാവുന്നത്. ആൻഡ് ഗ്രോത്ത് ഹോർമോൺ you will get acromegaly. Question number 13.
How does steroid hormone influence the cellular activity? Steroid hormones എങ്ങനെയാണ് cellular activity നെ influence ചെയ്യുന്നത്? വേഗം വേഗം വേഗം. യെസ് മക്കളെ, നമുക്കറിയാം സെല്ലിന്റെ പെർമിയബിലിറ്റിനെ ഒന്നും ചേഞ്ച് ചെയ്യില്ല. എന്താ ചെയ്യുക? DNA ആയിട്ട് ബൈൻഡ് ചെയ്ത് ജീൻ ഹോർമോൺ കോംപ്ലക്സ് ഉണ്ടാക്കുകയാണ് ഇത് ചെയ്യുന്നത്. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. Question number 14. Which of the following condition will stimulate parathyroid gland to release parathyroid hormone? എപ്പോഴാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പാരാതൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് അറിയണം what is the function of parathyroid gland. Yes, blood vesselsൽ കാൽസ്യം കുറയുമ്പോഴാണ്, കാൽസ്യം കൂട്ടുന്ന ആളാണ് പാരാതൈറോയ്ഡ്. സോ fall in blood calcium level. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. എന്നാൽ കാൽസിറ്റോണിൻ ദ ജസ്റ്റ് ഓപ്പോസിറ്റ്, കാൽസ്യം കൂടുമ്പോൾ കുറയ്ക്കാനാണ് കാൽസിറ്റോണിൻ വരിക. ഓക്കെ അല്ലേ? ആർട്ടിഫിഷ്യൽ ലൈറ്റ്, എക്സ്റ്റെൻഡഡ് വർക്ക് ടൈം, റെഡ്യൂസ് സ്ലീപ് ടൈം, ഡിസ്റ്റർബ് ആക്ടിവിറ്റി ഓഫ്. ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എക്സ്റ്റെൻഡഡ് വർക്ക് ടൈം ആണ്, നിങ്ങൾക്ക് സ്ലീപ് ടൈം കുറയുന്നു, ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ്, ഇതെല്ലാം ഏത് ഹോർമോൺ റിലീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? യെസ് ഗൈസ്, നമുക്കറിയാം മെലറ്റോണിൻ ഫ്രം ദി പീനിയൽ ഗ്ലാൻഡ്, കാരണം അതാണ് സ്ലീപ് വേക്ക് സൈക്കിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ യൂസിങ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് in your bedroom, switch it off when you are sleeping. Bed lamps are actually not that good for the release of melatonin. Identify A, B, C in the diagrammatic representation of the mechanism of hormone action. The അടുത്ത question mechanism of hormone action ലെയാണ്. A എന്താണ്, B എന്താണ്, C എന്താണ്? ഇർഫാനെ നീ വേണ്ടതെന്നാണോ? വർക്കല മിസ് കറക്റ്റ് വർക്കല ജംഗ്ഷനിൽ തന്നെയാണ്. വർക്കല സ്ഥലം അറിയോ? റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്താണ് എന്റെ വീട്. യെസ് ഡാ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് എ പ്രോട്ടീൻ ഹോർമോൺ റിസപ്റ്റർ ബൈൻഡിങ് ഉള്ളത്. സോ സ്റ്റിറോയിഡ് എന്ന ഓപ്ഷൻ പോയി. രണ്ടാമത് ബി ഹോർമോൺ റിസപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സൈക്ലിക് AMP എന്ന് കൊടുത്തു. സൈക്ലിക് AMP is actually after റെസ്പോൺസ് ഉണ്ടാവുന്നതാണ് സൈക്ലിക് AMP. സോ ദ ആൻസർ ഈസ് second option. Question number 17. Read the sentence and give the appropriate answer. Read the sentence, give appropriate answer. Binding of hormone to its membrane receptor lead to the formation of hormone receptor complex. Hormone receptor complex formation lead to certain biochemical changes in the target cell. മിഥുനെ, നീ ഇന്ന് പഠിക്കാനേ അല്ലേടാ വന്നത്? നീ കൊള്ളാലോടാ, നീ പോയേ. യെസ് മക്കളെ, നമുക്കറിയാം ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ്സ് എ പ്രോട്ടീൻ ഹോർമോൺ. സോ യെസ്, ഇറ്റ്സ് എ പ്രോട്ടീൻ ഹോർമോൺ. സ്റ്റിറോയിഡ് വരുന്ന ഓപ്ഷൻസ് കട്ട് ചെയ്യാം. ഇനി നമ്മൾ നോക്കിയേ, protein hormone, it activates gene regulation. No, steroid hormone and gene regulation activity. Yeah, it's a protein hormone activating secondary messenger formation. Answer is third option. Which of the following gland is degenerated in old individuals, resulting in the decreased production of hormone related to a weak immune system? Question 18. Which of the following hormone is degenerated in individuals, resulting in decreased production of hormone related in weak immune response? Ariyam, thymus, which degenerate from, yes, birthil valdavum, pinne it start degenerating. After puberty it gets smaller and smaller, and finally old age il idu completely burn off aayittu po. A person is suffering from abnormal high pressure. Which hormone of blood decrease blood pressure in following option?
A person is suffering from abnormal high blood pressure. Which hormone of the body decrease the blood pressure in following option? Yes, മക്കളെ നമുക്കറിയാം ഹൈ ബി പി വന്നാൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നത് ANF എന്ന് പറയുന്ന ഹോർമോൺ ആണ്. സ്റ്റിറോയിഡ് ഹോർമോൺ അല്ല. It's a peptide hormone from the heart atria called as ANF. Answer is second option. Question number 20. Observe the following diagram and find out labeling A, B, and C. Hi, Hemin. Hi. അപ്പോൾ ഹെമിൻ സാർ എണീക്കുന്ന സമയം 9:30 നമുക്ക് മനസ്സിലായി. 8:30 നമ്മുടെ JB എണീക്കുന്നതെന്ന് മനസ്സിലായി. HR നിങ്ങളൊക്കെ ഇപ്പോഴാണോ തള്ളാൻ എണീക്കാനുള്ള? ഞാൻ ക്ലാസ് വിട്ട് പോവാൻ സമയമായിരിക്കണോ? Observe the following diagram. Correct labeling A, B, C, D. അപ്പൊ ഇഫ്താറിന് ഇന്ന് ഫുഡ് ഹെമിനും കട്ടാണ് കേട്ടോ. നോക്കിക്കോടാ. A, B, C and D. NS മാം നാട്ടിൽ പോയിരിക്കാണ്. നോക്കടാ, എ എന്ന് പറയുന്നത് പോർട്ടൽ സർക്കുലേഷൻ ആണ്. പക്ഷെ ADH റിലീസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, അത് വെച്ച് തന്നെ അത് തെറ്റാണ്. അടുത്ത നോക്കിയേ, ബി എന്ന് പറയുന്നത് ഹൈപ്പോതലാമിക് ന്യൂറോൺ സിന്തസൈസ് ഓക്സിറ്റോക്സിൻ ആൻഡ് റിലീസ് ടു ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, കറക്റ്റ് ആണ്. സി ആക്സോണൽ ട്രാൻസ്പോർട്ട് അല്ല, അത് ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം ആണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ സിന്തസൈസ് സ്റ്റിമുലേറ്റഡ് ബൈ തലാമസ്, തെറ്റാണ്. തലാമസ് സിന്തസൈസ്ഡ് ഹോർമോൺസ് ഒന്നും അല്ല. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ആസ് സച്ച് ഇസ് റോങ്. ഈവൻ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ തന്നെ നമുക്ക് ഒറ്റ ആൻസർ കിട്ടുള്ളൂ, വിച്ച് ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 21. So for going for our final labs, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. Consider the following 4 statements and select the option which include all the correct one. All correct വരുന്ന ഓപ്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. തകർത്ത് ചെയ്യണം മക്കളെ. Hypothyroidism during pregnancy cause cretinism, menstrual retardation, development of nodules. അതൊന്നുമില്ല അല്ലേ? അടുത്തത്, pineal gland regulate sleep wake cycle and influence metabolism of body, കറക്റ്റ് ആണ്. Hormone of fight and flight increases alertness and pupillary dilation, pupil dilate ആവുകയാണ് ചെയ്യുക. Glucocorticoids produce anti-inflammatory reaction and suppress immune system. അപ്പൊ നമ്മുടെ അടുത്ത് കറക്റ്റ് ചോദിച്ചാൽ B and D are only correct. Answer is third option. ആരും തേർഡ് പറഞ്ഞില്ല. 4 പറഞ്ഞവരുണ്ട്, 2 പറഞ്ഞവരുണ്ട്. So sad guys, so sad. Answer is A and D. Question number 22. Find out the incorrect match of hormone and their respective function. ഹോർമോൺ ഫംഗ്ഷൻ ഫാത്തിമ പറഞ്ഞിട്ടോ. കുറെ പേരൊക്കെ പിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം എല്ലാരും തെറ്റിച്ചാ പറഞ്ഞേ. ഹോർമോൺ ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ മാച്ച്. ഫാത്തിമ പറഞ്ഞു, 2 ഫാത്തിമയും പറഞ്ഞു, ദിൽനയും പറഞ്ഞു, ബത്തൂലും പറഞ്ഞു. Melatonin sleep wake cycle affects body temperature, correct. FSH growth of ovarian follicle stimulate gonadal activity. Adrenaline increase contraction of glucose, concentration of glucose or contraction the concentration of glucose in blood. Progesterone stimulate
growth and activity of female secondary sex organ. It is estrogen. Estrogen ആണ് ആ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, പ്രൊജസ്ട്രോൺ അല്ല. ആൻസർ is fourth option. Going to question number 23. Which of the following glands secrete with the help of neurosecretory axons? കണ്ണും കൂട്ടി പറയാം. മക്കളെ, യെസ്, ഇറ്റ് ഈസ് posterior pituitary. അവിടെയുള്ള രണ്ട് ഹോർമോൺസും ADH ആന്റി ഡയൂറിറ്റിക് ഹോർമോണും അതുപോലെ തന്നെ ഓക്സിറ്റോക്സിനും രണ്ടും ന്യൂറോണൽ എൻസിൽ നിന്നും ഹൈപ്പോതലാമസിൽ നിന്ന് വന്ന് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ആണ്. ഗോയിങ് ടു ക്വസ്റ്റ്യൻ 24. ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൽട്ട് ഡസ് നോട്ട് കോസ് ഫർദർ ഇൻക്രീസ് ഇൻ ഹൈറ്റ് ബിക്കോസ്. നമ്മൾ JB ഡൈസ് എപ്പോഴും പറയാം അത് ചൈൽഡ്ഹുഡിലെ സംഭവിച്ചതാണ് ജൈജാൻറ്റിസം ആയത്. അഡൽട്ട്ഹുഡിലാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വളരില്ല. കാരണം എന്താണ്? എന്തുകൊണ്ട് ഇങ്ങനെ വളരില്ല? സംശയമുണ്ട്. കുറെ തെറ്റുത്തരവും ശരിയുത്തരവും ഇടകലർന്നു വരുന്നുണ്ട്. Let me wait. അല്ലടാ ഇർഫാനെ, ചുമ്മാ പറഞ്ഞല്ലേ. എപ്പിഫൈസിയൽ പ്ലേറ്റ് ക്ലോസ് ആഫ്റ്റർ അഡോളസൻസ്. നമുക്കറിയാം എപ്പിഫൈസിയൽ പ്ലേറ്റ് അഡോളസൻസ് കഴിയുമ്പോൾ ക്ലോസ് ചെയ്യും. ബോൺ ലൂസ് ദ സെൻസിറ്റിവിറ്റി ടു ഗ്രോത്ത് ഹോർമോൺ അല്ല. മസിൽ ഫൈബേഴ്സ് വളരുന്നതിനുമായിട്ട് ഒരു ബന്ധമില്ല. ഗ്രോത്ത് ഹോർമോൺ ഒരിക്കലും ഇനാക്റ്റീവ് ആവുന്നില്ല അഡൽട്ടില്. അതുകൊണ്ടാണ് നമുക്ക് സെൽ റിപ്പയർ ആൻഡ് റീജനറേഷൻ പോസിബിൾ ആവുക. സോ നൗ ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 25, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്ക് 200 ആക്കെന്ന് പറഞ്ഞ ആൾക്കാർ 138 ഇങ്ങനെ കൊട്ടി കൊട്ടി നിൽക്കുകയാണ്. മാമിന് നീളം കുറഞ്ഞോണ്ടൊന്നുമല്ല, മാമിന് ആവശ്യത്തിന് പൊക്കൊക്കെ ഉണ്ട്. കളിയൊക്കെയാണ്. Abdullah. Name the peptide hormone which act mainly on hepatocytes, adipocytes and enhance glucose uptake and utilization. എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബോണിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 റീജിയൻസ് ഉണ്ട്. അതിൽ എപ്പിഫൈസിസ്, മെറ്റാഫൈസിസ് ഈ ഒരു ഗ്യാപ്പാണ്. സാധാരണഗതിയിൽ ഈ ഒരു റീജിയനിൽ നിന്നും ഇവിടെ ഉണ്ടാവുന്ന ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറയും. ഇവിടെ ഉണ്ടാവുന്ന ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ഗ്രോ ചെയ്യുമ്പോഴാണ് ബോൺ 2 ഡയറക്ഷനിലും വളരുക. ഈ എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ത് പറ്റും? കംപ്ലീറ്റ് ആയിട്ട് ഈ ഓസ്റ്റിയോബ്ലാസ്റ്റിന്റെ ലെയർ കംപ്ലീറ്റ് ആയിട്ട് അഡോളസൻസ് ആവുമ്പോഴത്തേക്കും ഇല്ലാണ്ടാവും. അപ്പോഴാണ് പിന്നെ നമുക്ക് ഫെർദർ ബോൺ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുക. And going to the last question, നമുക്കറിയാം it is insulin, hepatocyte cells, adipocyte cellsനെ കൊണ്ട് ഗ്ലൂക്കോസിനെ എടുപ്പിച്ച് ബ്ലഡ് ഗ്ലൂക്കോസ് കുറയ്ക്കുന്ന ആള്. സോ നിങ്ങൾ വേഗം പറഞ്ഞേ. ലാസ്റ്റ് 25 ക്വസ്റ്റ്യൻസ്. 100ന് എത്ര മാർക്ക് ഉണ്ട്? അപ്പൊ മക്കളെ, നമ്മൾ നല്ല അടിപൊളിയായി നമ്മുടെ ഡുവോഡൈ സീരീസിലെ ബയോളജി 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീറ്റിലേക്ക് എത്തി. അപ്പൊ ചാപ്റ്റർ ബേസിന് പുറമേ ആയി നമ്മൾ എന്ത് ചെയ്യാണ്? സിലബസിനെ കുറച്ചുകൂടെ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാൻ പോവുകയാണ്. സോ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. അപ്പൊ ഒരു ബിഗ് അനൗൺസ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി വരും. ഡുവോ ഡൈ സീരീസിന്റെ നെക്സ്റ്റ് എഡിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2.0 എന്ന് വിളിക്കാം. എന്തിരൻ 1, എന്തിരൻ 2 എന്ന് പറയുന്ന പോലെ എന്തിരൻ 2 ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഫെർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അപ്പൊ ഗൈസ്, see you, bye bye, thank you. 100 on 100, ഒത്തിരി പേര് 100 on 100 ഉണ്ടല്ലോ. തിത്തിലി, congrats all of you. അപ്പൊ നമുക്ക് ഇനി ക്ലാസ്സിൽ